1300 കൊല്ലമായി കേരളത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് പാരമ്പര്യമില്ല കൂട്ടരെ. ശീഈയത്തിന്റെ പാരമ്പര്യത്തിലാണ്. ശീഈയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജാറങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കിയവർ, തരീഖത്തുകളെ കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് ബാത്തിലാക്കിയവർ. ഇപ്പൊ ഷഹാദത്ത് ബാത്തിലാകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഷഹാദത്ത് ബാത്തിലാകാൻ ഷഹാദത്ത് രണ്ട് പാർട്ടാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഷഹാദ, രണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹിലുള്ള ഷഹാദ. ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഷഹാദ സ്വഹീഹാകുന്നത് എപ്പോഴാണ്? സകല കാര്യത്തിലും അല്ലാഹനെ മാത്രം ഇടപെടിപ്പിക്കുമ്പോഴാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിലുള്ള ഷഹാദ സഹീഹാകുന്നത് എപ്പോഴാണ്? സകല വിഷയത്തിലും മുഹമ്മദ് നബിയെ മാത്രം നായകനാക്കുമ്പോഴാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത കരാർ എന്താണ്? അശ്ഹദു, അശ്ഹദു, അള്ളാഹുവിന് കൊടുത്ത ഉറപ്പാണ്. ഓരോ മുസ്ലിമും പ്രായപൂർത്തിയെത്തുമ്പോൾ അവന്റെ മനസ്സുകൊണ്ട് അള്ളാഹുവിന് കൊടുക്കുന്ന ഉറപ്പാണ്. അമുസ്ലിം ആണെങ്കിൽ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ജൂതനോ മജൂസിയോ അവനിക്ക് പ്രായപൂർത്തിയെത്തി, ബുദ്ധിയും തന്റെ ഇടമൊക്കെ വന്നു, ഈ പ്രപഞ്ചത്തെ പറ്റി പഠിച്ചു, മനസ്സിലാക്കി, അള്ളാഹുവിനെ പറ്റി അറിഞ്ഞു എങ്കിൽ ഞാൻ ആ അള്ളാഹ്ക്ക് കരാറ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ആ അള്ളാഹ്ക്ക് കരാറ് കൊടുക്കുന്നു. അപ്പോ അവൻ അള്ളാഹ്ക്ക് കരാറ് കൊടുക്കുന്നത് വാചികമായിട്ട് തന്നെ ആയിരിക്കണം. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരുത്തനാണ്, ബിസ്മി ചൊല്ലി വിവാഹം കഴിച്ച, ആദർശപരമായി വിവാഹം കഴിച്ച ഒരു കുടുംബത്തിൽ ജനിച്ചവനാണ്. അവൻ പ്രായപൂർത്തി എത്തുന്നത് വരെ സ്വതന്ത്രനാണെങ്കിലും പ്രായപൂർത്തിയോടുകൂടി ഷഹാദത്ത് പ്രാവർത്തികമാക്കേണ്ടതാണ്. അതേസമയത്ത് ഷഹാദത്ത് പ്രാവർത്തികമാക്കേണ്ട ഉത്തരവാദിത്തം മാത്രമേ അവനിക്കുള്ളൂ. ഷഹാദത്ത് പ്രഖ്യാപിക്കേണ്ട ഉത്തരവാദിത്തം അവനില്ല. അത് അള്ളാഹു ഒരു കിഴിവ് കൊടുത്തതാണ്. അവൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്. അല്ലാത്തവരാണെങ്കിൽ അവൻ ഷഹാദത്ത് പ്രഖ്യാപിക്കുക തന്നെ വേണം. അപ്പം മതം മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദീനുൽ ഇസ്ലാം മതം മാറ്റ പരിപാടിയാണോ? ഇല്ല. മതം മാറ്റുക എന്നൊരു പരിപാടി, മതം മാറ്റുക, പുതിയ മുസ്ലിം പിന്നെ ഇസ്ലാം മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യിപ്പിക്കുക, അങ്ങനെ ഒരു പരിപാടി ദീനുൽ ഇസ്ലാമിനില്ല. ദീനുൽ ഇസ്ലാമിനെ പറ്റി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മതക്കാരെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാരും മതക്കാരും അങ്ങനെ ഒരു സങ്കല്പത്തിൽ എത്തി വെച്ചിരിക്കുകയാണ്. ഇല്ല, ദീനുൽ ഇസ്ലാം മതം മാറ്റുക എന്നൊരു പരിപാടി ദീനുൽ ഇസ്ലാമിനില്ല. കാരണം മതം മാറ്റുക എന്ന് പറയുമ്പോൾ ഷർത്ത് പൂർത്തിയാക്കിയിട്ടില്ല എന്നർത്ഥം. മാറുക എന്ന് പറയുമ്പോഴേ ഷർത്ത് പൂർത്തിയാകുകയുള്ളൂ. അതുകൊണ്ട് മാറ്റുക എന്നൊരു സിസ്റ്റം ഇസ്ലാമിലില്ല. ഒരു ഹിന്ദുവിന് ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ അവൻ വ്യവസ്ഥ പൂർത്തിയാക്കിയിരിക്കണം. ഒരു ക്രിസ്ത്യാനി ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ വ്യവസ്ഥ പൂർത്തിയാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ബുദ്ധിജീവികൾ മാത്രം ഇസ്ലാമിലേക്ക് വരുന്നത്. ഏതെങ്കിലും ബുദ്ധിയില്ലാത്ത ഏതെങ്കിലും ആദിവാസികളോ ഗിരിവർഗക്കാരോ ഇസ്ലാമിലേക്ക് വന്നായിട്ട് നമ്മൾ കാണാറില്ല. മറിച്ച് IAS കാരനോ IPS കാരനോ MSc കാരനോ BA കാരനോ MBA കാരനോ BBA കാരനോ ഒക്കെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ നമ്മളതിന്റെ പിറകിൽ കാണുന്നത് എന്താണ്? അതെ, അവർക്ക് വ്യവസ്ഥ പൂർത്തിയാക്കാൻ അവരെ കൊണ്ടേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് വ്യവസ്ഥ പൂർത്തിയാക്കാത്ത ദീനുൽ ഇസ്ലാമിലേക്ക് പ്രവേശനം അനുവദിക്കുകയില്ല. എന്താണ് വ്യവസ്ഥ? ഒരു ഹിന്ദുവിന് ഇസ്ലാമിലേക്ക് വരണം, ഒരു ക്രിസ്ത്യാനിക്ക് ഇസ്ലാമിലേക്ക് വരണം, ഒരു മജൂസിക്ക് ഇസ്ലാമിലേക്ക് വരണം, അല്ലെങ്കിൽ ഒരു OBCക്ക് ഇസ്ലാമിലേക്ക് വരണം. എന്താണ് അതിന്റെ വ്യവസ്ഥ? 3 കാര്യങ്ങൾ അതിന്റെ വ്യവസ്ഥയിൽപ്പെട്ടതാണ്. ഒന്ന് അൽ ഇൽമു ബില്ലാഹ്, അള്ളാഹുവിനെ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ജൂതനോ വന്ന പെട്ടെന്ന് പള്ളി കയറ്റിയിട്ട് കയ്യും കാലും കഴുകിയിട്ട് എന്നാ ചൊല്ലിക്കോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ ഫാത്തിഹ, എന്നിട്ടൊരു ദുആ ഉരുന്നാണ്ട്, എന്നിട്ട് ലെറ്റർപ്പേഡ് എടുത്തിട്ട് പ്രസിഡന്റ് സെക്രട്ടറിന്റെ ഒരു ഒപ്പ്, ഇവൻ മുസ്ലിം ആയിരിക്കുന്നു, ഇവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്യണോ, ഈ കടലാസും കൊണ്ട് തിരുവനന്തപുരം വരെ മംഗലാപുരം വരെ ഇവൻ യാചിച്ച് കിടക്കുക വർഷങ്ങളോളം. ഇതാണ് ഇപ്പൊ നമ്മൾ കേട്ടുകയും ചെയ്തിരിക്കുന്ന മതപരിവർത്തനം എന്ന പേരിൽ നടക്കുക. തോന്നിവാസം എന്നതിന് പറയാം, മതപരിവർത്തനം എന്നല്ല, തെണ്ടാൻ വിടുക. ആൾക്കാരെ ലെറ്റർപ്പേഡിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് തെണ്ടാൻ വിടുക എന്നതിന്റെ അർത്ഥം. അത് മതപരിവർത്തനം എന്നല്ല പറയാ. ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്താൻ ബുദ്ധിജീവികൾക്ക് മാത്രമേ കഴിയുള്ളൂ, അല്ലാത്ത വിചാരിച്ചാൽ നടക്കൂല. അതിന് അല്ലാഹു തആല ഇച്ചിരി ബുദ്ധിയും തന്റെയും അറിവൊക്കെ കൊടുത്തിരിക്കണം ഏത് മതക്കാരനായാലും. അതുകൊണ്ട് തന്നെ ഒരുത്തൻ ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു വന്നാൽ മിക്കവാറും പള്ളിയിലേക്കാണ് വരിക. പള്ളിയിലേക്ക് വരുമ്പോൾ നീ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ, നിനക്ക് ഷഹാദ സഹിയാകണമെങ്കിൽ നിസ്കാരം സഹിയാകാൻ ഷർത്തുകളുണ്ട്, നോമ്പ് സഹിയാകാൻ ഷർത്തുകളുണ്ട്, അതേപോലെ തന്നെ ഹജ്ജ് സഹിയാകാൻ ഷർത്തുകളുണ്ട്, ഷഹാദ സഹിയാകാനും ചില ഷർത്തുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഷർത്ത് എന്താ? ഒന്നാമത്തെ ഷർത്ത് ഷഹാദത്ത് 2 പാർട്ടാണ്. അവര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട വിഷയം അതാ. ഷഹാദത്ത് 2 പാർട്ടാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ പാർട്ട്, മറ്റേത് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ പാർട്ട്. 2 ഷഹാദത്തായത് അതുകൊണ്ടാണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം 2 പാർട്ടാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ള ഷഹാദ, 2 മുഹമ്മദുർ റസൂലുള്ളാഹിക്കുള്ള ഷഹാദ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ള ഷഹാദയാണ് അടിസ്ഥാനം, മുഹമ്മദുർ റസൂലുള്ളാഹിക്കുള്ള ഷഹാദ അനുബന്ധമാണ്.
ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ അംഗീകരിക്കുന്നില്ല, മുഹമ്മദുർ റസൂൽ എന്ന ഷഹാദ അംഗീകരിക്കുന്നു, അവനെ മുസ്ലിമായി പരിഗണിക്കുകയില്ല. കാരണം അവൻ അടിസ്ഥാനം അംഗീകരിച്ചവനല്ല. ഒരുത്തൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ അംഗീകരിക്കുന്നു, അവൻ അടിസ്ഥാനത്തെ അംഗീകരിച്ചു. പക്ഷെ മുഹമ്മദുർ റസൂൽ അംഗീകരിക്കുന്നില്ല, അവന്റെ ഇസ്ലാമും സഹിയാവൂല. എന്തുകൊണ്ട്? അനുബന്ധം കൊണ്ട് മാത്രമേ അടിസ്ഥാനം സഹിയാവുകയുള്ളൂ. അതുകൊണ്ട് ദീനുൽ ഇസ്ലാമാണ് കൂട്ടല്ലേ ഇത് മൊല്ലാക്കാക്ക് കൈകാര്യം ചെയ്യാനുള്ള ഉറുക്കിന്റെ പണിയല്ല. ഇത് അംബിയാ മുർസലീങ്ങൾ പ്രചോദനം ചെയ്ത ഇസ്ലാമാ. ഇത് അംബിയാ മുർസലീങ്ങൾ പ്രബോധനം ചെയ്ത ഇസ്ലാമാണിത്. എന്നുവെച്ചാൽ ഇന്നത്തെ ചുറ്റോടനുസരിച്ച് ഒരു മുസ്ലിം ഇങ്ങനെ നോക്കും, അംബിയാ മുസ്ലിങ്ങൾ പള്ളിയിലെ മൊല്ലാക്കയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അംബിയാ മുസ്ലിങ്ങൾ മിക്കവാറും മൊല്ലാക്കന്റെ മാതിരി. അപ്പൊ അംബിയാ മുസ്ലിങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാന്ന്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു മതസ്ഥം പറഞ്ഞാൽ അവനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളും ദീനുൽ ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളും ഇയാൾ കാണുന്നത് മൊല്ലാക്കാന്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ ഷഹാദത്തു സഹിയാകാനുള്ള ഒന്നാമത്തെ ഷർത്ത് അൽ ഇൽമു ബില്ലാഹ്, അല്ലാഹുവിനെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇസ്ലാമിലേക്ക് മതം മാറാൻ വരുന്ന ഒരു ഹിന്ദു, ക്രിസ്ത്യൻ, ജൂതൻ, അല്ലെങ്കിൽ വേറൊരു നിരീശ്വരവാദി, അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവി, ഒരു സയന്റിസ്റ്റ്, ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, അയാൾ ആ വരുമ്പൊക്കെ എന്നെ കരിമില്ല, നമുക്ക് കിട്ടിപ്പോയി ഒരു എഞ്ചിനീയർ. അങ്ങനെയൊന്നുമില്ല, അവനെ കിട്ടിയിട്ട് ഒരു കാര്യം നമുക്കില്ല. ഒരു 10 ഡോക്ടർമാരായ ഹിന്ദുക്കൾ, ഒരു 10 ഡോക്ടർമാരായ ക്രിസ്ത്യാനികൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് നമുക്കൊന്നും നേടാനില്ല. അയാൾ ആഖിറത്തിന്റെ കാര്യം അയാൾ നോക്കിക്കൊള്ളും. അയാൾ ഡോക്ടറാന്ന് വെച്ചിട്ട് ഇസ്ലാം എന്ന സൗദത്തിൽ നേടാനില്ല, ഒന്നും ഇല്ലാന്നെങ്കിലും ഒന്നും പൊളിയാനും ഇല്ല. അയാൾ ഇസ്ലാമിലേക്ക് വന്നത് അയാൾ ആഖിറത്തിന്റെ കാര്യം. അതിന്റെ ഈ മുസ്ലിമീങ്ങൾ ചെയ്തൊരു വലിയൊരു അപരാധമുണ്ട്. മുസ്ലിം സംഘടനകൾ ചെയ്തൊരു അപരാധം, മറ്റു മതത്തിൽ നിന്ന് മതം മാറി വരുന്നവരെ പൊക്കി നടക്കുക എന്നുള്ളൊരു അപരാധം. അതിന്റെ ഈറ്റുന്നോവും പേറ്റുന്നോവും അനുഭവിക്കുകയാണ് ഇന്ന് മുസ്ലിം സമുദായം. അങ്ങനെ ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. ദീനുൽ ഇസ്ലാമിലേക്ക് വന്നവൻ അവൻ കുറച്ച് വിദ്യാഭ്യാസമുള്ളവനാണെങ്കിൽ തീരെ പറയാനില്ല. ഇവിടുത്തെ സംഘടനകൾ അവന്റെ പിന്നാലെ പോകും, അവന്റെ പിന്നാലെ പോകും. എന്നിട്ട് അവനെയും കൂട്ടിയിട്ട് പ്രസംഗിക്കാൻ നടക്കില്ല. ഇന്നലെ ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ, ഇന്ന് മൈക്കും അവന്റെ കയ്യില്ല. അതിന്റെ നോവായ്പ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിലേക്ക് വരുന്നവനെ സംബന്ധിച്ച് പഠിക്കണം, അവനെ പറ്റി മനസ്സിലാക്കണം. അവൻ എത്ര വലിയ യോഗ്യതയുള്ളവനാണെങ്കിലും ശരി, അവന് വ്യക്തിപരമായി ജീവിക്കാൻ വിട്ടേക്കണം. ഇവിടുത്തെ സംഘടനകൾ അതല്ല ചെയ്തത്. ഇവിടുത്തെ സംഘടനകൾ അവനെയും കൂട്ടി നടന്നു, അവനെ അഡ്രസ് ഉണ്ടാക്കി. അള്ളാന്റെ ദീൻ ഇസ്ലാമിനെ അഡ്രസ് ഉണ്ടാക്കാൻ അങ്ങനെ വ്യക്തികളെയും കൂട്ടി നടക്കേണ്ട ഉത്തരവാദിത്വം നിനക്ക് അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അള്ളാന്റെ ദീനാണ്. അള്ളാന്റെ ദീനിനെ അള്ളാഹ് സംരക്ഷിക്കുമെന്ന് അള്ളാഹ് ഏറ്റതാ. അതിനിപ്പോ ഏതെങ്കിലും മതം മാറി വന്നിട്ട് സംരക്ഷിക്കാൻ ഒരു ഡോക്ടർ ഇസ്ലാമിലേക്ക് വന്നു, എന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടക്കുക. എന്നിട്ട് അവസാനം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവനങ്ങ് ഊരും. അതിന്റെ പേരിൽ ബാക്കിയുള്ള പോറ്റി കിടക്കണം ജയിലില്. എങ്ങനെ പുതിയ ഇസ്ലാം എനിക്ക് ആരാന്നറ ബസ്സിൽ ടിക്കറ്റ് തന്നത്, അത് ഇന്ന ആചാരം, അയാൾ അറസ്റ്റ്. എനിക്കാരാണ് ചായ വാങ്ങി തന്നത്, അത് ഇന്ന മുയ്യാരാം, അയാളും അറസ്റ്റില്. എനിക്ക് ആരാധന ട്രൗസർ വാങ്ങി തന്നത് ഇന്ന മുതലാളിയാ, അവനും അറസ്റ്റില്. ഓനിക്ക് പല്ല് കേൾക്കാൻ ബ്രഷ് വാങ്ങി കൊടുത്തവൻ വരെ ജയിലില്. ഇവനോ മാഞ്ഞായിട്ട് ദുനിയാവിൽ അടക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ പിറകെ ഒരു ഗൂഢാലോചനയില്ലേ? അതുകൊണ്ട് തന്നെ നാം പറയുന്നു, ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. മതം മാറി വരുന്നവനെ പൊക്കി നടക്കുന്ന ഒരു പരിപാടി ദീനുൽ ഇസ്ലാമിലില്ല. മതം മാറി വരുന്നവനെ പ്രാഥമികമായിട്ട് പഠിപ്പിച്ചു കൊടുത്തോളം അവനെ ജീവിക്കാൻ വിട്ടേക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടോ ക്ലേശങ്ങളോ ഉണ്ടെങ്കിൽ മാനുഷികമായിട്ട് മാത്രം അവനോട് സഹകരിക്കുക. മതം മാറി വന്നവരെന്ന നിലയ്ക്ക് അവനെ പൊക്കി നടക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. ഇല്ല കൂട്ടരെ, ഇല്ല. എന്തുകൊണ്ട്? എന്താണ് ദീനുൽ ഇസ്ലാമിലേക്ക് വരുന്നതിനുള്ള വ്യവസ്ഥ? ഒരാൾക്ക് ഇസ്ലാമിലേക്ക് വരണം, ഒരു ഹിന്ദുവിന് ഇസ്ലാമിലേക്ക് വരാൻ ഇത് പിന്നെ ബി കോംപ്ലക്സിന്റെ ഗുളിയും ഗോതമ്പിന്റെ പൊടിയും കൊടുത്തിട്ട് മതം മാറ്റാൻ ഇത് മതമല്ല, ഇസ്ലാമാ. ഇത് ഇസ്ലാമാ. ബി കോംപ്ലക്സിന്റെ പൊടിയും 2 സെന്റ് സ്ഥലവും അതേപോലെ തന്നെ ഗോതമ്പത്തിന്റെ പൊടിയും കൊടുത്തിട്ട് അതിന് ശേഷം മാലയിട്ടിട്ട് പിന്നെ മറ്റവനാകാൻ വേണ്ടി അതൊന്നും നടക്കൂല. ഇസ്ലാമിന്റെ ഇത് രാജപാതയാണ്. ഇസ്ലാം രാജപാതയാണ്. അത് രാജാക്കന്മാർക്ക് മാത്രമുള്ളതാണ്. ദീനുൽ ഇസ്ലാം രാജപാതയാണ്. ഇച്ചിരി തലയോട്ടിൽ ആൾപ്പാർപ്പില്ലോതിരിക്കുള്ളതാ, മറ്റുള്ളവനിക്കുള്ളതല്ല. മറ്റുള്ളവനെ പറ്റി അള്ളാഹ് പറഞ്ഞ എന്താ അറിയോ? നരകത്തിൽ കത്തിക്കാനുള്ള വിറകാണ് നീ എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ വിറക് കൊണ്ടുപോയിട്ട് നീ ഉരുവാൻ പൂക്കാൻ നിൽക്കണ്ട. ഇത് ദീനുൽ ഇസ്ലാമാണ് കൂട്ടരെ. ആരുടെയും മോശാരത്തിൽ വളർന്നതല്ല ഇത്, ആരുടെയും സപ്പോർട്ടിൽ വളർന്നതല്ല ഇത്. ഇത് എന്റെ ദീനാണ്, ഇത് ഞാൻ ഇറക്കിയതാണ്, അതിനെ സൂക്ഷിക്കാൻ എനിക്കറിയാം. അല്ലാഹു തആല പറഞ്ഞു. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചോളം ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ആരും മെനക്കെടണ്ട. ഇസ്ലാമിന്റെ പേരിൽ സ്വന്തം സംരക്ഷിക്കാൻ മെനക്കെട്ടാ മതി.
ദീനുൽ ഇസ്ലാമിനെ വെച്ചുകൊണ്ട് നാം സംരക്ഷിക്കപ്പെടുക. ഇസ്ലാമിനെ നമ്മൾ സംരക്ഷിക്കാൻ മെനക്കെടുകയും ചെയ്യേണ്ട, അത് അങ്ങനെ ഇടിഞ്ഞു ഒഴിഞ്ഞു പോവുകയും ചെയ്യില്ല. ഇവിടുത്തെ 350 കോടി മുസ്ലിമീങ്ങളെ എനിക്ക് ഇസ്ലാം വേണ്ടെന്ന് പറഞ്ഞാലും ഇസ്ലാമിനെ രാജകീയമായിട്ട് അള്ളാഹു നിലനിർത്തുക അള്ളാഹു ഏറ്റ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചാൾ സംഘടിക്കുക, അതൊരു കമ്മിറ്റി ഉണ്ടാക്കുക, അള്ളാഹിന്റെ ഇസ്ലാം ഇടിഞ്ഞു ഒളിഞ്ഞു വീകാൻ പോവുക. നമ്മൾ കുറച്ചാൾ മെനക്കെട്ടില്ലെങ്കിൽ ഇസ്ലാം എന്താവും കണക്കം ചെയ്യേണ്ട. അതുകൊണ്ട് ഇസ്ലാമിനെ നന്നാക്കാൻ ആരും മെനക്കെടണ്ട. ഇസ്ലാമിനെ വെച്ചുകൊണ്ട് സ്വയം നന്നാകാൻ മെനക്കെട്ടാൽ മതി. ദീനുൽ ഇസ്ലാമിനെ വെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ മെനക്കെട്ടാൽ മതി. അതിനുള്ളതാണ് ഇസ്ലാം. വ്യക്തികൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗരേഖയാണ് ഇസ്ലാം. ഹുദൽ മുത്തഖീൻ, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ മുത്തഖീൻ. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിലേക്ക് മതം മാറാൻ വരുന്ന ഒരുത്തനോട് ഇത് ഗവൺമെന്റിനെ അറിയിക്കണം ഈ കാര്യം. ഇത് ജാഹിലിയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇസ്ലാം പ്രതിക്കൂട്ടിലായത്. ദീനുൽ ഇസ്ലാമിനെ പറ്റി അറിയാത്ത ജാഹിലുകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇസ്ലാം പ്രതിക്കൂട്ടിലായത്. ദീനുൽ ഇസ്ലാം പ്രതിക്കൂട്ടിലാവേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. ഇവിടെ മതം മാറ്റുന്ന ദീനെന്നും പറഞ്ഞ് ഇവിടുത്തെ ഫാസിസ്റ്റുകളും മറ്റും ഇസ്ലാം മതം മാറ്റൽ പരിപാടിക്കാനാണ്. ഇതിനകത്ത് ഒരു പരിപാടിയുമില്ല. മതം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ചപ്പ് ചവറ് കിടന്നിട്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഷഹാദത്ത് ബാത്തിലായതാണ് 98%. ആ ശതമാനത്തിൽ ഇവിടെ കിടക്കുമ്പോൾ പിന്നെ പുറത്തുള്ളവന്റെ പിന്നാലെ പോകേണ്ട പിരാന്തുള്ള മുസ്ലിങ്ങൾക്ക് പുറത്തുള്ളവനെ നന്നാക്കേണ്ട പരിപാടി. ഇവിടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന നരകത്തിലേക്ക് കാലം നീട്ടി കിടക്കുക ഷഹാദത്ത് ബാത്തിലാക്കിയിട്ട്. ജാറങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തും ബാത്തിലാക്കി, തരീഖത്തുകളെ കൊണ്ട് മുഹമ്മദുർ റസൂൽ കൊടുത്ത ഷഹാദത്തും ബാത്തിലാക്കി കിടക്കുക മഹാഭൂരിപക്ഷം. ഫലസ്തീൻ തൊട്ട് വെള്ളമുണ്ട വരെ അവരെയും കിടത്തിയിട്ട് വെച്ചോണ്ട് രാമന്റെയും ക്രിസ്ത്യന്റെയും ജോർജിന്റെയും പിന്നാലെ പോകാൻ. ഇസ്ലാമിലേക്ക് വരുന്നോ, 2 സെന്റ് തരാം, ഇസ്ലാമിലേക്ക് വരുന്നോ ഗോതമ്പിന്റെ പൊടി തരാം, ഇസ്ലാമിലേക്ക് വരുന്നോ ബി കോംപ്ലക്സിന്റെ ഗുളിക തരാം. അതിനടുത്ത മുസ്ലിമീങ്ങൾക്ക് പിരാന്തൊന്നും ഇല്ലല്ലോ. പിരാന്ത് നല്ല ബുദ്ധിയുള്ളവന്മാരല്ലേ. എന്താ കൂട്ടരെ മനസ്സിലാക്കിയിരിക്കുന്ന ഇസ്ലാമിനെ സംബന്ധിച്ച്? ദീനുൽ ഇസ്ലാമിലേക്ക് പ്രവേശനം. അതുകൊണ്ടല്ലേ നൂഹ് നബിക്ക് എത്ര ആളെ കിട്ടിയ കൂട്ടരെ? ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുകയല്ലേ ഇറാഖിൽ അന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുകയല്ലേ? 950 കൊല്ലം മെനക്കെട്ടിട്ടല്ലേ 72 ആളെ കിട്ടിയത്. അതിന്റെ അർത്ഥം എന്താ? ഇസ്ലാം അവരെ തലയിൽ കയറാൻ അത്രയും സമയം എടുത്തു എന്നല്ലേ ഇതിന്റെ അർത്ഥം? നൂഹ് നബിക്ക് സാധിച്ചിട്ടില്ല ആളെ കൂട്ടാൻ. ഇബ്രാഹിം നബിക്ക് ഒന്നിച്ച് എത്ര പേരാ ഉണ്ടായത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക് പോകുമ്പോൾ ഭാര്യ സാറ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒരൊറ്റൊരു മുസ്ലിമെ കിട്ടിയോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക്? അങ്ങനെ അടുത്തെത്തിയപ്പോൾ ഹാജറാനെ കിട്ടി. അങ്ങനെ സിറിയയിൽ താമസിക്കുമ്പോൾ ആരാ ഇബ്രാഹിം നബിന്റെ ഒന്നിച്ചുണ്ടായ 4 ആളല്ലേ? ഹാജറിയും സാറയും ഇസാഖും ഇസ്മായിലും അല്ലേ? 5ാമത്തെ ഒരാൾ ഇബ്രാഹിം നബിന്റെ ഒന്നിച്ചുണ്ടായ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരാ അള്ളാന്റെ? ഇബ്രാഹിം നബി ആരാണ് അള്ളാന്റെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാമർത്ഥ്യം ഇല്ലാത്തതുകൊണ്ടാണോ ആളെ കിട്ടാതെ പോയത്? ഇബ്രാഹിം നബി മുടുക്കില്ലാത്തതുകൊണ്ടാണ് ആളെ കിട്ടാതെ പോയത്? എന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ ആളെ കൂട്ടുക എന്നുള്ളത് അള്ളാഹുവിന്റെ ലക്ഷ്യത്തിൽ പെട്ടതല്ല. അള്ളാഹ് ചില ആൾക്കാർക്ക് മാർക്കിട്ട് വെച്ചിട്ടുണ്ട്. അവരെ അള്ളാഹു അവന്റെ കയ്യിൽ സംരക്ഷിക്കുന്നു. ആ സംരക്ഷണത്തിന് അള്ളാഹു താല കൊടുത്ത രാജപാതയാണ് ഇസ്ലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല 100% യോഗ്യതയുള്ള അബൂ താലിബിനെ തള്ളി 0 മാർക്കുള്ള ഖത്താബിന്റെ മകൻ ഉമറിനെ ഏറ്റെടുത്തു അള്ളാഹു താല അല്ലേ? ആരാണ് സുഹൃത്തുക്കളെ അബൂ താലിബ്? ഇവിടെ സാധാരണ നാട്ടിലെ കാരണവന്മാരും വല്ലമാരും ഒക്കെ പറയുന്നൊരു വിഷയമുണ്ട്. ചെറുപ്പക്കാരെ നോക്കിയിട്ട്, ഓ നീ എവിടെയാടാ, നീ ഇന്നലെ വരെ നിക്കർ വിട്ടിട്ട് ദിനേശ് വീടിന്റെ കുറ്റിയും വലിച്ച് തെക്കോട്ടും വടക്കോട്ടും ഏറാപാറ നടക്കുന്നു. ഇപ്പോൾ തൗഹീദ് എന്നും പറഞ്ഞു വന്നിരിക്കുന്നു. നിനക്കാണോടാ തൗഹീദ് മനസ്സിലായത്? നമ്മുടെ മശായിഖന്മാർക്കൊന്നും തൗഹീദ് മനസ്സിലായിട്ടില്ലേ? നമ്മുടെ കാരണന്മാർക്കൊന്നും തൗഹീദ് മനസ്സിലായിട്ടില്ലേ? നമ്മുടെ മരിച്ചുപോയ ഓറുമാർക്കൊന്നും തൗഹീദ് മനസ്സിലായിട്ടില്ലേ? നിനക്കാണോടാ ഇന്നലെ വരെ വന്ന ഊരും പേരും ഇല്ലാത്ത, തറവാട്ട് ഗുണമില്ലാത്ത, പാരമ്പര്യ ഗുണമില്ലാത്ത, എവിടെന്നോ അണ്ടിപ്പറക്കി വന്നിട്ട് ഇവിടെന്ന് തെക്കോട്ടും വടക്കോട്ടും ടൗസർ വിട്ടിട്ട് ഇന്നലെ വരെ നടന്നവൻ ഇപ്പൊ തൗഹീദ് എന്നും പറഞ്ഞു നടക്കുന്നു. നീ എവനാടാ? നീ പള്ളിന്റെ തിണ്ടയിൽ ഇരുന്നിട്ട് കാരണവർ ചോദിക്കുന്ന ചോദ്യ, പള്ളി പ്രസിഡന്റ് ചോദിക്കുന്ന ചോദ്യ, പള്ളിയിലെ കാവ്യാര് ചോദിക്കുന്ന ചോദ്യ. ധൈര്യമായിട്ട് മറുപടി പറയണം, അതെ എനിക്ക് തന്നെയാണ് മനസ്സിലായത്. ധൈര്യമായിട്ട് മറുപടി. ചെറുപ്പക്കാരാ, ഒരു ധൈര്യക്കുറവും വേണ്ട, പറയണം കാരണവന്മാരോട്. നിങ്ങളൊക്കെ അബൂ താലിബിന്റെ ദർജയിലാണ്, ഞങ്ങളൊക്കെ ഖത്താബിന്റെ മകൻ ഉമറിന്റെ ദർജയിലാണ്. ആരാണ് അബൂ താലിബ്? ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് കൃത്യമായി നിസ്കരിച്ച ആള്. ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് കൃത്യമായിട്ട് നോമ്പ് നോറ്റാലാണ് അബൂ താലിബ്. ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് കൃത്യമായി ഹജ്ജ് ചെയ്താലാണ് അബൂ താലിബ്. ഹറാം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അബൂ താലിബ്. ഹറാമായ ഒരു തുള്ളി വെള്ളം അബൂ താലിബിന്റെ വയറ്റിൽ കിടന്നിട്ടില്ല. മക്കാര് മുഴുവനും മദ്യപിച്ച് ലക്ക് കെടുമ്പോഴും അബൂ താലിബ് മദ്യം എന്താണെന്ന് തൊട്ടു നോക്കിയിട്ടില്ല.
മക്കക്കാരെ മുഴുവനും ചൂതാട്ടം നടത്തി ദൂർത്തടിക്കുമ്പോഴും ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ ജീവിക്കേണ്ടി വന്ന ആളാണ് അബൂതാലിബ്. അബൂതാലിബിനെ സംബന്ധിച്ച് നിഷിദ്ധമായ ഒരു കാര്യം ഒരാൾ ആരോപിച്ചിട്ടില്ല. ഒരു ഈച്ചയെ പോലും അബൂതാലിബ് കൊന്നിട്ടില്ല. മാത്രവുമല്ല, അഷ്റഫുൽ ഖൽക്കിന്റെ ഉപ്പുപ്പ അബ്ദുൽ മുത്തലിബ് മരിച്ചതിന് ശേഷം അഷ്റഫുൽ ഖൽക്കിന്റെ ഉത്തരവാദിത്തം അള്ളാഹ് ഏൽപ്പിച്ചത് അബൂതാലിബിനാണ്. അത്രയും സ്ഥാനം അബൂതാലിബിന്റെ വ്യക്തിത്വത്തിനുണ്ട്. അലം യജിദുക യതീമൻ ഫആവാ, ഓ മുഹമ്മദ് നബിയെ, നിങ്ങൾ യതീമായപ്പോൾ നിങ്ങളെ ഞാൻ കൈകൾ ഏൽപ്പിച്ചില്ലേ? അതിന് തഫ്സീർ മൂത്താപ്പ അബൂതാലിബിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലേ എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. നാളെ ആഖിറത്തിൽ ഒരു വ്യക്തിയുടെ പേരെടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഒറ്റൊരാൾക്ക് മാത്രമേ ശഫാഅത്ത് ചെയ്യുള്ളൂ. അത് അബൂതാലിബാണ്, മൂത്താപ്പ അബൂതാലിബാണ്. അള്ളാഹു താല സമ്മതിക്കുന്ന വ്യക്തി അബൂതാലിബാണ്. പേരെടുത്തിട്ട് ഒരാളെ മാത്രമേ നബി തങ്ങൾ ശഫാഅത്ത് ചെയ്യുള്ളൂ. അത് അബൂതാലിബിന്റെ പേരാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബത്ത്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ളവരുടെ മഹബത്ത് തുലാസിന്റെ ഒരു തട്ടിലിടുക. അബൂതാലിബിന് നബി തങ്ങളോടുള്ള മഹബത്ത് തുലാസിന്റെ മറ്റേ തട്ടിലിട്ടാൽ ആ തട്ടാണ് തൂക്കം കൂടുക. അബൂതാലിബിന്റെ മഹബത്തിന്റെ തട്ടാണ് തൂക്കം കൂടുക. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച വ്യക്തിയാണ് അബൂതാലിബ്. അഷ്റഫുൽ ഖൽക്കിനെ സ്നേഹിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടില്ല അബൂതാലിബ്. ഉപ്പുപ്പ അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ അബൂതാലിബിനെ ഏൽപ്പിച്ചതാണ് എന്റെ മോനെ നോക്കിക്കൊള്ളണമെന്ന്. രാത്രി ഉറങ്ങുന്ന സമയത്തും കൂടി എഴുന്നേറ്റ് പോയിട്ട് മോൻ എവിടെയാ കിടക്കുന്ന നോക്കുമായിരുന്നു അബൂതാലിബ്. അബൂതാലിബിന് അഷ്റഫുൽ ഖൽക്കിനെ കൂട്ടാതെ ഒരു സ്ഥലത്തും പോയിരുന്നില്ല. രാവും പകലും അബൂതാലിബ് ഒന്നിച്ച് തന്നെയായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഒന്നിച്ച് തന്നെയായിരുന്നു അബൂതാലിബിന്റെ. അത്രമാത്രം മഹബത്ത് അബൂതാലിബിന്റെ നബിതങ്ങളോട് ഉണ്ടായിരുന്നു. അബൂതാലിബ് ആവട്ടെ മാന്യരിൽ മാന്യരാണ്. ഒരു മക്കക്കാര് മുഴുവനും അബ്ബാസിനെ പോലെയുള്ള ആൾക്കാര് പലിശ തന്ന് ജീവിക്കുമ്പോൾ അബൂതാലിബ് പലിശ തൊട്ട് തീണ്ടിയിട്ടില്ല. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ഔഫ് കള്ള് വിറ്റ് ജീവിക്കുമ്പോൾ കള്ള് എന്താണെന്ന് തൊട്ടു നോക്കിയിട്ടില്ല അബൂതാലിബ്. ഇബ്രാഹിം ശരീഅത്തനുസരിച്ച് കൃത്യമായി ജീവിച്ചാണ് അബൂതാലിബ്. പക്ഷെ ആ അബൂതാലിബ് കാലാകാലം നരകത്തിലാണ്. ആ അബൂതാലിബ് അതുകൊണ്ടൊന്നും സ്വർഗത്തിലെത്തുകയില്ല. ഈ അഡ്രസ് നിലനിർത്തിയതുകൊണ്ടൊന്നും അബൂതാലിബിന് രക്ഷയും കിട്ടാനില്ല. അബൂതാലിബിന് ഒരു രക്ഷയും കിട്ടാനില്ല. റസൂലുള്ളാഹി തങ്ങൾ ആഖിറത്തിൽ വരെ അബൂതാലിബിന് വേണ്ടി കരയും. ആഖിറത്തിൽ വരെ അള്ളാഹിനോട്. പക്ഷെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ അള്ളാഹു തയ്യാറല്ല അബൂതാലിബിന്റെ കാര്യത്തിൽ. അബൂതാലിബിന്റെ കാര്യത്തിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞത് എന്താ? നരകത്തിന്റെ ശിക്ഷയിൽ ഏറ്റവും ചെറിയ ശിക്ഷ തഖ്ഫീഫുൽ അദാബ്, ശിക്ഷ ലഘുവാക്കി കൊടുക്കുന്ന ഒരാൾക്കാണ്. അത് ഒരു മനുഷ്യനാ ലഹു ജംറത്താനി മിന്നാർ. സമയം വരുമ്പോൾ തീ കൊണ്ടുള്ള 2 ഷൂ ധരിപ്പിക്കും അയാളെ. അതോടുകൂടി അയാളെ തലച്ചോറ് വരെ ഒഴുകി തുടങ്ങും. ഇത് അബദൻ അബദ, കാലാകാലം തുടരും. ഒരു ദിവസം ഒരു മിനിറ്റ് അതിൽ നിന്ന് ഒഴിയുന്ന പ്രശ്നമില്ല. അത് അബൂതാലിബാണ്. എന്താ സുഹൃത്തുക്കളെ സംഭവിച്ചത്? കാരണപ്പാട് കൊണ്ട് രക്ഷപ്പെടും, അഡ്രസ് കൊണ്ട് രക്ഷപ്പെടും, നാട്ടിലെ നേതാസ്ഥാനം കൊണ്ട് രക്ഷപ്പെടും. നാട്ടിലെ ആൾക്കാരൊക്കെ ബഹുമാനിക്കുന്ന ആള്, നാട്ടിലെ കാരണവര് അതെ നമ്മൾ സമ്മതിച്ചിരുന്നു നിങ്ങൾ അബൂതാലിബിന്റെ ദർജയിലാണ്. കാരണവന്മാർ അബൂതാലിബിന്റെ ദർജയിലാണ്. നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്തവർ, 5 നേരം കൃത്യമായി പള്ളിയിൽ പോകുന്നവർ, പള്ളിയിലെ മുമ്പിലത്തെ സഫിൽ തന്നെ നിസ്കരിക്കുന്നവർ, പള്ളിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് ഭരിക്കുന്നവർ, പള്ളിന്റെ നേതൃത്വം വഹിക്കുന്നവർ, നാട്ടിലെ കാരണവന്മാര് നിങ്ങളെപ്പറ്റി മോശം അഭിപ്രായമില്ല. മദ്യം നിങ്ങൾ തൊട്ടു നോക്കിയിട്ടില്ല, പലിശ നിങ്ങൾ തൊട്ടു നോക്കിയിട്ടില്ല, അതേപോലെ തന്നെ ചൂതാട്ടം ഒരു ടിക്കറ്റ് പോലും ലോട്ടറി ടിക്കറ്റ് പോലും നിങ്ങൾ എടുത്തിട്ടില്ല. നിങ്ങൾ മാന്യന്മാരിൽ മാന്യന്മാരാണ്. നെറ്റിയിൽ നല്ല തഴമ്പുണ്ട്, മുട്ടു നോക്കിയാൽ നല്ല തഴമ്പ് കാണും, തുണിയാണെങ്കിൽ നിര്യാണ്ട മുകളിലൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, ഈ ചെറുപ്പക്കാരനില്ലാത്ത കുഴപ്പം. ഈ ചെറുപ്പക്കാരൻ ആരെ പോലെയാണെന്നറിയുമോ? ഖത്താബിന്റെ മകൻ ഉമറിനെ പോലെ. നാട്ടിലെ ഏറ്റവും വലിയ കൊലയാളി ഖത്താബിന്റെ മകൻ ഉമർ. ഒരുപാട് ആളെ കൊന്നിട്ടുണ്ട് ഖത്താബിന്റെ മകൻ ഉമർ. നാട്ടിലെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ. നാട്ടിലുള്ള ഏത് കച്ചവട സംഘം പോയാലും അതിനെ കൊള്ളയടിക്കാതെ ഖത്താബിന്റെ മകൻ ഉമർ വിടൂല. പെൺകുട്ടികളെ തറവാടിത്വത്തിന്റെ പേരും പറഞ്ഞിട്ട് കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ട് ഖത്താബിന്റെ മകൻ ഉമർ. നാട്ടിലെ ഏറ്റവും വലിയ മദ്യപാനി ഖത്താബിന്റെ മകൻ ഉമർ. നാട്ടിലെ ഏറ്റവും വലിയ പലിശക്കാരൻ ഖത്താബിന്റെ മകൻ ഉമർ. നാട്ടിലെ ഏറ്റവും വലിയ ചൂതാട്ടക്കാരൻ ഖത്താബിന്റെ മകൻ ഉമർ. എന്നിട്ടും ആർത്തി തീരാഞ്ഞിട്ട് കാശിന് വേണ്ടിയിട്ട് അഷ്റഫുൽ ഖൽക്കിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളുമായിട്ട് പുറപ്പെട്ട ഖത്താബിന്റെ മകൻ ഉമർ. അല്ലാഹു തആല പറഞ്ഞു എനിക്ക് ആ ഉമറിനെ മതി, അബൂതാലിബിനെ വേണ്ട എന്ന്. എന്തുകൊണ്ട്? മനസ്സിലാക്കണം. അല്ലാഹു തആല പറഞ്ഞു എനിക്ക് ആ ഉമറിനെ മതി. ഉമറും ഫിൽ ജന്ന, ഹബീബായ മുത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ വാക്കാണ്. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. എനിക്ക് ശേഷം 2 ആളെ നിങ്ങൾ 100% ഫോളോ ചെയ്തോളണം. അതാരാണ്? അബൂബക്കർ ഉമർ. ഒന്ന് അബൂബക്കർ, മറ്റേത് ഉമറുമാണ്. ചെറുപ്പക്കാര ധൈര്യമായിട്ട് പറയണം, ആ ഉമറിന്റെ സ്ഥാനത്താണ് ഇപ്പോൾ ഞാൻ.
പണ്ട് ഞാൻ വിദേശി വീടിന്റെ കുറ്റിയും വലിച്ച് വെള്ളം കൊണ്ടെന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും ട്രൗസർ വിട്ട് ഏറാപാറ നടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ടായിരുന്നു. ശരിയാണ്, അന്ന് ഞാൻ ഒന്നുമല്ല, ഇന്ന് ഞാൻ എല്ലാമാണ്. ഞാൻ ഇന്ന് തൗഹീദിന്റെ പ്രബോധകനാണ്. ധൈര്യമായിട്ട് പറഞ്ഞോ. അതാണ് തൗഹീദിന്റെ പ്രബോധകന്മാരുടെ അഡ്രസ്. അതാണ് കൂട്ടരെ തൗഹീദിന്റെ പ്രബോധകന്മാരുടെ അഡ്രസ്. അതാണ് ഇസ്ലാമിന്റെ അഡ്രസ്. അതാണ് ഷഹാദത്തിന്റെ പത്രാസ്. ഇപ്പോൾ നീ ആരാ? നീ അള്ളാഹ് കൊടുത്ത ഷഹാദത്ത് കരാറ് പാലിക്കുന്നവനാ. എന്താണ് നീ അള്ളാഹ് കൊടുത്ത കരാറ്? അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കും. ഞാൻ ജീവിച്ച് തെളിയിക്കും. അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കും. അള്ളാഹുവെ, നിനക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരും. എന്ത് ബോധ്യപ്പെടുത്തി തരും? അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൻ തീർച്ച, ലാ ഇലാഹ ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. എന്റെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടാൻ, എന്റെ ദൈനംദിന ജീവിതത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ, എന്റെ അടുക്കള തൊട്ട് അങ്ങാടി വരെ, എന്റെ അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ എന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ, എന്റെ നോവുകൾ കേൾക്കാൻ, എന്റെ വേദനകൾ കേൾക്കാൻ ഒരു ശക്തിയെ, ഒരു വ്യക്തിയെ എന്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. ഒരു ശൈഖിനെയോ വലിയനെയോ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. ഞാനൊരു നബിയെയോ റസൂലിനെയോ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. ഞാനൊരു ജിന്നിനെയോ മലക്കിനെയോ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. ഞാനൊരു ബീവിയെയോ ബാവയെയോ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. ഞാനൊരു ഭഗവതിയെയോ ഭഗവാനെയോ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. ഞാനൊരു ദേവിയെയോ ദേവനെയോ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ നെറ്റിത്തണം എന്റെ അള്ളാന്റെ മുമ്പിൽ മാത്രമേ വെക്കുള്ളൂ. അതേപോലെ തന്നെ ഞാൻ എന്റെ രണ്ട് കൈ അള്ളാനോട് മാത്രമേ ഞാൻ നീട്ടുള്ളൂ. ഞാൻ നേർച്ച വഴിപാട് എന്റെ അള്ളാഹ്ക്ക് മാത്രമേ നൽകുള്ളൂ. ഞാൻ മൃഗങ്ങളെ അറുക്കുന്ന എന്റെ അള്ളാഹ്ക്ക് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ എന്റെ ഭയം, എന്റെ പേടി, എന്റെ പ്രത്യാശ എന്റെ അള്ളാഹുവിന് മാത്രമേ ഞാൻ വെച്ച് പുലർത്തുകയുള്ളൂ. എന്റെ മൽജഅ് ഞാൻ എന്റെ അള്ളാഹുവിലേക്ക് മാത്രമേ ഉള്ളൂ. അശ്ഹദു, ഇത് ഞാൻ ജീവിച്ച് തെളിയിക്കുന്നതാണ്. ഇതാണ് കരാർ. ഇതാണ് കരാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് അള്ളാഹുവിന് കൊടുത്ത കരാർ. ഇപ്പോഴാണ് ഇവൻ മുസ്ലിമായത്. അള്ളാഹുവിന് കരാറ് കൊടുത്തപ്പോഴാണ് ഇവൻ മുസ്ലിമായത്. അള്ളാഹുവിന് കരാറ് കൊടുത്തു, അള്ളാഹുമായി കൈയടിച്ചു. അള്ളാഹുവെ, നിന്നെ ഞാൻ അറിഞ്ഞു. അൽഇൽമു ബില്ലാഹ്, അള്ളാഹുവെ, നിന്നെ ഞാൻ അറിഞ്ഞു. നിന്റെ വുജൂദ് അറിഞ്ഞു ഞാൻ, നിന്റെ ഉണ്മ അറിഞ്ഞു ഞാൻ. നീ ഉള്ളവനാണ്, ഉണ്ടായവനല്ല. നിന്റെ ഉലൂഹിയത്തിന്റെ റുബൂബിയത്ത് അറിഞ്ഞു ഞാൻ. നീ ഉടമസ്ഥതാധികാരവും നിർമ്മാണാധികാരവും നിയന്ത്രണാധികാരവും ഉള്ളവനാണ്. നിന്റെ ഉലൂഹിയത്ത് അറിഞ്ഞു ഞാൻ. നീയാണ് എല്ലാ വിഷയത്തിലും ഇടപെടേണ്ടവനെന്ന് ഞാൻ അറിഞ്ഞു. നിന്റെ അസ്മാകൾ അറിഞ്ഞു ഞാൻ, നിന്റെ സിഫാത്തുകൾ അറിഞ്ഞു ഞാൻ. അതുകൊണ്ട് തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെയുള്ള ഒരു അല്ലാഹ്, ആ അല്ലാഹയല്ലാതെ വേറെ ഉണ്ടാവൂല എനിക്കിനി. അത് ഞാൻ ജീവിച്ച് തെളിയിക്കുന്നതാണ്. ഫലസ്തീൻ തൊട്ട് വെള്ളമുണ്ടവരെയുള്ള 350 കോടി മുസ്ലിമീങ്ങൾ തെളിയിക്കണം ഈ കരാറ് പാലിച്ചിട്ടുണ്ടോ അതോ ലംഘിച്ചിട്ടുണ്ടോ എന്ന്. അവിടെയാണ് വിഷയം. നിസ്കരിക്കുന്നുണ്ടോ, നോമ്പ് നോക്കുന്നുണ്ടോ, സക്കാത്ത് കൊടുക്കുന്നുണ്ടോ, ഉളിയത്ത് ഇറക്കുന്നുണ്ടോ എന്നല്ല വിഷയം. ആദ്യം തെളിയിക്കേണ്ടത് ഷഹാദത്ത് പാലിച്ചിട്ടുണ്ടോ എന്നാണ്. കാരണം ഷഹാദത്ത് പാലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിന്റെ നിസ്കാരം പൂജ്യമാണ്, നിന്റെ നോമ്പ് പൂജ്യമാണ്, നിന്റെ ഹജ്ജ് പൂജ്യമാണ്, നിന്റെ സക്കാത്ത് പൂജ്യമാണ്. നീ ആദ്യം തെളിയിക്കേണ്ടത് ഷഹാദത്ത് തെളിയിക്കണം. നീ അള്ളാഹ് കൊടുത്ത കരാറ് പാലിച്ചിട്ടുണ്ടോ അതോ ലംഘിച്ചിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ റസൂലാക്കി ജനങ്ങൾ മുസ്ലിമീങ്ങളായി. അവർ ഷഹാദത്ത് ലംഘിച്ചു. 100 ചില്ലാനം 5 ഔലിയാക്കളെ, 5 ഔലിയാക്കളെ ജാറങ്ങൾ വെച്ചുകൊണ്ട് അവര് ഷഹാദത്ത് ലംഘിച്ചു. 5 ഔലിയാക്കളെ ജാറങ്ങൾ വെച്ചുകൊണ്ട് അവര് ഷഹാദത്ത് ലംഘിച്ചു. അല്ലാഹു തആല നൂഹ് നബിന്റെ നാവിൽ അവരെ കാഫിരീങ്ങളാണെന്ന് ഫത്വ നൽകി. എന്താണ് നൂഹ് നബി ദുആ ചെയ്തത്? ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ. ഒരൊറ്റ കാഫിറിനെ ഈ ദുനിയാവിൽ ബാക്കി വെക്കണ്ട അല്ലാഹ്. അന്ന് ആരെയാണ് നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത്? ഈ സമുദായം മനസ്സിലാക്കണം. ആരെയാണ് നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത്? വല്ലാഹി അന്ന് ഹിന്ദു മതക്കാരില്ല, ജൂത മതക്കാരില്ല, ക്രിസ്തു മതക്കാരില്ല, മജൂസി മതക്കാരില്ല. ഇതൊക്കെ നൂഹ് നബിന്റെ മരണത്തിന് ശേഷമാണ് ഈ മതങ്ങളെല്ലാം ലോകത്ത് വരുന്നത്. നൂഹ് നബിന്റെ കാലം മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആദം നബി പഠിപ്പിച്ച ഇസ്ലാം, ശീസ് നബി പഠിപ്പിച്ച ഇസ്ലാം, ഇദ്രീസ് നബി പഠിപ്പിച്ച ഇസ്ലാം. അതേ റസൂലുള്ളാഹി പറഞ്ഞു, ആദം നബിന്റെ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്
ഇബ്നു അബ്ബാസിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്, അത് മുഴുവനും തൗഹീദിലാണ് 10 തലമുറ. ബഹുമാനപ്പെട്ട നൂഹ് നബി റസൂലായിട്ട് വരുന്ന ആരിലേക്കാണ്? ആദം നബിന്റെ മക്കളിലേക്ക്, ഇദ്രീസ് നബിന്റെ മക്കളിലേക്ക്, ശീസ് നബിന്റെ മക്കളിലേക്ക്, അതും പരമ്പരാഗത മുസ്ലിമീങ്ങളിലേക്ക്. അന്ന് മറ്റു മതക്കാരെ നിലവിലില്ല, അന്ന് ക്ഷേത്രങ്ങൾ ഇറാഖിലില്ല, ചർച്ചുകൾ ഇറാഖിലില്ല, അമ്പലങ്ങൾ ഇറാഖിലില്ല. ഇറാഖിലാകെ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ അന്ന് ആ നാട്ടിലുള്ളത് 5 ഔലിയാക്കളുടെ ഖബറാണ്. ولا تذرن ودا ولا سواعا ولا يعوق ويغوث ونسرا. സൂറത്തു നൂഹ്. ആ 5 ഔലിയാക്കളെ ഖബറുമായി ബന്ധപ്പെട്ടതിന്റെ പേരിലാണ് അല്ലാഹു തആല അവരെ കാഫിർ എന്ന് വിളിച്ചത്. അവരെ നേരെയാക്കാനാണ് അല്ലാഹു തആല നൂഹ് നബിയെ റസൂലാക്കി അയച്ചത്. നൂഹ് നബി റസൂലായിട്ട് വരുന്നത് നിസ്കരിക്കുന്നവരിലാണ്, നോമ്പ് നോക്കുന്നവരിലാണ്, ഹജ്ജ് ചെയ്യുന്നവരിലാണ്, സക്കാത്ത് കൊടുക്കുന്നവരിലാണ്, അതേപോലെ തന്നെ ദിക്ർ ചെല്ലുന്നവരിലാണ്, പള്ളി കൃത്യമായിട്ട് പോകുന്നവരിലാണ്, സഫ് കൃത്യമായി ഒപ്പിക്കുന്നവരിലാണ്. എല്ലാ ഇസ്ലാമിന്റെ അടയാളങ്ങളും ഉള്ളവരാണ്. എന്നിട്ടും അവരെ കാഫിർ എന്ന് വിളിച്ചു നൂഹ് നബി. കാരണം എന്താ? ഇതെല്ലാം ഉള്ളതിനോടൊപ്പം അവർ ആവശ്യ പൂർത്തീകരണത്തിന് ജാറങ്ങളിൽ ചെല്ലുന്നവരാണ്. അല്ലെങ്കിൽ പിന്നെ ആ അർത്ഥം എന്താണ്? ഈ ഭൂമിയിൽ ഒറ്റ കാഫിറിനെയും ബാക്കി വെക്കേണ്ടത് നൂഹ് നബി ദുആ ചെയ്തല്ലോ അല്ലാഹുവോട്. ഇവിടെ കാഫിർ എന്ന് നൂഹ് നബി വിളിച്ചത് പിന്നെ ആരെയാണ്? ചരിത്രപരമായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയണം. അതിന് പിന്നെ നൂഹ് നബിന്റെ ഇടയിലുള്ള കാലഘട്ടം എത്രയാണ്? ആ കാലഘട്ടത്തിന്റെ ഇടയിൽ ഇസ്ലാമിൽ നിന്ന് തെന്നിപ്പോകാനുള്ള കാരണം എന്താണ്? അവർ പുതിയ അമ്പലം ഉണ്ടാക്കിയോ, പുതിയ ചർച്ച ഉണ്ടാക്കിയോ, പുതിയ പ്രവാചകവാദം നടത്തിയോ, മറ്റൊന്നിലേക്ക് നിഷേധിച്ചോ? ആകെ അവർ ഇറാഖിലെ പൊതു ഖബർസ്ഥാനിലുള്ള 5 മഹാന്മാരുടെ ഖബറ് കല്ലെടുത്ത് വെച്ച് പൂജിക്കാൻ തുടങ്ങി എന്നല്ലേ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവരെ നന്നാക്കാനല്ലേ അല്ലാഹു നൂഹ് നബിയെ റസൂലാക്കി അയച്ചത്. അതുവരെ അല്ലാഹു നബിനെയല്ലേ അയച്ചിട്ടുള്ളൂ. ആദം നബി നബിയാണ്. എന്തുകൊണ്ടാണ് നബിയായത് റസൂലാവാതിരുന്നത്? അവര് ജാറത്തിലെത്തിയിട്ടില്ല. ശീസ് നബി നബിയാണ്, റസൂലല്ല. എന്തുകൊണ്ട്? ആ തലമുറ ജാറത്തിലെത്തിയിട്ടില്ല. അതുകൊണ്ട് ഇദ്രീസ് നബി നബിയാണ്, റസൂലല്ല. എന്തുകൊണ്ട്? ആ തലമുറയും ജാറത്തിലെത്തിയിട്ടില്ല. അവരുടെ ഷഹാദത്ത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള തർബിയത്ത് മാത്രം അവർക്ക് മതി. അവർക്ക് ആ തൗഹീദ് നിലനിർത്താനുള്ള തസ്കിയത്ത് മാത്രം മതി. അതുകൊണ്ട് ആദം നബി അല്ലാഹു റസൂലാക്കിയില്ല, നബിയാക്കി. ശീസ് നബിയെ റസൂലാക്കിയില്ല, നബിയാക്കി. ഇദ്രീസ് നബിയെ റസൂലാക്കിയില്ല, നബിയാക്കി. അതേ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ റസൂലാക്കി. ബഅസല്ലാഹു ഇലൈഹിം നൂഹൻ റസൂല. എന്തുകൊണ്ട്? അപ്പോഴേക്കും ആ മുസ്ലിമീങ്ങൾ ജാറത്തിലെത്തി. ഏതാണ് ജാറം? പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ജാറം. ലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഊഖ വയഗൂസ വനസ്റ. ഇദ്രീസ് നബിയുടെ ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. ഇബ്നു അബ്ബാസ് ആ 5 മഹാന്മാരെ പറ്റി പറഞ്ഞത്, ഇവര് ഈ പറയപ്പെട്ട കൂട്ടർ ഇത് അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിലെ സാലിഹീങ്ങളായ 5 വ്യക്തികളെ പേരാണ് എന്നാണ് സൂറത്തു നൂഹിൽ ആ പേരിനെ പരാമർശിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തഫ്സീർ എടുത്തത്. ഇവിടെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാഫിർ എന്ന് വിളിച്ചത് ആരാണ്? കപ്പലുണ്ടാക്കി, കപ്പലിൽ ജനം കയറി, മുസ്ലിമീങ്ങൾ ഷഹാദത്ത് പ്രഖ്യാപിച്ചവർ, ഷഹാദത്ത് സഹീഹാക്കിയവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തെളിയിക്കാമെന്നും മുഹമ്മദി റിസാലത്തനുസരിച്ച് ജീവിക്കാമെന്നും അള്ളാഹ്ക്ക് കരാറ് കൊടുത്തവർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹനെ മാത്രമേ ഞങ്ങൾ ജീവിതത്തിൽ ഇടപെടിപ്പിക്കുകയുള്ളൂ, അല്ലാത്തവർ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല, അശ്ഹദു അത് ഞാൻ ജീവിച്ചു തെളിയിക്കും, വഅശ്ഹദു അന്ന നൂഹൻ റസൂലുള്ളാഹ്, നൂഹ് അള്ളാന്റെ റസൂലാണ്. ആ നൂഹ് എന്താണോ കൽപ്പിക്കുന്നത് അത് മാത്രം ഞാൻ പ്രവർത്തിക്കും. ആ നൂഹ് എന്താണോ നിരോധിക്കുന്നത് അത് ഞാൻ ഒഴിവാക്കും. ആ നൂഹ് എന്താണോ പറഞ്ഞു തരുന്നത് അത് സത്യമാക്കും. ആ നൂഹ് എന്താണോ ശരീഅത്തിൽ ഉൾപ്പെടുത്തുന്നത് റിസാലത്തിന്റെ കയ്യൊപ്പോടെ അത് ഞാൻ ഇബാദത്തായി പരിഗണിക്കും. രണ്ടാമത്തെ ഷഹാദ പ്രാവർത്തികമാക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. ഒന്ന് അൽ ഇംതിസാലു ബിമാ അമർ, ആ പ്രവാചകൻ എന്ത് കൽപ്പിച്ചോ അത് ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ്. വൽ ഇജ്തിനാബു അമ്മാ നുഹിയ അൻ, ആ പ്രവാചകൻ എന്താണോ നിരോധിച്ചത് അത് ഒഴിവാക്കാൻ നാം ബാധ്യസ്ഥരാണ്. വത്തസ്ദീഖു ബിമാ അഖ്ബർ, ആ പ്രവാചകൻ എന്ത് കഥയാണോ പറഞ്ഞു തരുന്നത് അത് സത്യപ്പെടുത്താൻ നാം ബാധ്യസ്ഥരാണ്. വൽ ഇബാദത്തു ബിമാ ശറഅ, റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ എന്താണോ ആ പ്രവാചകൻ ഉൾക്കൊള്ളിച്ച് തരുന്നത് അത് ഇബാദത്തായി പരിഗണിക്കാൻ നാം സന്നദ്ധരാൻ ബാധ്യസ്ഥരാണ്. ഇതാണ് രണ്ടാമത്തെ ഷഹാദത്ത് പ്രാവർത്തികമാക്കേണ്ട രീതി.
ഒന്നാമത്തെ ഷഹാദത്ത് പ്രാർത്ഥ്യമാക്കേണ്ടത് എന്താണ്? അള്ളാഹു അല്ലാത്ത ശക്തികളെ പിന്നാലെ ഞാനില്ല, അള്ളാഹു അല്ലാത്ത വ്യക്തികളെ പിന്നാലെ ഞാനില്ല, ബീവി ബാവമാരെ പിന്നാലെ ഞാനില്ല, ശൈഖ് വലികളെ പിന്നാലെ ഞാനില്ല, വഫാത്തായി പോയ നബി റസൂലുകളെ പിന്നാലെ ഞാനില്ല, അതേപോലെ തന്നെ ജിന്ന് മലക്കുകളെ പിന്നാലെ ഞാനില്ല, ദേവി ദേവന്മാരെ പിന്നാലെ ഞാനില്ല, ഭഗവതി ഭഗവാന്മാരെ പിന്നാലെ ഞാനില്ല. അഷ്ഹദു, ഇത് ഞാൻ ജീവിച്ച് തെളിയിക്കും. പള്ളിയിൽ 5 നേരത്തെ ബാങ്കി വിളിക്കുന്നു മൊല്ലാക്ക. എന്താണ് കാര്യം? അള്ളാഹുവിന്റെ ഷഹാദത്തിന്റെ പ്രഖ്യാപനമാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രഖ്യാപനമാണ്. നിസ്കാരത്തിന് വേണ്ടി 5 നേരം വിളിക്കുന്ന ബാങ്കിൽ ഷഹാദത്ത് ഉൾപ്പെടുത്തിയത് മുസ്ലിമീങ്ങൾ അത് എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കണം എന്നതുകൊണ്ടാണ്. മൈക്ക് കെട്ടിയിട്ട് മൊല്ലാക്ക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ കേട്ടിരിക്കുന്നവർ അടങ്ങിയിരുന്നുകൂടാ. കേട്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾ അതിന് മറുപടി പറയണം, ബാങ്കുകാരൻ പറയും പോലെ പറയണം എന്നല്ലേ പഠിപ്പിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണത്? ഷഹാദത്ത് എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. അതിൽ ഖിയാനത്ത് നടന്നുകൂടാ, അതിൽ ലംഘനം നടന്നുകൂടാ, ഷഹാദത്ത് പാഴായിക്കൂടാ, ഷഹാദത്ത് അള്ളാഹുമായിട്ടുള്ള കരാറ് പൊളിഞ്ഞുകൂടാ, അള്ളാഹുമായിട്ടുള്ള കരാറ് ലംഘിച്ചുകൂടാ. അതുകൊണ്ട് മുഅദ്ദിൻ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുഅദ്ദിൻ അള്ളാഹുവിനോടാണ് പറയുന്നത്. എന്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ അള്ളാനെ അല്ലാതെ മറ്റാരെയും പരിഗണിക്കുകയില്ല, അത് ഞാൻ ജീവിച്ചിട്ട് തെളിയിക്കും. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് നബി, അതും ഞാൻ ജീവിച്ചു തെളിയിക്കും. ഇതും പറഞ്ഞ മൊല്ലാക്ക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുനാരത്തിന്റെ മുകളിൽ വിളിച്ചു പറഞ്ഞ് ഇറങ്ങിയ ഉടനെ അടുത്ത ജാറത്തിൽ പോയിട്ട് അൽഫാത്തിയെ വിളിച്ചാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? അയാളെ മുനാരത്തിൽ വെച്ച് വിളിച്ചു പറഞ്ഞ ഷഹാദത്ത് ബാത്തിലാക്കിയ അയാൾ അള്ളാഹ് കൊടുത്ത ഉറപ്പ് നിന്നെ മാത്രമേ ഇടപെടിപ്പിക്കുള്ളൂ എന്നാ ചെയ്തത്. തൊട്ടടുത്തുള്ള ശൈഖിനെയും കൂടെ അയാൾ ഇടപെടിപ്പിച്ചു. എങ്കിൽ അയാളെ മുനാരത്തിൽ വിളിച്ചു പറഞ്ഞത് കള്ളമാണ്. അയാൾ തെളിയിക്കാൻ തയ്യാറല്ല, അയാൾ ഷഹാദത്ത് തെളിയിക്കാൻ തയ്യാറല്ല, അള്ളാഹുമായിട്ടുള്ള കരാറ് പാലിക്കാൻ അയാൾ തയ്യാറല്ല. നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മനസ്സിലാക്കണം, മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഷഹാദത്തിന്റെ വെയിറ്റ് അതാണ് നമുക്ക് പറയാനുള്ളത്. 100 കൊല്ലത്തിന് ഇപ്പുറത്താണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഷഹാദത്ത് എന്താണെന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്, ഷഹാദത്ത് എന്താണെന്ന് അറിയാൻ തുടങ്ങിയത്. ഉലമാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഉമറാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 1300 കൊല്ലമായി ഈ ഷഹാദത്ത് ഈ കോലത്തിൽ തന്നെയാണ് ഉള്ളത് ഇക്കാര്യം നമ്മുടെ നാട്ടില്. അതുകൊണ്ട് ഉലമാക്കൾ പഠിച്ചത് നിസ്കാരത്തെ പറ്റി അഗാധ പാണ്ഡിത്യമുള്ളവരാണ് അവർ, നോമ്പിനെ പറ്റി അഗാധ പാണ്ഡിത്യമുള്ളവരാണ് അവർ, സക്കാത്തിനെ പറ്റി അഗാധ പാണ്ഡിത്യമുള്ളവരാണ് അവർ, ഹജ്ജിനെ പറ്റി അഗാധ പാണ്ഡിത്യമുള്ളവരാണ്. 10-15 കൊല്ലം കിതാബ് ഓതി പഠിച്ചത് ദീനുൽ ഇസ്ലാമിന്റെ വ്യത്യസ്ത കർമ്മങ്ങളെ പറ്റി അഗാധ പാണ്ഡിത്യമാണ്. വല്ലാഹി ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഷഹാദത്തിനെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് നാം അവരെ കുറ്റം പറയുന്ന പ്രശ്നമില്ല. അറിയാത്തൊരു കാര്യം അറിവ് കിട്ടിയാൽ അംഗീകരിക്കലാണ് ബുദ്ധി, അതിന്റെ മുകളിൽ പിടിച്ചിട്ട് തൂങ്ങലല്ല ബുദ്ധി. അതുകൊണ്ട് ഉലമാക്കൾ ഉണരണം, മിമ്പറിന്റെ അഹ്ലുകാർ ഉണരണം, മിഹ്റാബിന്റെ അഹ്ലുകാർ ഉണരണം, പള്ളി കമ്മിറ്റി ഉണരണം. നാം ചർച്ച ചെയ്യുന്നത് ദീനുൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്ത് നമ്മൾക്ക് കൈമോശം വന്നു പോയിട്ടുണ്ട്, അത് നാം തിരിച്ചു കൊണ്ടുവരണം. മുഹമ്മദുർ റസൂൽ കൊടുത്ത ഷഹാദത്ത് അത് നമുക്ക് കൈമോശം വന്നു പോയിട്ടുണ്ട്, അത് തിരിച്ചു കൊണ്ടുവരണം. എങ്ങനെയാണ് കൈമോശം വന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ ജാറങ്ങളെ കൊണ്ട് നാം ദുർബലപ്പെടുത്തി കളഞ്ഞു. അലി റളിയല്ലാഹു അൻഹു മുതൽ മമ്പർത്ത് തങ്ങൾ വരെ 30,000 ജാറങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഇന്ന് ലോകത്തുണ്ട്. ഈ 30,000 ജാറങ്ങൾ ജൂതന്റെ വകയാണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ പൊളിക്കാൻ ജൂതൻ ഉണ്ടാക്കിയതാണത്. അതേപോലെ തന്നെ ആയിരക്കണക്കിന് തരീഖത്തുകളുണ്ട്. തരീഖത്ത് എന്തിനു വേണ്ടിയുള്ളതാണ്? മുഹമ്മദി റിസാലത്തിന് കൊടുത്ത ഷഹാദത്ത് പൊളിക്കാനുള്ളതാണ്. അങ്ങനെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ 2 ഷഹാദ നാം പൊളിച്ച് തരിപ്പണമാക്കി മൂലയിലിട്ട് കുഴിച്ചു മൂടിയിരിക്കുകയാണ്. എന്നിട്ട് നാം നിസ്കാരം, നോമ്പ്, സക്കാത്ത് പ്രചരിപ്പിക്കുന്നു. നിസ്കാര ക്ലാസ് ഇഷ്ടം പോലെ, നോമ്പ് ക്ലാസ് ഇഷ്ടം പോലെ, ഹജ്ജ് ക്ലാസ് ഇഷ്ടം പോലെ, സക്കാത്ത് ക്ലാസ് ഇഷ്ടം പോലെ, ബാക്കിയുള്ള ക്ലാസ് ഇഷ്ടം പോലെ. ഷഹാദത്ത് ക്ലാസ് എവിടെ? ഷഹാദത്ത് ക്ലാസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ ദിക്ർ ഹൽക്കയിലും ബിരിയാണിയിലും ഒതുക്കി. മുഹമ്മദുർ റസൂലുള്ളാഹിലെ ഷഹാദ സലാത്ത് ഹൽക്കയിലും ബിരിയാണിയിലും ഒതുക്കി. ഇത് ജൂതന്റെ ആവശ്യമാണ്. മുസ്ലിം ഉമ്മത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. കൊടിച്ചി പെട്ടികളെ പോലെ ജീവിക്കണം അവർ. ഭൂലോകത്തിന്റെ ജൂതനസാറാക്കൾ എറിഞ്ഞു കൊടുക്കുന്ന ഇറച്ചി കഷ്ണം കാണുമ്പോൾ വാലുവാട്ടിട്ട് ചെന്നിട്ട് നാവ് നീട്ടി തിന്നുന്നവരാവണം. അല്ലമ ഇക്ബാൽ പറഞ്ഞതുപോലെ ആ ഒരു അവസ്ഥയിലാണ് മുസ്ലിം ലോകം. എന്താണ് മുസ്ലിം പ്രശ്നം? നാം മുസ്ലിം പ്രശ്നം ലോകത്ത് എപ്പോഴും പത്രം വായിച്ചാലും മുസ്ലിം പ്രശ്നം, TV നോക്കിയാലും മുസ്ലിം പ്രശ്നം, രാഷ്ട്രീയക്കാരടുത്തും മുസ്ലിം പ്രശ്നം, സംഘടനക്കാർക്കും മുസ്ലിം പ്രശ്നം. ശരിയാണ്.
100% മുസ്ലിമീങ്ങളുള്ള സൗദിയിലും പ്രശ്നം മുസ്ലിമീങ്ങൾക്ക്, 90% പ്രശ്നം മുസ്ലിമീങ്ങളുള്ള ഫലസ്തീനിലും പ്രശ്നം മുസ്ലിമീങ്ങൾക്ക്, 30% മുസ്ലിമീങ്ങളുള്ള ഇന്ത്യയിലും പ്രശ്നം മുസ്ലിമീങ്ങൾക്ക്, 2% മുസ്ലിമീങ്ങളുള്ള സൗത്ത് ആഫ്രിക്കയിലും പ്രശ്നം മുസ്ലിമീങ്ങൾക്ക്. എന്തുകൊണ്ട്? ക്രിസ്ത്യാനികൾക്ക് ലോകത്തെവിടെയും പ്രശ്നമില്ല, ഹിന്ദുക്കൾക്ക് ലോകത്തെവിടെയും പ്രശ്നമില്ല, മജൂസികൾക്ക് ലോകത്തെവിടെയും പ്രശ്നമില്ല, ജൂതന്മാർക്ക് ലോകത്തെവിടെയും പ്രശ്നമില്ല. എന്തുകൊണ്ട്? ക്രിസ്ത്യാനികൾ അള്ളാഹുമായിട്ട് ഷഹാദത്തിലല്ല, ഹിന്ദുക്കൾ അള്ളാഹുമായിട്ട് ഷഹാദത്തിലല്ല, ജൂതന്മാർ അള്ളാഹുമായിട്ട് ഷഹാദത്തിലല്ല, ക്രിസ്ത്യാനി മജൂസികൾ അള്ളാഹുമായിട്ട് ഷഹാദത്തിലല്ല, അവർ അള്ളാഹുമായിട്ട് കരാറിലല്ല, അള്ളാഹുമായിട്ട് ഒരു ഉടമ്പടിയിലല്ല, അവർ ഉടമ്പടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ പറ്റി ഒരു പൊതു നിയമം അള്ളാഹു എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. ഷഹാദത്ത് ഏറ്റെടുക്കാതെ സ്വതന്ത്രമായി ജീവിക്കാൻ തയ്യാറായവരുടെ കാര്യത്തിൽ ഭൂമിയിൽ അവരാവശ്യമല്ല മുടക്കിക്കളയുകയില്ല. ആഖിറത്തിലെത്തിയാൽ അവരെ നയം എന്താണ്, അവരെ നടപടി എന്താണ്, അത് അള്ളാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ. എന്നാൽ ദുനിയാവിന്റെ വിഷയത്തിൽ മുസ്ലിമീകളുടെ കാര്യത്തിലാണ് അള്ളാഹു തആല ഇടപെടുന്നത്. എന്തുകൊണ്ട്? മുസ്ലിമീകളാണ് അള്ളാഹ്ക്ക് കരാറ് കൊടുത്തവർ, അള്ളാഹുവിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കരാറ് കൊടുത്തവർ. ദൈനംദിന ജീവിതത്തിൽ അള്ളാഹിനെ മാത്രമേ ഇടപെടിപ്പിക്കുകയുള്ളൂ എന്ന് തെളിയിക്കാമെന്ന് ഉറപ്പ് അള്ളാഹ്ക്ക് കൊടുത്തത് മുസ്ലിമീങ്ങളാണ്. അവരെ പള്ളിയിൽ നിന്നാണ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറ്. ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറില്ല, ജൂതന്മാരുടെ പള്ളിയിൽ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറില്ല, ഹൈന്ദവരുടെ അമ്പലത്തിൽ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറില്ല. മുസ്ലിമീങ്ങളെ പള്ളിയിൽ നിന്നാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറ്. അതുകൊണ്ട് തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു തആലക്ക് കരാറ് കൊടുത്തവർ, അല്ലാഹുമായിട്ട് അഹ്ദിൽ ഏർപ്പെട്ടവർ, അല്ലാഹുമായിട്ട് കരാറിൽ മീസാക്കിൽ ഏർപ്പെട്ടവർ ആ ഷഹാദത്ത് പാലിച്ചേ പറ്റൂ. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് മടങ്ങാം. ബഹുമാനപ്പെട്ട നൂഹ് നബി ആദം അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നുബുവത്ത് മക്കളിലാണ്. അതെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുവഹിദാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്ത ആദ്യത്തെ വ്യക്തിയാണ്. ഹവ്വ ആദ്യത്തെ വ്യക്തിയാണ്. അതേപോലെ തന്നെ ഒന്നാം തലമുറയിലെ 40 ചില്ലാനം മക്കൾ ആദ്യത്തെ തലമുറ, ഇസ്ലാമിന്റെ ആദ്യത്തെ തലമുറ മുവഹിദുകളാണ്. അവർ അല്ലാഹ് ദീനുൽ ഇസ്ലാമിലാണ്. അഷ്റഫുൽ ഖൽഖി വ്യക്തമാക്കിയതുപോലെ 10 തലമുറ കുല്ലുഹും ബിത്തൗഹീദ്. ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു. ശൈത്താൻ അവന്റെ ജോലിയിൽ ഏർപ്പെട്ടു. ശൈത്താന്റെ ജോലി എന്താണ്? ശൈത്താന്റെ ജോലി ലലാലത്ത് പ്രചരിപ്പിക്കലാണ്. നബിമാരുടെ ജോലി എന്താണ്? ഹിദായത്ത് പ്രചരിപ്പിക്കലാണ്. ഹിദായത്ത് പ്രചരിപ്പിക്കാൻ നബിമാർക്ക് അല്ലാഹു തആല കൊടുത്ത ആയുധം അൽ ഈമാനു വൽ അഅമാൽ, ഈമാനും അഅമാലും വെച്ചിട്ടാണ്. ലലാലത്ത് പ്രചരിപ്പിക്കാൻ ശൈത്താനെ അല്ലാഹു കൊടുത്ത ആയുധം രണ്ടാളും ആകാശത്തുനിന്ന് വന്ന ആളാണ്. ആദം നബിയും ആകാശത്തുനിന്ന് വന്ന ആളാണ്, ഇബ്ലീസും ആകാശത്തുനിന്ന് വന്ന ആളാണ്. ആദം നബിക്ക് ദുനിയാവിൽ ഡ്യൂട്ടിയുണ്ട്, ശൈത്താനും ദുനിയാവിൽ ഡ്യൂട്ടിയുണ്ട്. ആദം നബിന്റെ ഡ്യൂട്ടി ഹിദായത്ത് പ്രചരിപ്പിക്കലാണ്, ശൈത്താന്റെ ഡ്യൂട്ടി ലലാലത്ത് പ്രചരിപ്പിക്കലാണ്. ആദം നബിക്ക് ഹിദായത്ത് പ്രചരിപ്പിക്കാനുള്ള മെറ്റീരിയൽ, ഹിദായത്ത് പ്രചരിപ്പിക്കാനുള്ള ഉപകരണമല്ല ഈമാനു വൽ അഅമാൽ, ഈമാനും അഅമാലും വെച്ചുകൊണ്ടാണ്. ശൈത്താന് ലലാലത്ത് പ്രചരിപ്പിക്കാനുള്ള ഉപകരണം അല്ലാഹു കൊടുത്തത് മഹാന്മാരുടെ ജാറങ്ങളാണ്, മഹാന്മാരുടെ ഖബറുകളാണ്. ശൈത്താൻ ആദ്യം തന്നെ അവന്റെ ഉദ്ഘാടനം തന്നെ ഖബർ വെച്ചുകൊണ്ടാണ്. ആദം നബിന്റെ മക്കളിൽ ശൈത്താൻ പ്രവേശിച്ചു. കാണിച്ചു കൊടുത്തത് ആദം നബിന്റെ ഖബറാണ്. മക്കളെ, നിങ്ങളുടെ ബാപ്പ അള്ളാന്റെ നബിയാണ്, ആകാശത്തുനിന്ന് വന്നതാണ്, അള്ളാഹുവിന്റെ അടുത്ത ആളാണ്. നിങ്ങൾക്ക് അത്രയും അടുപ്പമില്ല, അതുകൊണ്ട് അള്ളാഹിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബാപ്പാന്റെ ഖബർ പുറത്തു പോകണം. എന്നിട്ട് ആ ഖബർ വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കണം. എന്നാലേ നിങ്ങൾക്ക് അള്ളാഹു തആല തരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹ് തരൂല. ഇന്നത്തെ ശീഈ മൊല്ലമാര് പറയും പോലെ അള്ളാഹ് എന്ന് പറഞ്ഞ പവർ സ്റ്റേഷനാണ്. നമ്മളെല്ലാം 10ന്റെ ബൾബാണ്. അതുകൊണ്ട് ട്രാൻസ്ഫോമർ ഇല്ലാണ്ട് കറണ്ട് എടുത്താൽ കത്തിപ്പോകും. അതുകൊണ്ട് അള്ളാഹ് എന്ന് പറഞ്ഞ പവർ സ്റ്റേഷനാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ചെയ്ത് ആകെ 0 ബൾബായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹ് തരൂല. മോക്ക് പുതിയാപ്പണ്ണ ചോദിച്ചാൽ അള്ളാഹ് നേർക്ക് നേരെ ചോദിച്ചാൽ തരൂല. മക്കൾക്ക് പുതിയ പെണ്ണെ ചോദിച്ചാലും തരൂല. കച്ചവടത്തിൽ ലാഭം ചോദിച്ചാലും അള്ളാഹ് തരൂല. സൂക്കേട് മാറ്റാൻ ചോദിച്ചാലും അള്ളാഹ് തരൂല. എന്തുകൊണ്ട്? നമ്മളൊക്കെ 10ന്റെ ബൾബാണ്, അള്ളാഹ് പവർ സ്റ്റേഷനാണ്. ട്രാൻസ്ഫോമർ ഇല്ലാണ്ട് ബന്ധപ്പെടാൻ പറ്റൂല. അപ്പോൾ ആരെങ്കിലും തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾക്ക് അല്ലാഹു തആല എങ്ങനെയാ രോഗം മാറ്റി കൊടുക്കുന്നത്? അല്ലാഹു തആല അപ്പോഴും
പവർ സ്റ്റേഷൻ തന്നെയല്ലേ. ഹിന്ദുക്കൾ എന്താ എടുത്ത 5000-ന്റെ ബൾബാണോ? നമ്മൾ മാത്രമാണോ ഈ 10-ന്റെ ബൾബ്? ക്രിസ്ത്യാനികളെ കാര്യം അള്ളാഹു നടത്തി കൊടുക്കുന്നു. അള്ളാഹ് അപ്പോഴും പവർ സ്റ്റേഷൻ അല്ലേ. ക്രിസ്ത്യാനികൾ എന്താ 25,000-ന്റെ ബൾബാണോ? നമ്മൾ മാത്രമാണോ 0-ന്റെ ബൾബ്? എന്റെ ബഹുമാനമുള്ളവർ, ആ ചോദ്യത്തിനൊന്നും ഷിയാക്കളടുത്ത പ്രശ്നമല്ല, ഉത്തരങ്ങളില്ല. ആ ചോദ്യം പ്രസക്തവുമല്ല. പുരോഹിതം പറയുക, അനുയായികൾ കേൾക്കുക, അതിൽ കവിഞ്ഞ് വേറെ ഒന്നും ചോദിക്കണ്ട. അതിനുവേണ്ടി തെളിവുകൾ ശേഖരിക്കുക, അതിനുവേണ്ടി ന്യായാന്യായങ്ങൾ പറയുക, അടിസ്ഥാന പ്രമാണങ്ങൾ മൂടി വെക്കുക. ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ കാണിച്ചുകൊണ്ട് ശൈത്താൻ ശിർക്കിലേക്ക് ക്ഷണിച്ചു. അതെ, ആദം നബിന്റെ മക്കളെ അള്ളാഹ് അവർക്ക് കിസ്മത്ത് നൽകി, കാവല് നൽകി. ബഅസല്ലാഹു ഇലൈഹിം ശീസൻ നബിയ, അവർക്ക് തർബിയത്ത് കൊടുക്കാൻ അള്ളാഹ് ശീസ് നബിയെ നബിയാക്കി നിയോഗിച്ചു. ശീസ് നബി വീടാന്തരം കയറി, ഹൽക്കാന്തരം കയറി, അവർക്ക് തൗഹീദിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തു, ശൈത്താന്റെ കെണി പറഞ്ഞു കൊടുത്തു. അല്ലാത്ത അള്ളാഹു അന്ന് പറഞ്ഞ വാക്ക്, യാ ബനി ആദം യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങൾ ഉമ്മിയുപ്പി പുറത്തു വന്നതുപോലെ ശൈത്താൻ നിങ്ങളെ പുറത്താക്കാതെ നോക്കണം കേട്ടോ. അള്ളാഹ് ആദ്യം പറഞ്ഞു കൊടുത്ത ആ മുന്നറിയിപ്പ് കൃത്യമായി ബഹുമാനപ്പെട്ട ശീസ് നബി മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അള്ളാഹു തആല അവർക്ക് സംരക്ഷിച്ചു. ബഹുമാനപ്പെട്ട ശീസ് അലൈഹിസ്സലാത്തു വസ്സലാം അവരാരും ആദമിന്റെ ഖബറിലെത്തിയില്ല, അള്ളാഹുവിൽ മാത്രം ഉറച്ചു നിന്നു. ഇബ്നു അബ്ബാസിന്റെ തഫ്സീറാണ്, അവർ കുല്ലുഹും ഫി തൗഹീദ്. ഈസീസ് അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു. ശൈത്താൻ 2 ഖബർ വെച്ചുകൊണ്ട് കളിക്കാൻ തുടങ്ങി. 2 മഹാന്മാരെ ഖബർ കാണിച്ചു കൊടുത്ത് ക്ഷണിക്കാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ നബിമാരെ അയച്ചു കൊടുത്ത തർബിയത്തിനെതിരിൽ അള്ളാഹുവിലേക്ക് എത്താൻ, അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ അമ്പിയാക്കളെ ഖബർ വേണമെന്ന ധാരണയിലേക്ക് എത്തി. ഈസീസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിൽ അല്ലാഹു തആല സമുദായത്തെ കാത്തു. ബഅസല്ലാഹു ഇലൈഹിം ഇദ്രീസൻ നബിയ, ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല നബിയാക്കി നിയോഗിച്ചു. റസൂലായില്ല. എന്തുകൊണ്ട്? അവർ ജാറത്തിലെത്തിയില്ല. അതുകൊണ്ട് ആദമിന്റെ ജാറത്തിൽ അവരെത്തിയില്ല, ഇദ്രീസിന്റെ ശീസിന്റെ ജാറത്തിൽ അവരെത്തിയില്ല. അതുകൊണ്ട് തന്നെ നബിന്റെ ആവശ്യമേ ഉള്ളൂ. നിലവിലുള്ള ഷഹാദത്ത് നിലനിർത്തിക്കൊണ്ടുപോകാൻ, അള്ളാഹ് കൊടുത്ത ഉറപ്പ് നിലനിർത്തിക്കൊണ്ടുപോകാൻ, അള്ളാഹ് കൊടുത്ത ഉറപ്പ് പാലിക്കാൻ ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം അവർക്ക് കിട്ടിയ തർബിയത്ത് അവർ ജാറത്തിലെത്തിയില്ല. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായി. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായതിനു ശേഷം ഇപ്പം 3 ഖബർ കിട്ടി. ബഹുമാനപ്പെട്ട നബിമാരുടെ ഖബറുകൾ വെച്ചുകൊണ്ട് കളിച്ചു ശൈത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്രീസ് നബിക്ക് ശേഷം നുബുവത്ത് തൽക്കാലം നിർത്തിവെച്ചു. ഇദ്രീസ് നബിയുടെ ശിഷ്യന്മാരിൽ നിന്ന് ഉലമാക്കളെ വെച്ചുകൊണ്ട് അല്ലാഹു തർബിയത്ത് നൽകി, ഔലിയാക്കളെ വെച്ചുകൊണ്ട് മശായിഖുകളെ വെച്ചുകൊണ്ട് തർബിയത്ത് നൽകി. അതിൽ പ്രധാനികളാണ് വദ് എന്നവർ, സുവാദ് എന്നവർ, യഊഖ് എന്നവർ, യഗൂസ് എന്നവർ. ഈ 5 മഹാന്മാര്, പല കൂട്ടത്തിൽ പല പ്രഗത്ഭന്മാരായ മഹാന്മാര്, അവര് നിരന്തരം അവർക്ക് തർബിയത്ത് കൊടുത്തു. അല്ലാഹ് പഠിപ്പിച്ചത് ഇതാണ്, അല്ലാഹുവിന്റെ തൗഹീദ് ഇതാണ്, അള്ളാന്റെ ദീൻ ഇതാണ്, അള്ളാഹ് പഠിപ്പിച്ചത് ഇതാണ്, ആദം നബി പഠിപ്പിച്ചത് ഇതാണ്, ശീസ് നബി പഠിപ്പിച്ചത് ഇതാണ്, ഇദ്രീസ് നബി പഠിപ്പിച്ചത് ഇതാണ്. ഈ മഹാന്മാരായ ഉസ്താദുമാര് മരിക്കാൻ തുടങ്ങി. ഓരോരുത്തരെയും ഇറാഖിലെ ഖബർസ്ഥാനിൽ അടക്കാൻ തുടങ്ങി. അങ്ങനെ അവർ 5 പേരും മരിച്ചു. ശൈത്താൻ ഈ 5 ഖബറുകൾ വെച്ചുകൊണ്ട് കളിക്കാൻ തുടങ്ങി. ഈ 5 ഖബറുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ആദം നബിന്റെ പേരക്കുട്ടികളോട്, ശീസ് നബിന്റെ പേരക്കുട്ടികളോട്, ഇദ്രീസ് നബിന്റെ പേരക്കുട്ടികളോട് ഈ 5 ഖബർ കാണിച്ചു കൊടുത്തിട്ട് ശൈത്താൻ പറഞ്ഞത്, നിങ്ങൾ ഈ ഉസ്താദുമാരെ അവഗണിച്ചില്ലേ? നിങ്ങളെ ശൈഖുകളല്ലേ അവർ? നിങ്ങളെ മഹാന്മാരല്ലേ അവർ? അവര് മരിച്ചിട്ട് ഇറാഖിലെ പൊതു ഖബർസ്ഥാനിൽ ആയിരക്കണക്കിന് ഖബറുകളെ കൂട്ടത്തിൽ നിങ്ങൾ അവജ്ഞയോടെ തള്ളിയില്ലേ? ആ ഖബറുകളെ കണ്ടാ മനസ്സിലാവാൻ നിങ്ങൾക്കൊരു നാട്ട കുഴിച്ചിടാമായിരുന്നില്ലേ? നിങ്ങൾക്കൊരു മരത്തിന്റെ കുറ്റു കുഴിച്ചിടാമായിരുന്നില്ലേ ആ ഖബറിന്? അത് വേറെ കാണാൻ മനസ്സിലാകാൻ ആ തലമുറ 8ാമത്തെ തലമുറ ഖബറിന്റെ ഖബർ മനസ്സിലാകാൻ, ഉസ്താദുമാരുടെ ഖബർ മനസ്സിലാവാൻ, മശായിഖുകളുടെ ഖബർ മനസ്സിലാവാൻ ഒരു നാട്ട കുഴിച്ചിടുന്നതിൽ കലാശിച്ചു. അവർ ജാറത്തെ വെച്ചുകൊണ്ട് അള്ളാനെ സമീപിക്കാൻ എത്തിയില്ല. അടുത്ത തലമുറ 9ാമത്തെ 10ാമത്തെ തലമുറ, 10ാമത്തെ തലമുറയിൽ ശൈത്താൻ പ്രവേശിച്ചു. ചെതലരിച്ചു പോയ നാട്ടകളെ, മരത്തിന്റെ കുറ്റികളെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഉപ്പുപ്പമാര് ചെയ്തതല്ലേ? നിങ്ങൾ ഉപ്പുപ്പമാരെന്താ അത്ര വിഡ്ഢികളാണോ? നിങ്ങളെ കഴിഞ്ഞുപോയ ആൾക്കാരൊക്കെ അത്ര വിവരമില്ലാത്ത ആളാണോ? നിങ്ങളാണോ വലിയ മാന്യന്മാര്? നിങ്ങളാണോ വലിയ വിവരമുള്ളവര്? നിങ്ങൾ ഉപ്പപ്പയല്ലേ ഈ മരം കുഴിച്ചിട്ടത്? ഈ 5 ഖബറിന് മാത്രം എന്തിനാ ഈ തണ്ട്? ബാക്കി ആയിരക്കണക്കിന് ഖബറിന് എന്തേ അടയാളം ഇല്ലാതെ പോയത്? നിങ്ങൾക്ക് എന്താ ഈ 10 ഖബർ, ഈ 5 മരത്തിന്റെ കുറ്റിയെ പറ്റി ചിന്തിക്കാത്തത്?
അത് ചെതലരിക്കാൻ തുടങ്ങിയില്ലേ, അത് അവസാനം അവശേഷിച്ച അത് നാമാശേഷമായി പോയ നിങ്ങൾക്കും നിങ്ങളുടെ മക്കളും മക്കൾക്ക് എങ്ങനെയാ ആ മഹാന്മാരെ ഖബർ മനസ്സിലാകുക? ഒന്ന് സിയാറത്ത് ചെയ്യാൻ ഖബർ തിരിയണ്ടേ, ഒന്ന് സലാം പറയാൻ ഖബർ തിരിയണ്ടേ? നിങ്ങൾക്കൊരു 10 കല്ലെടുത്ത് വെച്ച് അവരെ രൂപം ഉണ്ടാക്കിയിട്ടൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി വെച്ചാൽ പറ്റൂലായിരുന്നോ? 11ാമത്തെ തലമുറ 5 ഖബർ പുറത്ത് കല്ലെടുത്ത് വെച്ച് അതിൽ രൂപവും നിർമ്മിച്ച് വെച്ച് അവർക്ക് വേണ്ടി ഇങ്ങനായി 5 മഹാന്മാരുടെ ഖബറിലെത്തിയവർ. 11ാമത്തെ തലമുറയിൽ ശൈത്താൻ പ്രവേശിച്ചു. കണ്ടില്ലേ, കല്ലെടുത്ത് വെച്ച ഖബർ കണ്ടില്ലേ? നിങ്ങൾ ഈ ആയിരക്കണക്കിന് ഖബറുകളുടെ കൂട്ടത്തിൽ ഈ 5 ഖബർ മാത്രം എന്തേ ഇങ്ങനെ? ഈ 5 ഖബർ മാത്രം എന്തേ 4 ഓറും കല്ലെടുത്ത് വെച്ച് അതിൽ രൂപമൊക്കെ ഉണ്ടാക്കിയിട്ട് മനോഹരമാക്കി വെച്ചിരിക്കുന്നു? നിങ്ങൾ ഉപ്പമാരെന്താ അത്ര വിഡ്ഢികളാണോ? അവർ അള്ളാഹുവിന്റെ കാര്യങ്ങൾ നേടിയത് ഈ ഖബറുകൾ വെച്ചുകൊണ്ടായിരുന്നില്ലേ? ഈ മഹാന്മാരെ വെച്ചുകൊണ്ടായിരുന്നില്ലേ? ഇവരെ തവസ്സുൽ ചെയ്തുകൊണ്ടായിരുന്നില്ലേ? ഇവരെ ഇസ്തിഗാസ ചെയ്തുകൊണ്ടായിരുന്നില്ലേ? 11ാമത്തെ തലമുറ ശിർക്കിലെത്തി അഥവാ ജാറത്തിലെത്തി. ഇപ്പോഴാണ് റസൂൽ ആവശ്യം. ഇപ്പോഴാണ് റസൂൽ ആവശ്യമായി വന്നത്. എന്തിന്? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വന്ന് വേറെ മതങ്ങളിലേക്കല്ല. അന്ന് മതങ്ങൾ ഉണ്ടായിട്ടില്ല കൂട്ടരെ. നൂഹ് നബിക്ക് ശേഷമാണ് ദ്രാവിഡ മതം ഉണ്ടാകുന്നത്. ഇബ്രാഹിം നബിക്ക് ശേഷമാണ് ആര്യമതം ഉണ്ടാകുന്നത്. ഇത് രണ്ടും കൂടിയുള്ള സംയോജനമാണ് ഹിന്ദുമതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂസ നബിക്ക് ശേഷമാണ് ജൂതമതം ഉണ്ടാകുന്നത്. ഈസ നബിക്ക് ശേഷമാണ് ക്രിസ്തുമതം ഉണ്ടാകുന്നത്. ദാവൂദ് നബിക്ക് ശേഷമാണ് സാബിയ മതക്കാരുണ്ടാകുന്നത്. മതക്കാര് മുഴുവനും ഉണ്ടാകുന്നത് നൂഹ് നബി മരിച്ചതിന് ശേഷമാണ്. പിന്നെ നൂഹ് നബി റസൂലായി വന്നത് ആരിലേക്കാണ്? ആർക്ക് ദഅവത്ത് നടത്താനാ? ഏത് ശിർക്കിനെതിരായിട്ട്? അന്ന് അമ്പലങ്ങളില്ല, അന്ന് ചർച്ചകളില്ല, അന്ന് കാവുകളില്ല. അന്ന് ഇറാഖിലുള്ളത് മുഴുവനും പള്ളികളാ. അന്നത്തെ ജനങ്ങളെ മുഴുവനും നിസ്കരിക്കുന്നവരാണ്, നോമ്പോക്കുന്നവരാണ്, ദിക്ർ ചെല്ലുന്നവരാണ്. അവർ കൃത്യമായി ഈ ആദമി ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവരാണ്, ശീസി ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവരാണ്, ഇദ്രീസി ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവരാണ്. എന്നിട്ടും അവരെ കാഫിർ എന്ന് നൂഹ് നബി വിളിക്കുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാൻ 950 കൊല്ലം നൂഹ് നബി മെനക്കെട്ടത് എന്തിന്റെ പേരിലാണ്? ഈ 5 ഖബറുകളിൽ എത്തിയതിന്റെ പേരിലാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. രാവും പകലും ഒരുപോലെ ദഅവത്ത് ചെയ്തു അല്ലാഹുവേ ഞാൻ ഈ ഖൗമിനെ. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. അവരടുക്കുന്നില്ല അല്ലാഹുവേ. ഖബറിലെത്തിയ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ കുറച്ച് അതിന് ആര് മെനക്കെട്ടാലും. നൂഹ് നബി മെനക്കെട്ടിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനും നിങ്ങളും മെനക്കെട്ട എന്റെ പൊന്നിങ്കാരിമാരെ. നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എന്താ? നാളെ ആഖിറത്തിൽ നമ്മുടെ ഈ വാക്കുകൾ സാക്ഷിക്ക് ഹാജരാക്കണം. നമ്മൾ വെള്ളമുണ്ടെങ്കിൽ വെച്ച് ഈ സ്റ്റേജിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ ദുനിയാവിൽ എത്രത്തോളം എഫക്ട് ചെയ്യും, ദുനിയാവിൽ എത്രത്തോളം അസർ ചെയ്യുമെന്നല്ല നമ്മൾ നോക്കുന്നത്. മറിച്ച് നാളെ ആഖിറത്തിലെത്തിയ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല എന്ന് അള്ളാഹിനോട് പറയാൻ അവസരം കിട്ടാൻ പാടില്ല. മുന്നറിയിപ്പ് നൽകുന്ന ആൾ നിങ്ങൾക്ക് വന്നിട്ടില്ലേ? നിങ്ങൾക്ക് ഉപദേശകന്മാര് വന്നിട്ടില്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാൻ മാത്രം ആയുഷ്കാലം ഞാൻ തന്നിട്ടില്ലേ? എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വന്ന വെള്ളപ്പൊക്കത്തിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ മാത്രം ആ 72 പേരെ മാത്രം രക്ഷപ്പെടുത്തി. ബാക്കി ജാറത്തിന്റെ അഹ്ലുകാരെ കംപ്ലീറ്റ് വെള്ളത്തിൽ മുക്കി കൊല്ലുകയും ചെയ്തു. 1-ാം അധ്യായം അവിടെ അവസാനിച്ചു. ഇനി ഇങ്ങോട്ട് വാ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ എന്തിനാണ് അല്ലാഹു തആല പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഒളിപ്പിച്ചു വെച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബർ അല്ലാഹു തആല ഒളിപ്പിച്ചു വെച്ചു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അല്ലാഹു തആല ഒളിപ്പിച്ചു വെച്ചു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ. എന്തുകൊണ്ട് പബ്ലിക് ആക്കി കൊടുത്തില്ല ഈ ഖബർ? മഹാന്മാരുടെ ഖബറുമായി എന്തെങ്കിലും ഒരു ഖൈറ് ഈ ഉമ്മത്തിനുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ അല്ലാഹു തആല പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടതായിരുന്നില്ലേ? അത് 2-ാമത്തെ ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖൈറു ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയിഹി അബൂബക്കർ. അബൂബക്കറിന്റെ ഖബർ അല്ലാഹു തആല ഉമ്മത്തിന് വിട്ടുകൊടുത്തില്ല. ഉമർ റളിയല്ലാഹുവിന്റെ ഖബർ അല്ലാഹു തആല വിട്ടുകൊടുത്തില്ല. എന്തുകൊണ്ട് പ്രൈവറ്റ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുന്നതിന്റെ 5 ദിവസം മുമ്പ് വളരെ വിഷമത്തിലും പ്രയാസത്തിലുമാണ്. എന്തോ മാനസികമായ ഒരു ബുദ്ധിമുട്ട് റസൂലുള്ളാഹി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖിന് പനി കലശലായി വരുന്നു, ഇടയ്ക്ക് ബോധം പോകുന്നു. ബോധം തിരിച്ചു വന്നാൽ അടുത്തുള്ള സഹാബാക്കളോട് മുഖവുരകളില്ലാതെ വിഷയം പറയുന്നു. ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്.
അള്ളാഹു താല ജൂതൻ നസാറാക്കളെ അള്ളാഹു നശിപ്പിക്കട്ടെ, ശപിക്കട്ടെ, അവരല്ലാഹ് തൊലക്കട്ടെ. അവർ ചെയ്ത കുരുത്തക്കേട്. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം, അവരുടെ നബിമാരുടെ ഖബറുകളെ അവർ മസാജിദ, ആരാധനാ കേന്ദ്രങ്ങളാക്കി, അഭയ കേന്ദ്രങ്ങളാക്കി, അള്ളാഹുമായിട്ട് അടുക്കാനുള്ള കേന്ദ്രങ്ങളാക്കി. അള്ളാഹുവിനെ തൊലക്കട്ടെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് വിഷമത്തോടെ ദുആ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബർ നീ ഉത്സവ പറമ്പാക്കല്ലേ അല്ലാഹ്, എന്റെ ഖബർ നീ ഉറൂസ് പറമ്പാക്കല്ലേ അല്ലാഹ്, എന്റെ ഖബർ നീ നേർച്ചപ്പറമ്പാക്കല്ലേ അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ അവസാന നാളുകളിൽ ഈ വിഷയത്തിൽ ഭയങ്കരമായ മാനസിക അസ്വസ്ഥതയിലാണ്. ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാന്മാർ വിശദീകരിച്ചു. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് സ്ഥലത്തില്ല. ശേഷക്രിയകളൊക്കെ ആയിഷത്തു സിദ്ദീഖ നിർവഹിച്ചു. അബൂബക്കർ സിദ്ദീഖ് ഓടി വന്നു, അഷ്റഫുൽ ഖൽഖിന്റെ വീട്ടിൽ കയറി, ആയിഷ ബീവിന്റെ വീട്ടിൽ കയറി. അഷ്റഫുൽ ഖൽഖിനെ നേരെ കിടത്തി തുണി പുതച്ചു കൊടുത്തിരിക്കുകയാണ് ആയിഷ. മുഖത്തിൽ നിന്ന് തുണി നീക്കി നെറ്റിയിൽ ചുംബിച്ചു. ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങ് എന്തൊരു പരിമളം, മരിച്ചപ്പോഴും എന്തൊരു പരിമളം. ആത്മഗതം ചെയ്തു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉടൻ തന്നെ തുണി അങ്ങോട്ട് മടക്കിയിട്ടിട്ട് വെളിയിലേക്ക് ഇറങ്ങി, പള്ളിയിലേക്ക് പോയി, മിമ്പറിൽ ചാടി കയറി. ഖത്താബിന്റെ മകൻ ഉമർ അടങ്ങിയിരിക്കുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബോധാവസ്ഥയിലാണ്, സഹാബാക്കളൊക്കെ ബോധക്കേടിലാണ്, എല്ലാവരും അസ്വസ്ഥയിലാണ്. അതെ, മുനാഫിക്കീങ്ങള് വിവരം റോമക്കാരെയും പേശക്കാരെയും അറിയിക്കാനിരിക്കുകയാണ്. അതെ, നായകൻ നഷ്ടപ്പെട്ട ഇസ്ലാമിക സമൂഹത്തെ ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടാക്കി നശിപ്പിക്കാൻ, മദീന കൊള്ളയടിക്കാൻ, മദീനയിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കാൻ റോമൻ പേർഷ്യൻ ശക്തികൾ കാത്തിരിക്കുകയാണ്, ജൂതനസാറ ശക്തികൾ കാത്തിരിക്കുകയാണ്. ആകെ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷം, ആകെ ബുദ്ധിമുട്ടൊരു അന്തരീക്ഷം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു തആല ദൗത്യം ഏൽപ്പിച്ചത് മിമ്പറിൽ കയറിക്കൊണ്ട് ആദ്യം ഉമർ റളിയല്ലാഹു അൻഹു ഒതുക്കി. ഇന്നക മയ്യിത്തുൻ ഫഇന്നഹു മയ്യിത്തുൻ എന്ന ആയത്തോതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബലിഹി റസൂൽ, ഈ ആയത്തോതി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒതുക്കി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ സഹാബാക്കളെല്ലാം അടുത്തിരുത്തി ധൈര്യമുണ്ടാക്കി കൊടുത്തു. എന്നിട്ട് നല്ല ധൈര്യത്തിൽ ഖിയാമത്ത് നാൾ വരെ തൗഹീദിന്റെ പ്രബോധകന്മാരുടെ ഉദ്ഘാടന പ്രസംഗം അന്ന് അബൂബക്കർ സിദ്ദീഖ് ചെയ്തു. അന്ന് അബൂബക്കർ സിദ്ദീഖ് മിമ്പറിൽ വെച്ച് ചെയ്ത പ്രസംഗത്തിന്റെ തുടർച്ചയാണ് ഖിയാമത്ത് നാൾ വരെ ചെയ്യുന്ന പ്രബോധകന്മാരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്നഹു ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്. മൻ കാന യഅ്ബുദു മുഹമ്മദ, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് മുസ്തഫ തങ്ങളെ കൊണ്ട് കാര്യങ്ങൾ നടക്കും, മുഹമ്മദ് മുസ്തഫ തങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും, മുഹമ്മദ് മുസ്തഫ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരും എന്ന് നിങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇബാദത്ത് മുഹമ്മദ് മുസ്തഫ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് മുസ്തഫ മരിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫനെ കിട്ടൂല. വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്. നിങ്ങൾ അല്ലാഹുവിനെയാണ് വിളിച്ചിരുന്നെങ്കിൽ, അല്ലാഹ് ഇടപെടും എന്നാണ് നിങ്ങൾ വിശ്വസിച്ചതെങ്കിൽ, അല്ലാഹുവിനെ കൊണ്ട് കാര്യം നടക്കുമെന്നാണ് വിശ്വസിച്ചതെങ്കിൽ, ധൈര്യമായിട്ട് അത് തുടർന്നോളീൻ. ഫഇന്നഹു ഹയ്യുൻ, അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ യമൂത്, അവൻ ഒരിക്കലും മരിക്കുകയില്ല. ഈ മെസ്സേജ് ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുസ്ലിം അല്ലാഹു എത്തിച്ചു. മിമ്പറിലിറങ്ങി സഹാബാക്കളെയും കൂട്ടിക്കൊണ്ട് ബനൂ സഈദ ഗോത്രക്കാട് ഓഡിറ്റോറിയത്തിലേക്ക് നീങ്ങി. ബനൂ സഈദ ഗോത്രക്കാട് ഓഡിറ്റോറിയത്തിൽ മുഷാവറ, ഇസ്ലാമിന്റെ അടുത്ത നായകൻ ആരായിരിക്കണം, പ്രവാചകന്റെ പ്രതിനിധി ആരായിരിക്കണം. തിങ്കളാഴ്ച മുഴുവനും ചർച്ച ചെയ്തു, തീരുമാനമായില്ല. ചൊവ്വാഴ്ച മുഴുവനും ചർച്ച ചെയ്തു, ഒരഭിപ്രായത്തിൽ തീരുമാനമായില്ല. ബുധനാഴ്ചയാണ് തീരുമാനമായത്. ഒന്നിക്ക് ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച തീരുമാനമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അനുയായികളെയും കൂട്ടിയിട്ട് വീണ്ടും മദീന പള്ളിയിലേക്ക് വന്നു. ഈ സമയത്തെല്ലാം അഷ്റഫുൽ ഖൽഖിന്റെ മുബാറക്കായ ജനാസ ആയിഷത്തു സിദ്ദീഖിന്റെ വീട്ടിൽ കിടക്കുകയാണ്. അലി അബ്ബാസ് മുതലായ ആൾക്കാർ, കുടുംബക്കാര് അന്ന് വീട്ടിലുണ്ട്, പെണ്ണുങ്ങളും വീട്ടിലുണ്ട്, കുട്ടികളും. ബാക്കിയുള്ളവർ ദീനുൽ ഇസ്ലാമിന്റെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ, ആലോചിക്കാൻ വേണ്ടി കൂടിയിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ ക്യാബിനറ്റ് മസ്ഊദ് നബവിയിൽ കൂടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ശൂറ, ആ ശൂറയുള്ള ചർച്ച, അഷ്റഫുൽ ഖൽഖിനെ എവിടെ കബറടക്കണം. ചെറുപ്പക്കാരായ പുതിയ സഹാബാക്കൾ പറഞ്ഞു, നമുക്ക് മസ്ജിദുൻ നബവിയുടെ ഒരു ഭാഗത്ത് സ്ഥലം കണ്ടെത്താം. മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞാൽ ഈത്തപ്പന കൊണ്ട് ഉണ്ടാക്കിയ മതി ഒരു പന്തലാണ്. ഈത്തപ്പനന്റെ മടല് കൊണ്ടുണ്ടാക്കിയ ഒരു പന്തല്, അതിന്റെ ഒരു മൂലയിൽ റസൂലുള്ളാഹി തങ്ങളും കടക്കാം. അപ്പൊ എല്ലാവർക്കും സൗകര്യമായി, എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കാം, എല്ലാവർക്കും സലാം പറയാം. മധ്യവയസ്കരായ സഹാബാക്കൾ പറഞ്ഞു, അത് വേണ്ട, നമുക്ക് ബഖീഉൽ ഗർഖദിൽ അടക്കാം. റസൂലുള്ളാഹി തങ്ങൾ അനുവദിച്ചു തന്ന ഖബർസ്ഥാനാണല്ലോ അത്. മദീനക്കാർക്ക് വേണ്ടി അനുവദിച്ചു തന്ന ഖബർസ്ഥാൻ, പൊതു ഖബർസ്ഥാൻ. ആ ഖബർസ്ഥാനിലാണ് അഷ്റഫുൽ ഖൽഖിന്റെ എല്ലാവരും ഉള്ളത്, അനുയായികൾ ഉള്ളത്, എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് അവിടെ അടക്കാം.
അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഏതൊരു പ്രവാചകൻ എവിടെ വെച്ച് മരിച്ചോ അവിടെ ആ ശരീരം മണ്ണിന് അവകാശപ്പെട്ടതാണ് എന്ന്. അപ്പൊ സമാനമായ പ്രഗത്ഭന്മാരായ സഹബാക്കൾ പലരും പറഞ്ഞു, ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങനെ അഷ്റഫുൽ ഖൽഖിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിഷത്തു സിദ്ദീഖാന്റെ വീട്ടിൽ അടക്കം ചെയ്യാൻ തീരുമാനമായി. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ച റൂം, ആയിഷത്തു സിദ്ദീഖ താമസിച്ച റൂം, ആ റൂമിൽ ഖബർ കുഴിച്ചു. ആ ഖബർ കുഴിച്ച് അഷ്റഫുൽ ഖൽഖിനെ ആ ഖബറിൽ അടക്കം ചെയ്തു. ആയിഷത്തു സിദ്ദീഖ തൊട്ടപ്പുറത്തെ റൂമിലേക്ക് താമസം മാറ്റി, ആ വീട്ടിന്റെ ഉള്ളിൽ തന്നെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖക്ക് 19 വയസ്സ് പ്രായമാണ്. ആയിഷത്ത് റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോൾ, അഷ്റഫുൽ ഖൽഖ് വഫാത്താകുമ്പോൾ ആയിഷത്തു സിദ്ദീഖക്ക് 19 വയസ്സ് പ്രായമാണ്. 73-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 63-ാമത്തെ വയസ്സിലാണ് ആയിഷത്തു സിദ്ദീഖ വഫാത്താകുന്നത്. അഷ്റഫുൽ ഖൽഖ് വഫാത്തായി 54 കൊല്ലം ആ വീട്ടിന്റെ ഉള്ളിലാണ് ആയിഷത്തു സിദ്ദീഖ ജീവിച്ചത്. ആ വീട്ടിന്റെ ഉള്ളിലാണ് കഴിച്ചുകൂട്ടിയത്, ഉറങ്ങിയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, ആ 54 കൊല്ലം ഖബറിന്റെ പേരും പറഞ്ഞ് ബർക്കത്തെടുക്കാൻ, ഖബറിന്റെ പേരും പറഞ്ഞ് പോരിശ കയറ്റാൻ ആയിഷത്തു സിദ്ദീഖാന്റെ വീട്ടിലേക്ക് സമ്മതമില്ലാതെ കടന്നു പോകാൻ ആർക്കാണ് ധൈര്യപ്പെടുക? ഏത് സഹാബിക്കാണ് ധൈര്യപ്പെടുക? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിന്റെ ഖബറുമായി എന്തെങ്കിലും ഒരു ഖൈറ് ഈ ഉമ്മത്തിന്റെ ഈമാനിലോ അമാലിലോ അല്ലാഹ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ സാധാരണക്കാർക്ക് വിട്ടുകൊടുത്തില്ല? ആയിഷത്തു സിദ്ദീഖാന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ അല്ലാഹു തആല ബന്ദ് ചെയ്യാൻ കാരണം എന്താണ്? അഷ്റഫുൽ ഖൽഖിന്റെ മനസ്സിന്റെ നോവ് തന്നെയാണ്. തീർച്ചയായും സാധാരണക്കാർക്ക് വിട്ടുകൊടുത്താൽ, പൊതു ഖബർസ്ഥാനിൽ എത്തിയാൽ അത് പിറകെയുള്ളവർ അത് ആരാധനാ കേന്ദ്രമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടത്തേക്ക് വെള്ളവും പെണ്ണും തേടി പോകുന്നില്ല കാര്യത്തിൽ സംശയമില്ല. അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ അവിടെ തന്നെ കിടന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ മരിച്ചു, ആ മഹാനവറുകളുടെ ഖബറും അവിടെ തന്നെ. ഉമർ റളിയല്ലാഹു അൻഹു ഇതിലൊന്നും യാഥാർത്ഥ്യമില്ലെന്നോ യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണെന്നോ അല്ലെങ്കിൽ ബഖീഉൽ ഗർഖദിലെ സ്ഥലമില്ലാഞ്ഞിട്ടാണെന്ന് പറയാൻ പറ്റോ? പൊതുസ്ഥലം വേറെ ഇല്ലാഞ്ഞിട്ടാണെന്ന് പറയാൻ പറ്റോ? ആയിഷത്തു സിദ്ദീഖാന്റെ വീട്ടിന്റെ ഉള്ളില് ഈ പേരപ്പെട്ട 3 പേരെ ഖബർ അല്ലാഹു തആല ഒളിപ്പിച്ചു വെച്ച് എന്തിന്? പിറകെയുള്ളവർ ആ ഖബറിനെ ദ്രോഹിക്കാതിരിക്കാൻ, ആ ഖബറിനെ ഉറൂസ് പറമ്പാക്കാതിരിക്കാൻ, ആ ഖബറിനെ മേസപ്പറമ്പാക്കാതിരിക്കാൻ. പിന്നുള്ളത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ജന്നത്തുൽ ബഖീഇൽ അടക്കി, ബഖീഉൽ ഗർഖത്തിൽ അടക്കി. അവരും മദീനത്ത് തന്നെയായി. അപ്പൊ അഷ്റഫുൽ ഖൽഖ് അവിടെ, സിദ്ദീഖുൽ അക്ബർ അവിടെ, ഉമർ റളിയല്ലാഹു അൻഹു അവിടെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ. ജൂതന്മാർക്ക് പ്രവേശനമില്ലാത്ത നാട്, ക്രിസ്ത്യാനികൾക്ക് പ്രവേശനമില്ലാത്ത നാട്, ഖബർ വെച്ചുകൊണ്ട് കളിക്കാൻ ഉമ്മത്തിനെ പ്രേരിപ്പിക്കൽ അവരാണ്. മദീനത്തേക്ക് അവർക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ കുഫറിന്റെ നാശം, ശിർക്കിന്റെ നാശം, ഖബർ വെച്ചുകൊണ്ടുള്ള ലഅനത്ത് ഇതൊന്നും അവിടെ എത്താൻ സാധ്യതയില്ല. ആ രീതിയിൽ ഭദ്രമാക്കി പരീക്ഷണാർത്ഥം അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട് ഉമ്മത്തിനും ഖബർ ഉമ്മത്തിന് വിട്ടുകൊടുത്തു അല്ലാഹു തആല. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതകാലത്ത് ആദ്യത്തെ തരീഖത്ത് നിലവിൽ വന്നു. ജൂതന്മാർ ഇസ്ലാമിനെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയത് തരീഖത്താണ്, സൂഫി തരീഖത്ത്. ഇത്തിബാഗ് എന്ന പ്രയോഗത്തെ കൊല്ലാൻ ജൂതൻ നിർമ്മിച്ചതാണ് തസവുഫി എന്ന പ്രയോഗം. ഇത്തിബാഗ് എന്ന പ്രയോഗത്തെ കൊന്നു. സൂഫി തരീഖത്ത് വളരാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത്തിബാഗ് എന്ന പ്രയോഗം മുസ്ലിം ഉമ്മത്ത് മറന്നത്. ഇത്തിബാഗ് മുഹമ്മദുർ റസൂലുള്ളാഹിയുമായിട്ട് മാത്രമേ ചേരുകയുള്ളൂ. ഭൂലോകത്ത് ആരുമായിട്ടും ഇത്തിബാഗ് ചേരുകയില്ല. അനുകരണം, ഇത്താഅത്ത് അനുസരണം, ഇത്തിബാഗ് അനുകരണം. അനുകരണം മുഹമ്മദ് മുസ്തഫക്ക് മാത്രമാണ്. അല്ലാഹു തആല അനുകരണം വെച്ചത് മുഹമ്മദ്. അതെ, രണ്ടാമത്തെ ഷഹാദ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദി റിസാലത്തിലുള്ള ഷഹാദത്ത് പൂർത്തിയാകുന്നത് അനുകരണം കൊണ്ടാണ്, ഇത്തിബാഉൻ നബി കൊണ്ടാണ്. ഇത്താഅത്ത് കൊണ്ട് അതുകൊണ്ട് പൂർത്തിയാകുകയില്ല. ഇത്താഅത്ത് വേറെ, ഇത്തിബാഗ് വേറെ. ഇത്തിബാഗ് നിയമത്തെ അനുസരിക്കലാണ്, ഇത്തിബാവോ നബിതങ്ങളെ അനുകരിക്കലാണ്. ഇത്താഅത്ത് നിയമത്തെ അനുസരിക്കലാണ്. നിയമത്തെ അനുസരിക്കല് വേറെ, നബിതങ്ങളെ അനുകരിക്കല് വേറെ. 3 വിഷയമാണ്. 1 മഅസിയത്ത്, 2 ഇത്താഅത്ത്, 3 ഇത്തിബാഅ്. നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞുതരാൻ ഒരു താടി ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. താടി 3 തരത്തിലാണ് ഇസ്ലാമിക ശരീഅത്തിൽ. 1 മഅസിയത്തിന്റെ താടി, 2 ഇത്താഅത്തിന്റെ താടി, 3 ഇത്തിബാഇന്റെ താടി. മഅസിയത്തിന്റെ താടി പാപകരമായ താടി, ദീനുൽ ഇസ്ലാം നിരോധിച്ച താടി, അത് ക്ലീൻ ഷേവാണ്. ക്ലീൻ ഷേവ് മഅസിയത്തിന്റെ താടിയാ. കൃത്യമായി ദിവസവും ക്ലീൻ ഷേവ് ചെയ്യുന്ന ഒരാള് ശരീഅത്തിൽ നിന്ന് വെളിയില, മില്ലത്തിൽ നിന്ന് വെളിയിലാവൂല.
ഉമ്മത്തിൽ നിന്ന് വെളിയിലാവൂല, അയാൾ ശരീഅത്തിൽ നിന്ന് വെളിയിലാണ്. ശരീഅത്ത് മുസ്ലിമീങ്ങൾക്ക് അനുവദിച്ച ചില ആനുകൂല്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടും. സാക്ഷി നിൽക്കൽ പോലെ, വിവാഹത്തിന് സാക്ഷി, മാസം കണ്ട സാക്ഷി, അതുപോലെയുള്ള ചില കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടും. സ്ഥിരമായിട്ട് താടി പഠിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് അദാലത്ത് ഉണ്ടാകുകയില്ല എന്നാണ് ഇമാമിങ്ങളുടെ പക്ഷം. അപ്പോ മത്സ്യത്തിന്റെ താടി ഏതായാലും ഉമ്മത്തിനെ പറ്റി ചർച്ചയില്ല, അത് ഉമ്മത്തിന് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. മത്സ്യത്തിന്റെ താടി പാപകരമാണ്, അപകടകരമാണ്, അത് ശരീരത്തിൽ നിന്ന് പുറത്തു പോകാനുള്ളതാണ്. രണ്ടാമത്തത് ഇത്താഴത്തിന്റെ താടി. ഇത്താഴത്തിന്റെ താടി എന്ന് പറഞ്ഞാൽ അനുസരണത്തിന്റെ താടി. അനുസരണം നിയമത്തെയാണ്. അതേ ബഹുമാനപ്പെട്ട ഇമാമിങ്ങളുടെ ജോലി ഇത്താഴത്തിനെ വ്യാഖ്യാനിച്ചതല്ല, ഇത്തിബായിനെ വ്യാഖ്യാനിച്ചതല്ല. ഇത്തിബാഗ് ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യലാണ്, ഇത്താഴത്ത് ഫിഖ് അനുസരിച്ച് അമൽ ചെയ്യലാണ്. ഫിഖ് ഇത്താഴത്തിന് വേണ്ടിയുള്ളതാണ്, ഹദീസ് ഇത്തിബായിന് വേണ്ടിയുള്ളതാണ്. ഒരാള് ഫിഖ് അനുസരിച്ച് അമൽ ചെയ്താൽ, മദ്ഹബ് അനുസരിച്ച് ഒരാൾ ഇബാദത്ത് ചെയ്താൽ അയാൾ ഇത്താഴത്ത് ചെയ്ത ആളായിട്ട് മാത്രമേ അംഗീകരിക്കുള്ളൂ, ഇത്തിബാഗ് ചെയ്തിട്ട് അംഗീകരിക്കുകയില്ല. ഇത്തിബാഗ് ഹദീസ് കൊണ്ട് പൂർണ്ണമായ അമൽ ചെയ്യുമ്പോഴാണ് ഇത്തിബാഗ് വരുന്നത്. അപ്പൊ ഇത്താഴത്തിന്റെ താടി ഇമാം ഷാഫി റഹിമഹുള്ളയാണ് അതിൽ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തത്. ഇമാം അബൂ ഹനീഫ അതിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല. ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞു, ഈ വിഷയത്തിൽ ഇത്താഴത്ത് കിട്ടാൻ, ഈ വിഷയത്തിൽ അനുസരണം കിട്ടാൻ, ഈ വിഷയത്തിൽ ശരീഅത്തിനോടുള്ള ബന്ധം കിട്ടാൻ ചുരുങ്ങിയ പക്ഷം രണ്ടാള് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോമത്തിന്റെ ഇടയിലൂടെ തൊലിയുടെ നിറം കാണാത്ത രീതിയിലുള്ള താടിയെങ്കിലും വേണം. തൊലിയുടെ രോമത്തിന്റെ ഇടയിലൂടെ തൊലിയുടെ നിറം വ്യക്തമാകാത്തത്ര താടിയെങ്കിലും ഉണ്ടാവണം. അപ്പോഴത് ഇത്താഴത്തിന്റെ താടിയാവുകയുള്ളൂ, അനുസരണത്തിന്റെ താടിയാവുകയുള്ളൂ. അപ്പോൾ അനുസരണത്തിന്റെ താടിയായി അയാൾ ശരീഅത്തിലാണ്, ശരീഅത്തിന്റെ ആനുകൂല്യങ്ങൾ അയാൾക്ക് ലഭ്യമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ താടി ഇത്താഴത്തിന്റെ താടിയായത്, ഷാഫി താടിയായത്. ഷാഫി മദ്ഹബുകാർ കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ അത്തരത്തിലുള്ള താടികൾ വന്നത്. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് ഇത്താഴത്തി ഇത്തിബായിന്റെ താടിയാണ്. ഇത്തിബായിന്റെ താടി എന്താണ്? താടിയെ സമൃദ്ധിയായിട്ട് വളർത്തുക എന്നതാണ്. മീശ വെട്ടിയിരുത്തുക, താടി സമൃദ്ധമായിട്ട് വളർത്തുക. ഇപ്പോഴാണ് ഇത്തിബായിലെത്തിയത്. ആദ്യത്തേത് മത്സ്യ, രണ്ടാമത്തത് ഇത്താഴത്ത്, മൂന്നാമത്തത് ഇത്തിബാ. ഇതാണ് അതിന്റെ ഘടനകള്. അതിന് ഓരോന്നിനും ഓരോ വ്യവസ്ഥകളും ഓരോ വ്യവസ്ഥാ രീതികളും ഉണ്ട്. എന്റെ ബഹുമാനമുള്ളവരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്യുമ്പോഴാണ് ഇസ്ലാം ദീൻ പൂർത്തിയാകുന്നത്. ഇത്താഅത്തിലൂടെ ഇസ്ലാം ദീൻ പൂർത്തിയായിക്കൊള്ളണമെന്നില്ല, ഇസ്മത്തിലൂടെ തീരെ പൂർത്തിയാകുന്ന പ്രശ്നവുമില്ല. ഇത്താഅത്തിലൂടെ ഇത്തിബാ പൂർണ്ണതയിലെത്തുകയില്ല, ഇത്തിബായിലൂടെയാണ് ഇസ്ലാം പൂർണ്ണതയിലെത്തുക. സഹബാക്കളുടെ പ്രത്യേകത, അവര് 100% ഇത്തിബായില. അവര് നിയമങ്ങൾ പിടിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നവരല്ല, നിബിധങ്ങളെ പിടിച്ചുകൊണ്ട് പൂർണ്ണത ചെയ്യുന്നവരാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ വ്യക്തമാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ നിസ്കാരത്തിന്റെ ഓരോ ഐറ്റം മാത്രം എടുത്താൽ മതി. നമ്മുടെ നിലവിലുള്ളത് ഇത്താഴത്തിന്റെ നിസ്കാരമാണോ, ഇത്തിബായിന്റെ നിസ്കാരമാണോ എന്ന് പരീക്ഷിക്കാൻ നമുക്ക് കഴിയും. എന്റെ മുമ്പിലിരിക്കുന്ന കൂട്ടുകാരോട് ഞാൻ പറഞ്ഞ വിഷയം അതാ. നാം നമ്മുടെ അമാലുകള് ഈ മൂന്നിൽ ഏത് ഐറ്റത്തിലാണ് ഉള്ളതെന്ന് പരിശോധിക്കേണ്ടതാണ്. നമ്മൾ സെലഫികളാണ്, മെമ്പർഷിപ്പ് എടുത്തവരാണ് എന്ന് പറഞ്ഞാൽ ആഹ്ലത്ത് രക്ഷപ്പെടുകയില്ല. നാമും നമ്മുടെ അമലുകള് ഈ 3 ഐറ്റവുമായിട്ട് എന്താണ് ബന്ധം? ഞാൻ ഇസ്മത്തിലാണോ, ഞാൻ മത്സ്യത്തിലാണോ, ഇത്താഴത്തിലാണോ, ഇത്തിബായിലാണോ? സ്വന്തത്തോട് ചോദിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അപ്പോഴേ നാം സെലഫികളാവുകയുള്ളൂ. സെലഫുകൾ എന്ന് പറഞ്ഞാൽ ഇത്തിബായിലുള്ളവരാണ്. 100% അഷ്റഫുൽ ഖൽഖിനെ അനുകരിക്കുന്നവരാണ്. ആ അനുകരണമാണ് നമുക്ക് ആയുധം. അനുസരണം മാത്രമല്ല, അനുസരണം രണ്ടാമത്തെ കാര്യം. ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത് അനുകരണമാണ്. അനുകരണത്തെ സഹിയാക്കാനാണ്. അനുസരണമാവട്ടെ ശരീഅത്തിൽ ഉൾപ്പെടാനാണ്. മത്സ്യത്ത് അത് പാടെ വർജിക്കേണ്ടതും ആണ്. ഇങ്ങനെ ഓരോ വിഷയം എടുക്കും. തുണി കൊടുക്കുന്ന കാര്യം എടുക്കും, ഡ്രസ് ചെയ്യുന്ന കാര്യം എടുക്കും, ഭക്ഷണം കൊടുക്കുന്ന കാര്യം, ഭക്ഷണം കഴിക്കുന്ന കാര്യം എടുക്കും, കല്യാണക്കാര്യം എടുക്കും, വീടിന്റെ കാര്യം എടുക്കും. ഓരോ കാര്യങ്ങൾ എടുത്താലും ഈ 3 വിഷയം കാണും. ഒന്നിക്ക് നമ്മൾ ചെയ്യുന്ന മത്സ്യത്തായിരിക്കും, പാപമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇത്താഴത്തായിരിക്കും, നിയമത്തെ അനുസരിക്കുന്നുണ്ടാവും, പൂർണ്ണതയിലെത്തിയിട്ടുണ്ടാവില്ല. മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് ഇത്തിബാ ആയിരിക്കും, അത് പൂർണ്ണതയിലെത്തിയിട്ടുണ്ടാവും. ഇത്തിബായിന് കാമിലായ ഇൽമ ആവശ്യമാണ്. ഇൽമില്ലാതെ ഒരുത്തർക്ക് ഇത്തിബാ ചെയ്യാൻ കഴിയില്ല. ഇത്താഴത്ത് ചെയ്യാൻ ഒരു മുത്തഫരിദോ നൂറുലബ്സാറോ ഓതിയാൽ തന്നെ ഒരുത്തർക്ക് ഇത്താഴത്ത് ചെയ്യാൻ പറ്റും, ഇത്തിബാ ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ലാ തർഗബന്ന അനിൽ ഹദീസി വഅഹ്ലിഹി ഫർറയ്യു ലൈലുൽ വൽ ഹദീസു നഹാറു എന്ന് പറയാൻ കാരണം അതാണ്. എന്റെ ബഹുമാനമുള്ള കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിന് ശേഷം
അലി അള്ളാഹു തആലയുടെ കാലത്താണ് ഇസ്ലാമിക തലസ്ഥാനം മദീനത്ത് നിന്ന് കൂഫയിലേക്ക് മാറ്റിയത്. കൂഫയിലെത്തി ഇസ്ലാമിക തലസ്ഥാനം. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പൊ ജൂതന്മാർക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാം, ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാം, എല്ലാ മതക്കാർക്കും ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാം. എല്ലാ മതക്കാർക്കും കയറി ഇറങ്ങാൻ അനുവാദമുള്ള നാടാണ് കൂഫയും ബസറയും ഒക്കെ. ഇറാഖ് പ്രത്യേകത ഒന്നുമില്ല, മുഖദ്ദസത്തായ ഭൂമിയല്ല, മക്കയും മദീനയും പോലെയല്ല. ഇപ്പോൾ ഒരു മിംഗ്ലിംഗ് സിസ്റ്റം വന്നു, ഒരു മിംഗ്ലിംഗ് സ്റ്റൈൽ വന്നു, എല്ലാവരും ഒന്നിച്ചുള്ള ഒരു സ്റ്റൈൽ വന്നു ഇപ്പോൾ. അതോടുകൂടി തന്നെ ദീനുൽ ഇസ്ലാം അതിന്റെ സീറോവിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ബഹുമാനപ്പെട്ട അലി അള്ളാഹുവിന് ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വന്നു. അലി അള്ളാഹു തആലാന്റെ കാലത്ത് തന്നെ ഉസ്മാൻ അള്ളാഹുവിന്റെ ഖലീഫയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആദ്യത്തെ തരീഖത്ത് നിലവിൽ വരുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു സബ ആണ് അതിന്റെ സൂത്രധാരകൻ. അവൻ ജൂതനാണ്, യമൻകാരനാണ്. യമനിൽ നിന്ന് ദീനുൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിപ്പിച്ചതാണ് ജൂത നേതൃത്വം. എന്നിട്ട് മക്കയിലേക്ക് വന്ന് മദീനയിലേക്ക് ഇസ്ലാമിന്റെ ഡ്രസ്സിൽ വന്നു. കാരണം ജൂതനായി കൊണ്ടുവരാൻ പറ്റുകയില്ല, ഇസ്ലാം പ്രവേശനമില്ല. ഒരു മുസ്ലിമിന് പ്രവേശനമുണ്ട്. ഒരു കപട മുസ്ലിമായി അബ്ദുല്ലാഹ് ഇബ്നു സബ മദീനയിലെത്തി. മദീനയിൽ ആദ്യത്തെ തരീഖത്ത് സ്ഥാപനമാണ്. എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാത്തൊരു വ്യക്തിയെ വെച്ചുകൊണ്ട് ഒരു തരീഖത്ത് ഉണ്ടാക്കുക. അതോടുകൂടി സാധാരണക്കാരായ അനുയായികൾ ആ ഷെയ്ഖിന്റെ പിന്നാലെ പോകും. അനുയായികൾ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖിന്റെ പിന്നാലെ പോകാൻ തുടങ്ങിയാൽ സ്വാഭാവികമായും വഫാത്തായി പോയ പ്രവാചകനെ അവരെ മറക്കും. പ്രവാചകനെ മറക്കലോടുകൂടി അള്ളാഹുമായിട്ട് അവർ അകലും. അതോടുകൂടി ദീനുൽ ഇസ്ലാം കൊള്ളാവും. ഇതാണ് ജൂതന്റെ കാഴ്ചപ്പാട്. അബ്ദുല്ലാഹ് ഇബ്നു സബ മദീനയിൽ വന്ന് ഓരോ വീടുകളിലും കയറി ഇറങ്ങാൻ വേണ്ടി തുടങ്ങി. പേരപ്പെട്ട സഹാബാക്കളെ ഒഴിവാക്കി അതിനുശേഷം വന്ന അനുയായികൾ, താബിഈങ്ങളുടെ ലിസ്റ്റിലുള്ളവർ, സഹാബാക്കളെ മക്കൾ, പേരക്കുട്ടികൾ, അവരെ വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് ഇവൻ സൂഫി തരീഖത്ത് ഉണ്ടാകും. എന്താണ് സൂഫി തരീഖത്തിന്റെ പൊരുൾ? സൂഫി തരീഖത്തിന്റെ പൊരുൾ എപ്പോഴും നബി കുടുംബം എന്ന അഡ്രസ്സിലുള്ള ഒരാളായിരിക്കും ഇതിന്റെ തലപ്പത്ത് ഉണ്ടാകുക. എപ്പോഴും ജൂതൻ വളരെ സമർത്ഥമായി ഈ ഉമ്മത്തിന്റെ ആത്മീയതയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക നബി കുടുംബത്തിൽപ്പെട്ട ഒരാള് തലപ്പത്ത് എന്ന അഡ്രസ്സിലാണ്. അത് ശീഈയത്തിന്റെ ഒരു ഏറ്റവും വലിയ മാസ്റ്റർ പീസാണ്. ഇവിടെ അബ്ദുല്ലാഹ് ഇബ്നു സബ വീടാന്തരം. എന്താണ് തരീഖത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൂഫി തരീഖത്ത്. എന്താണ് സൂഫിസം? സൂഫിസത്തിന് രണ്ട് മുഖങ്ങളാണ്. ഒന്ന് അതിന്റെ ആത്മീയ മുഖം, ഒന്ന് അതിന്റെ ആത്മീയ മുഖം. ആത്മീയ മുഖം എന്ന് പറഞ്ഞാൽ കപടമായ ആത്മീയത പാവപ്പെട്ട സാധാരണക്കാരന്റെ തലമണ്ടക്കകത്ത് അടിച്ചു കയറ്റി അവനെ അരപ്പിരാന്തന്മാരാക്കുക. അതോടുകൂടി അവൻ ഷെയ്ഖിന്റെ അടിമകളാവും. പിന്നെ ഷെയ്ഖുനെയും മൗലാനെയും പറയും പോലെ മാത്രമേ അവൻ കേൾക്കുകയുള്ളൂ. അതോടുകൂടി അവൻ കീടമാവും. അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടായി വന്നാൽ അവരെ വെച്ചുകൊണ്ട് നിലവിലുള്ള ഭരണകൂടത്തിനെതിരായിട്ട് വിപ്ലവം ഉണ്ടാക്കുക. അത് അൽ വജ്ഹു സിയാസി. ശീഈയത്തിന്റെ സൂഫിസത്തിന്റെ രണ്ടാമത്തെ മുഖം അതാണ്, രാഷ്ട്രീയമാണ്. ഒന്നാമത്തത് ആത്മീയത, രണ്ടാമത്തത് രാഷ്ട്രീയം. സിയാസി ഇവിടെ ഒന്നാമത്തേന് ശർഈന്റെ മുഖമായിട്ടാണ് കാണിച്ചത്. അൽ വജ്ഹു ശർഈ. ദീനുൽ ഇസ്ലാമിന്റെ മുഖമായിട്ടാണ് അതിനെ കാണുക. ഒരു ഷെയ്ഖിന്റെ കീഴ് ദിക്ർ ചെല്ലുക, അവരെ കീഴ് സലാത്ത് ചെല്ലുക, അവര് പറയും പോലെ ദുആ ചെയ്യുക, അവര് പിന്നാലെ നടക്കുക, അവരൊന്നിച്ച് കഴിച്ചുകൂടുക. ഇതാണ് സമയം. അലി അല്ലാഹു തആലാന്റെ അഡ്രസ്സിൽ അങ്ങനെ ഒരു തരീഖത്ത് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സബ. എന്താണ് അയാൾ ചെയ്തത്? വീടാന്തരം കയറി അയാൾ പറഞ്ഞു, അല്ലാഹു തആല മുഹമ്മദ് നബിയിൽ അവതരിക്കുന്നതാണ്. ഹറൂരി ശീഈയത്തിന്റെ ഏറ്റവും കടുപ്പപ്പെട്ട ശീഈയത്ത് അതാണ്. മുഹമ്മദ് മുസ്തഫക്ക് അവതാരവാദം ഉണ്ടാക്കുക. ഇപ്പൊ അടുത്ത കാലത്ത് കേരളത്തിലും ഹറൂരി ശീഈയത്ത് വർദ്ധിച്ചു വരികയാണ്. ഹറൂരി ശീഈയത്തിന് ഇറാനിൽ നിന്ന് ഡൽഹി വഴി കാരന്തൂർ വരെ ദൂരം എളുപ്പമാണ്, വഴി എളുപ്പമാണ്. അത് ഹറൂരി ശീഈയത്തിന്റെ രീതിയാണ്. കടുപ്പപ്പെട്ട ശീഈയത്ത് അത് ജൂതന് അനിവാര്യമായ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടും അന്തർദേശീയമായി ഈ ഹറൂരി ശീഈയത്തിന് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ജൂതന്റെ താല്പര്യത്തിൽപ്പെട്ടതാണ്. മസീഹുദ് ദജ്ജാൽ വരണമെങ്കിൽ ആ ഹറൂരിയത്ത് നിലനിന്നേ പറ്റൂ. കാരണം മാക്കാലല്ല നശിപ്പിക്കണമെങ്കിൽ, വമാക്കാല റസൂലുള്ള നശിപ്പിക്കണമെങ്കിൽ ഹറൂരി ശീഈയത്ത് വേണം. ഹറൂരി ശീഈയത്തിലൂടെ അള്ളാഹ് പറഞ്ഞത് മാറും, റസൂലുള്ള പറഞ്ഞത് മാറും, പിന്നെ ഷെയ്ഖുനെയും മൗലാനെയും പറഞ്ഞത് മാത്രം ബാക്കിയാവും. അതോടുകൂടി മസീഹുദ് ദജ്ജാലിന് വരാനുള്ള വഴി എളുപ്പമാവും. ഇതൊക്കെ വലിയ വലിയ അജണ്ടകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അള്ളാഹു ഹുലൂൽ നടത്തിയിട്ടുണ്ട്, അള്ളാഹ് അവതരിച്ചിട്ടുണ്ട്. നബിതങ്ങളെ അള്ളാഹ് റസൂലാക്കി അയച്ചത് തന്നെ എന്തിനാണ്? അള്ളാഹിനോട് നമ്മൾ ചോദിക്കാനല്ല, റസൂലാണ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ അള്ളാഹിനോട് ചോദിക്കാൻ പറ്റാൻ നബിതങ്ങളോട് ചോദിക്കാൻ പറ്റുള്ളൂ. നബിതങ്ങളോട് ചോദിച്ചിട്ടില്ലെങ്കിൽ അനുസരണക്കേടാ, അള്ളാഹ് വെറുക്കും. കാരണം അള്ളാഹ് നബിതങ്ങളിൽ അവതരിപ്പിക്കാൻ വേണ്ടി അവതരിച്ചിട്ടുണ്ട്. നബിതങ്ങൾ വഫാത്തായി, ഇനിയൊരു അവതാരം വേണം.
അത് അബൂബക്കറിനെ പറ്റൂല. സ്വകാര്യമായി വീടുകളിൽ ചെന്നവര് സൂഫി തരീഖത്ത് പ്രചാരണം ചെയ്യുന്ന അബ്ദുൽ സബഈന്റെ അജണ്ട അതാണ്. അബൂബക്കറിനെ പറ്റൂല, കാരണം അബൂബക്കർ ബനു അദീ ഗോത്രക്കാരനാണ്, നബി കുടുംബത്തിൽപ്പെട്ട ആളല്ല. അതേപോലെ തന്നെ ഉമർ പറ്റൂല, ഉമർ ബനു തൈം ഗോത്രക്കാരനാണ്, അതുകൊണ്ട് നബി കുടുംബത്തിൽ ബനു ഹാഷിം പെട്ടതല്ല. ഉസ്മാനും പറ്റൂല, ഉസ്മാൻ ബനു ഉമയ്യ ഗോത്രത്തിൽപ്പെട്ട ആളാ, അതുകൊണ്ട് പിന്നാലെ പറ്റുക അലിയാണ് പറ്റുക, അലി ബനു ഹാഷിം ഗോത്രത്തിലാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയിൽ നിന്ന് അള്ളാഹ് അലിയിലാണ് ഇറങ്ങുക, അലിയിലാണ് ഇറങ്ങുക. അവിടെ അലിയിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്, അലിയിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജൂതൻ അവന്റെ പ്രോഗ്രാം നടപ്പിലാക്കാനുള്ള സമർത്ഥമായ ആ അജണ്ടകൾ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ. വെറുതെയാണോ അല്ലാഹു തആല ജൂതനെ പറ്റി ഇത്രയും വാചാലമായത് പരിശുദ്ധ ഖുർആനിൽ? ജൂതന്റെ കെടുതികളെ പറ്റി, ജൂതന്റെ ചതിയെ പറ്റി, ജൂതന്റെ ആസൂത്രണങ്ങളെ പറ്റി എത്ര ചിന്തിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചത്? നസാറാക്കളെ പറ്റിയോ മറ്റു മുശ്രിക്കുകളെ പറ്റിയോ അത്രയും ഗൗരവമായ വിഷയം അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ജൂതന്മാരെ പറ്റി പറയും പോലെ ഞാനും നിങ്ങളും കരുതിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അലി അല്ലാഹു തആല അൻഹുവിന്റെ അഡ്രസ്സിൽ ഒരു തരീഖത്ത് നിലവിൽ വന്നു. പേരപ്പെട്ട സഹാബാക്കൾ ഇത് അറിയാനിടയായി. ഇന്നത്തെ കാലമല്ലല്ലോ, ഇന്ന് ഞാൻ ഇടുന്നൊരു ശ്വാസം വിട്ടാൽ മതി, അപ്പൊ കന്നത് ലോകം മുഴുവനും ഒത്തും നേരം വെളുക്കുമ്പോഴേക്ക്. ഒന്നും വേണ്ട, ഒരുത്തൻ കക്കൂസി പോയിട്ട് ഒന്ന് ഉറക്കെ മറ്റേതിട്ടാ മതി, അതൊക്കെ പിടിച്ചെടുക്കും. പിറ്റേണ്ടതാ ഇന്നാള് കക്കൂസിൽ ബോംബ് പൊട്ടിച്ചു, വെളിയിട്ടതാണ്, ഒന്നും ചെയ്തിട്ടില്ല. അതാണ് കാലം. അന്ന് അതല്ല, അന്ന് ഈ വീട്ടിലടക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ അറിയണമെങ്കിൽ മാസം ഒന്ന് കഴിയും ഇല്ലേ? അതല്ലേ കാലം പണ്ട്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഡ്രസ്സിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അവൻ വളരെ സമർത്ഥമായിട്ടാണ് ചെയ്തത്. മദീനയിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കി. സഹാബാക്കൾ അറിഞ്ഞു. അബ്ദുല്ലാഹ് ബിൻ സബൈനെ അവിടെ നിന്ന് ഓടിച്ചു. അവൻ നേരെ യമനിലേക്ക് പോയി, അവന്റെ സ്വന്തം നാട്ടിലേക്ക്. ഈ ആശയം യമനിൽ പ്രചരിപ്പിച്ചു. അവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കി. അവിടുത്തെ പണ്ഡിതന്മാര്, യമന്റെ പണ്ഡിതന്മാർ അറിഞ്ഞു. അവനവിടെ നിന്ന് ഓടിച്ചു. അവൻ നേരെ ഇറാഖിലേക്ക് പോയി, പിന്നെ ഈജിപ്തിലേക്ക് പോയി, പിന്നെ മൊറോക്കോയിലെ വഴി ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയി. എല്ലാ സ്ഥലത്തും ഇവൻ അലി തരീഖത്ത് യൂണിറ്റ് ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട അല്ലാഹു തആല ഈ യൂണിറ്റുകളെ സംഘടിപ്പിച്ചുകൊണ്ട്, ഈ യൂണിറ്റുകളെ മുഴുവനും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം അവൻ മദീനയിലേക്ക് എത്തി. യമനിൽ നിന്ന് ആ സൂഫി തരീഖത്തിന്റെ യൂണിറ്റിനെ മദീനത്തേക്ക് എത്തിച്ചു. അങ്ങനെ ഈജിപ്തിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, സിറിയയിൽ നിന്നൊക്കെ ഈ യൂണിറ്റുകൾ മദീനയിലെത്തി. മദീനയിൽ അവർ രഹസ്യ യോഗങ്ങൾ നടന്നു. ആ യോഗത്തിൽ അവർ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നു. ഒരു യൂണിറ്റ് റെഡിയായി എന്ന് കണ്ടപ്പോൾ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നു. അൽ വജ്ഹു സിയാസി. ജൂതൻ അവർക്ക് പഠിപ്പിക്കുന്ന രീതി അതാ. ഇസ്ലാമിന്റെ ആത്മീയതയിൽ മന്ദബുദ്ധികളായ ഒരു ഭൂരിപക്ഷത്തെ ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് അവരെ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ അഡ്രസ്സിൽ ഭരണകൂടത്തോട് യുദ്ധം ചെയ്യുക. അപ്പൊ എന്താകും? മുസ്ലിങ്ങൾ തന്നെ ഇസ്ലാമിനെ കൊല്ലുന്നവരാകും. അത് മുതലെടുത്തുകൊണ്ട് ജൂതനസാറാക്കൾക്ക് ലോകം ഭരിക്കാം. നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് കാണരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, മന്ദബുദ്ധിക്ക് മനസ്സിലാവില്ല എന്ന്. തലയിൽ ആൾപ്പാർപ്പുള്ളൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് മതി, അത്രേ കൊണ്ടുള്ളൂ. ആ തലയിൽ ആൾപ്പാർപ്പുള്ള ചെറിയ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായാൽ മതി, അത്ര നിർബന്ധം നമുക്കുള്ളൂ. പിന്നെ നമുക്കൊരു ആശയമുള്ളത് എന്താണ്? ഈ നാട്ടിൽ വന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് റിക്കാർഡാണ്. ഈ റിക്കാർഡ് നാളെ ആഖിറത്തിൽ അല്ലാഹു ഹാജരാക്കും. അതുകൊണ്ട് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഒരാൾ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഈ നാട്ടുകാർക്ക് അവസരം ഉണ്ടാകാൻ പാടില്ല. എന്നല്ലാതെ നാളെ തന്നെ കുറെ ആൾ മുജാഹിദിന് മെമ്പർഷിപ്പ് എടുക്കണം, അങ്ങനത്തെ ചിന്തയേ ഇല്ല, അങ്ങനെ ഒരു വിഷയവും ഇല്ല, ഒരു പരിപാടിയുമില്ല. ആരും ആഴത്തേക്കും പോണ്ട. ഷഹാദത്ത് സഹിയാക്കാൻ മെനക്കിട വേറെ ഒന്നും നമ്മൾ ഇങ്ങോട്ട് പറയുന്നില്ല. നമ്മുടെ ദേവത്ത് അത്രേ ഉള്ളൂ. ഇസ്ലാമിന് ഒരു ഒന്നാം കാര്യമുണ്ട്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അത് ബാത്തിലായിട്ടുണ്ടോ, സഹിയായി നിൽക്കുന്നുണ്ടോ, ലൈവായി നിലനിൽക്കുന്നുണ്ടോ, നിസ്കാരം ശ്രദ്ധിക്കുന്നത് പോലെ, നോമ്പ് ശ്രദ്ധിക്കുന്നത് പോലെ, ഹജ്ജ് ശ്രദ്ധിക്കുന്നത് പോലെ, സക്കാത്ത് ശ്രദ്ധിക്കുന്നത് പോലെ നമുക്ക് ഷഹാദത്ത് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടോ, നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നുണ്ടോ? ഇതിനെപ്പറ്റി ചിന്തിക്കാൻ ഒരു ചിന്ത ഇട്ട് കൊടുക്കുക. പിന്നെന്തിനാ പ്രത്യേകമായ ഒരു സംഘടന? നിലവിലുള്ള പള്ളിയിൽ സമ്മതിക്കാത്തത് കൊണ്ട്, നിലവിലുള്ള പള്ളിയിൽ മിമ്പറിലോ മെഹ്റാബിലോ ഷഹാദത്ത് പറയാൻ അനുവദിക്കുന്നില്ല, പറയുന്നുമില്ല. അതുകൊണ്ട് പറയാൻ ഒരു വേദി ഉണ്ടാക്കി. അത്തരം കാര്യങ്ങൾ ഷഹാദത്ത് അനുസരിച്ച് ജീവിക്കാൻ നിലവിലുള്ള പള്ളിയിൽ സൗകര്യമില്ല. ബാത്തിലായ ഷഹാദത്തുമായി ജീവിക്കുന്ന പള്ളിയാണ്, ബാത്തിലായ ഷഹാദത്തുമായിട്ട് നിൽക്കുന്ന നിസ്കാരമാണ്, ബാത്തിലായ ഷഹാദത്തുമായിട്ട് ചെയ്യുന്ന നോമ്പാണ്. എല്ലാം പള്ളികളിൽ, നാട്ടിലെ പള്ളികൾ നടക്കുന്നതെല്ലാം ഷഹാദത്തിനെ പറ്റി ചിന്തയില്ലാതെ നടക്കുന്നതെല്ലാം ഷഹാദത്തില്ലാത്ത അമലുകൾ അംഗീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഷഹാദത്തനുസരിച്ച് നടക്കുന്ന ഒരു പള്ളി, അതാണ് സലഫി പള്ളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലത് വേറെ പള്ളി ഉണ്ടാക്കി, വേറെ സംഘടന ഉണ്ടാക്കി എന്തെങ്കിലും നേടാനില്ല. അങ്ങനത്തെ ഒരു പരിപാടിയുമില്ല, നടക്കുകയും ചെയ്യില്ല. ഒരു മുക്കാ പൈസന്റെ ഗതിയില്ലാത്ത, ആകെ ലോകം മൊത്തം നോക്കിയാൽ 2% മാത്രമുള്ള സൗദി അറേബ്യ പോലും 14% സലഫികൾ. സാക്ഷാൽ സൗദി അറേബ്യയിലെ സലഫികൾ എത്ര ശതമാനമാണ്? 14%. പുതിയ കരേശുമാരി
ബാക്കിയുള്ളത് മുഴുവനും ഷീയത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഷീയത്തിന്റെ ശക്തി എന്ന് തുടങ്ങിയതാ 1300 കൊല്ലമായിട്ട് തുടങ്ങിയതാണ്. അലി അല്ലാഹു തആല അന്നുവിനെ വെച്ചുകൊണ്ട്, നബി കുടുംബത്തിൽപ്പെട്ട ഒരു മഹാവ്യക്തിയെ വെച്ചുകൊണ്ട് അബ്ദുല്ലാഹിബ്നു സബ ഉണ്ടാക്കിയ തരീഖത്ത് അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ പോവുകയാണ്. അവർ യോഗം കൂടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകൂടത്തിനെതിരായിട്ട് പിന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അടുത്ത ഏർപ്പാട് ഉസ്മാൻ അള്ളാഹുവിനെ കൊന്നിട്ട് അധികാരം കൈമലാക്കലാണ്. ആരാണ് സുഹൃത്തുക്കൾ നാട്ടിലെ കൊലയാളികൾ? എന്നിട്ട് ഈ സൂഫി തരീക്കത്തുകാരും സാമി തരീക്കത്തുകാരും ഡൽഹിയിൽ യോഗം കൂടിയിട്ട് പാസ്സാക്കിയത് എന്താ? സെൽഫികളാണ് ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികൾ, സെൽഫികളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അക്രമകാരികൾ, സെൽഫികളാണ് ലോകത്തെ ഏറ്റവും വലിയ അട്ടിമറിക്കാര്. ആകെ കക്ഷികൾ 2% ഉള്ളൂ. ഇന്ത്യയിൽ 30 കോടി മുസ്ലിമീങ്ങളുണ്ട്. അതിൽ 1.5% തികയില്ല. എല്ലാ സെൽഫികളും കൂടിയിട്ട്, എല്ലാ ഗ്രൂപ്പും കൂടിയിട്ട് 1.5% തികയില്ല. ഈ 1.5% ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ കേരളത്തിൽ നിന്നും പോയി ഹറൂരി ഷീയത്തിന്റെ നേതാക്കന്മാര് സൂഫി തരീക്കത്തിന് പോയി. സൂഫി താത്താമാര് മസാല അപ്പുറം പാസാക്കി. എങ്ങനെ? നല്ല മുടി ബോബി ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് ചുണ്ടൊക്കെ ചോപ്പിച്ച് സൂഫി തരീക്കത്തിന്റെ ശേഖമാര്, സൂഫി മംഗമാര്, താത്താമാര് യോഗം കൂടിയിട്ട് സൂഫി. അപ്പൊ സൂഫി എന്നതിന്റെ ആ അർത്ഥതലങ്ങൾ തന്നെ മാറി വരുന്നുണ്ട്. സൂഫി എന്നത് അതിന്റെ ഫാസിസത്തിന്റെ ചെലവിൽ സൂഫി തരീക്കത്തും സാമി തരീക്കത്തും ഡൽഹിയിൽ യോഗം കൂടിയിട്ട് പ്രമേയം പാസ്സാക്കുന്ന സെൽഫികൾ അപകടകാരികളാണ്. ഏത് സെൽഫികള്? കണ്ണിൽ എണ്ണ വെച്ച് പരിചയം കിട്ടൂല ഒരു സെൽഫി ലോകത്ത് എവിടെ വകാലും. ആകെ നിങ്ങളെ ഇവിടെ പിടി നാട്ടിന്റെ പേര് പറഞ്ഞല്ലോ, വെള്ളമുണ്ടയിൽ മാത്രമേ എത്ര ശതമാനം സുഹൃത്തുക്കളെ സെൽഫികൾ ഉള്ളത്? നിങ്ങളുടെ വയനാട് ജില്ലയിൽ 1% സെൽഫികൾ ഉണ്ടാവും. അവിടുത്തെ മുസ്ലിങ്ങളെ വെച്ച് കണക്കൂട്ടി നോക്കിയാൽ ഇവരാണ് അത്ര ലോകത്തെ അട്ടിമറിക്കാൻ മെനക്കിടുന്നത്. എങ്ങനെ? ഇവര് അന്നത്തെ കാര്യം നടക്കണമെങ്കിൽ ബക്കറ്റ് എടുത്തിട്ട് യാ അല്ലാഹ് സല്ലല്ലാഹ് ഇന്നത്തെ കാര്യം നടക്കാൻ വേണ്ടി വല്ലതും തരണമെന്ന് പറഞ്ഞ് പിരിവെടുക്കുന്നവരാണ് സെൽഫികൾ, അല്ലേ? അവർക്ക് ലോകത്തോട് വരാണ്ട് ആരെങ്കിലും തിരിഞ്ഞു നോക്കാനുണ്ടോ? ലോകത്തൊരു പഞ്ചായത്ത് മെമ്പർ, ഒരു വില്ലേജ് മെമ്പർ ഉണ്ടോ? ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടോ? ഒരു MLA ഉണ്ടോ? ഒരു MP ഉണ്ടോ? എന്നിട്ട് ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവം. എന്നിട്ടിപ്പോ സെൽഫിസം വിചാരണ ചെയ്യപ്പെടുന്നു. ഇവിടുത്തെ ഹറൂരി ഷീയത്തിന്റെ ഒരു യോഗത്തിന്റെ പ്രമേയം ഇങ്ങനത്തെ പത്രത്തിൽ കണ്ടതാ. ഹറൂരി ഷിയാക്കളുടെ യോഗമാണ്. സെൽഫിസം വിചാരണ. ഏത് സെൽഫികളാണ് നിങ്ങൾ വിചാരണ ചെയ്യുന്നത്? ഈ ചുണ്ണാമക്കി 1.5% നിങ്ങൾ വിചാരണ ചെയ്യാൻ മെനക്കെടുകയാണ്. ആരാണ് ഇപ്പൊ ഈ വെള്ളമുണ്ടിലെ സെൽഫികൾ? ആരാന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് എല്ലാം അറിയാലോ. അങ്ങനെ തന്നെ വയനാട് ജില്ലയിലെ സെൽഫികൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇവരെ വെച്ചുകൊണ്ടാണോ ലോകം കളിക്കുന്നത്? അല്ല. നമ്മൾ ചിന്തിക്കേണ്ട വിഷയ ഫാസിസത്തിന് സൂഫിസത്തോട് ഇഷ്ടം വന്ന് എന്തുകൊണ്ടാണ്? അവർ വിപ്ലവകാരികളാണ്. സൂഫികളെ വെച്ചുകൊണ്ട് ഇവിടെ ക്രൂരത ഉണ്ടാക്കാൻ പറ്റും, ഇസ്ലാമിനെ കൊല്ലാൻ പറ്റും. അത് ഈ മണ്ടമൊക്കെ മനസ്സിലാകുന്നില്ല. സൂഫികളെ വെച്ചുകൊണ്ട് ഫാസിസ്റ്റുകൾക്കും സയനിസ്റ്റുകൾക്കും ഓറിയന്റലിസ്റ്റുകൾക്കും സൂഫികളെ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ കൊല്ലാൻ പറ്റും. അവർ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ദീനുൽ ഇസ്ലാമിന്റെ അന്തസ്സത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? അലി അല്ലാഹു തആല അൻഹുവിന്റെ അഡ്രസ്സിൽ നടത്തിയ ഈ സൂഫി തരീഖത്ത് വെച്ചുകൊണ്ട് രണ്ടാമത്തത് വിപ്ലവമാണ്, ഭരണകൂട വിപ്ലവം. ഉസ്മാൻ അള്ളാഹുവിന്റെ ബനൂ ഉമയ്യ ഗോത്രക്കാരനാണ്. അതുകൊണ്ട് ഭരണാധികാരിയാകാൻ യോഗ്യതയില്ല. അലി ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റാർക്കും യോഗ്യതയില്ല. അലി നബി കുടുംബമാണ്. അള്ളാഹ് അവതരിച്ചത് അലിയിലാണ്. അതുകൊണ്ട് അലിയെ വേണം ഭരണാധികാരിയാവാൻ. ഈ സാധാരണക്കാരനെ പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുത്തപ്പോൾ ഷെയ്ഖുന എന്ത് പറഞ്ഞാലും യാ അല്ലാഹ് സല്ലല്ലാഹ്, അതാണല്ലോ സൂഫി തരീഖത്തിന്റെ പരിപാടി. അങ്ങനെ ഷെയ്ഖുന പറഞ്ഞു കൊടുത്തവർ അംഗീകരിച്ചു. അത് ശരിയാണ്. അലിയെ വെച്ചുകൊണ്ട് ഉസ്മാൻ ഭരണാധികാരിയോ വിടാൻ പാടില്ല. അവർ ഉസ്മാൻ അല്ലാഹു തആല അൻഹുവിനോട് ചോദ്യം ചെയ്തു, നിങ്ങൾ അധികാരം രാജിവെക്കണം, നിങ്ങൾ അധികാരം രാജിവെക്കണം, അലിയെ ഖലീഫയാക്കണം. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ ബയ്യത്ത് ചെയ്യപ്പെട്ട ഖലീഫയാണ്, ഒഴിവാകണം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് ഇസ്ലാമിക ദൃഷ്ടിയ അവകാശം? ബയ്യത്ത് ചെയ്യപ്പെട്ട ഖലീഫയോട് മാറി നിൽക്കാൻ പറയാൻ എന്താണ് ഇസ്ലാമിക അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏക ന്യായവും വകുപ്പൊന്നും പറയേണ്ട, മാറിയേ പറ്റൂ. അതാണല്ലോ സൂഫിസം. അതാണ് സൂഫിസം. ന്യായവും വകുപ്പൊന്നും പറയേണ്ട, മാറിയേ പറ്റൂ. ബഹുമാനപ്പെട്ട ഉസ്മാൻ അള്ളാഹുവിന് മുആവിയനെ അറിയിച്ചു. മുആവിയ കൂഫയിലെ ഗവർണറാണ്. ഇങ്ങനെ കുറച്ച് അപകടകാരികൾ, ഖവാരിജുകൾ, കുറച്ച് ആൾക്കാര് വിപ്ലവത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. മുആവിയ അല്ലാഹു തആല സൈന്യത്തെ സംഘടിപ്പിച്ചു. ഉസ്മാൻ അള്ളാഹുവിന്റെ ഖലീഫയാണ്, സഹായിക്കേണ്ടത് ആവശ്യമാണ്. അസ്ബാബി രീതി അനുസരിച്ച്, സുന്നത്തനുസരിച്ച് സഹായിക്കേണ്ടത് ആവശ്യമാണ്. മുആവിയ അല്ലാഹു തആല പുറപ്പെട്ടിട്ടുണ്ടെന്ന് വിഷയം അറിഞ്ഞപ്പോൾ ഇവര് കാത്തിരിക്കാൻ അവസരമില്ല, എത്രയും പെട്ടെന്ന് കാര്യം നടക്കണം. ഉസ്മാൻ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് തള്ളിക്കയറി ഉസ്മാൻ അല്ലാഹു തആല അൻഹുവിനെ അവര് വാളുകൊണ്ട് അറുത്തു കൊന്നു. ആരാണ് കൊന്നത്? സെൽഫികളോ, ഫാസിസ്റ്റുകളോ, RSSകാരോ, BJPക്കാരോ, കമ്മ്യൂണിസ്റ്റുകാരോ, ഓറിയന്റലിസ്റ്റുകളോ, സയനിസ്റ്റുകളോ, അതോ സൂഫികളോ? ലോക ചരിത്രത്തിൽ ആദ്യമായി ഇസ്ലാമിക സമൂഹത്തിന്റെ പേര് പറഞ്ഞു വന്ന സൂഫി തരീഖത്തുകാരാണ് ഉസ്മാൻ അള്ളാഹിനെ കൊന്നത്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഘാതകന്മാരാണ്.
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ കൊല്ലാൻ ജൂതന്മാർ തന്ത്രപൂർവ്വം ഉണ്ടാക്കിയതാണ് സൂഫി തരീഖത്ത്. സൂഫികൾ ഇസ്ലാമിന്റെ കൊലയാളികളാണ്. കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും സൂഫികൾ വന്നത് ഇസ്ലാമിനെ കൊല്ലാനാണ്. അവർ ആരാച്ചാർമാരാണ്, അവർ ജൂതന്റെ ഏജൻസികളാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഫാസിസ്റ്റ് രാഷ്ട്രീയക്കാരും സയനിസ്റ്റ് രാഷ്ട്രീയക്കാരും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരും സൂഫിസത്തെ പുകഴ്ത്തി പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു അംഗീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ സൂഫിസത്തെ വലിയ പൊക്കി പറഞ്ഞായിട്ട് കേട്ടു. അതേപോലെ തന്നെ ഇവിടുത്തെ ഫാസിസ്റ്റുകൾക്കും സൂഫിസം വലിയ കാര്യമാണ്. എന്താണ് കാര്യം? ഇവിടുത്തെ ഷിയാ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അവർക്കറിയാം സൂഫിസമാണ് ഇസ്ലാമിനെ കൊല്ലാൻ ഏറ്റവും നല്ല ആയുധമെന്ന്. പൂർവ്വകാലഘട്ടങ്ങളിൽ സഹാബാക്കൾ ജീവിക്കുന്ന കാലഘട്ടത്തിലും കൂടി സൂഫിസമാണ് ഇസ്ലാമിനെ കൊല്ലാൻ ഉപയോഗിച്ചത്. അതാണ് ശിഈയത്തിന്റെ മുഖമുദ്ര എന്ന് അറിയാത്തൊരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ബുദ്ധിയുള്ളവർ ഈ കൂട്ടത്തിൽ ലോകത്തില്ല. പക്ഷെ മുസ്ലിം ഉമ്മത്തിന് മാത്രം തല തുറന്നു കിട്ടുന്നില്ല. അതിന്റെ കാരണം എന്താ? മെഹ്റാബും മിമ്പറും ചലിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. ബഹുമാനപ്പെട്ട ഉസ്മാൻ അല്ലാഹു തആല കൊന്നു. തലസ്ഥാനത്ത് അലി അല്ലാഹു തആല ഖലീഫയായി. എന്നെ ശ്രദ്ധിക്കണം. ഖലീഫയായപ്പോൾ അലി അല്ലാഹു തആല നാട്ടിന്റെ വിവരങ്ങൾ അറിയാൻ തുടങ്ങി. അപ്പോഴാണ് അലി അല്ലാഹു തആല അറിഞ്ഞത് എന്റെ പേരിൽ ഒരു സംഘം തരീഖത്തുണ്ടാക്കിയിട്ടുണ്ട് എന്ന്. അലി അല്ലാഹു തആല ഉടൻ തന്നെ അവരെ പിടികൂടാൻ ഓർഡർ ഇട്ടു. അലി അല്ലാഹു തആല വലിയൊരു അടുപ്പ് പോലെയുള്ള ഒരു കുണ്ഡമുണ്ടാക്കി അതിൽ തീ കത്തിച്ചു. ഈ തരീഖത്തുകാരെ കംപ്ലീറ്റ് തീയിലിട്ട് കരിച്ചു കളഞ്ഞു. അലി അല്ലാഹു തആല മുഴുവനത്തിനെയും തീയിലിട്ട് കരിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു, കൊന്നുകളഞ്ഞു. ഇതിനെപ്പറ്റിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാനായിരുന്നുവെങ്കിൽ അവരെ കൊല്ലൽ തീർച്ചയാണ്. അവര് ഇസ്ലാമിന്റെ അന്യമാണ്, അവര് ദീനുൽ ഇസ്ലാമിന്റെ പാതയിലല്ല. പക്ഷെ തീ കത്തിച്ചു വന്നത് ശരിയായില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവ് ലാ തുഅദിബു ബിഅദാബില്ലാ, അല്ലാഹു ശിക്ഷിക്കുന്ന ഉപകരണം വെച്ചുകൊണ്ട് നിങ്ങൾ ശിക്ഷിക്കരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീയിലിട്ടിട്ട് ജീവിയെയും കരിക്കരുത് എന്ന് ഉമ്മത്തിന് ഓർഡർ ഉണ്ട്. അതിന് രണ്ട് അഭിപ്രായമാണ്. ഒന്ന്, അലി അല്ലാഹു തആല ഹദീസ് ആ സമയത്ത് ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഹദീസ് അലി അല്ലാഹു തആല കിട്ടിയിട്ടില്ല. ഇതാണ് ഇന്ന് മുഹദ്ദിസുകൾ വ്യാഖ്യാനിച്ച കാര്യമിരിക്കുന്നത്. ഏതായാലും അലി അല്ലാഹു തആല ആ സമൂഹത്തെ കൊന്നു കളഞ്ഞു, അടിവാരോടെ കൊന്നു. പിന്നെ അലി അല്ലാഹു തആല അന്നുവിന്റെ ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പായി. അങ്ങനെയാണ് രണ്ട് ഗ്രൂപ്പാകുന്നത്. അലീനെ അനുകൂലിക്കുന്ന ഗ്രൂപ്പും പ്രതികൂലിക്കുന്ന ഗ്രൂപ്പും. പ്രതികൂലിക്കുന്ന ഗ്രൂപ്പ് ഒരു ദിവസം ഖറൂരി ശീയത്ത് സൂഫിസത്തിന്റെ കടുകട്ടിയുള്ളവർ അത് അലി അല്ലാഹു തആല കൊന്നു. കൊല്ലന്റെ പരമ്പരയാണ് ഇനി. ആരാണ് സുഹൃത്തുക്കൾ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സലഫികളോ? അബൂബക്കർ സിദ്ദീഖിന്റെ പാർട്ടിയാണോ വന്നത്? അലി അല്ലാഹുവിനെ ഉമർ അള്ളാഹുവിന്റെ പാർട്ടിയാണോ വന്നത്? ഉസ്മാൻ അള്ളാഹുവിന്റെ പാർട്ടിയാണോ വന്നത്? അലി അല്ലാഹുവിന്റെ പാർട്ടിയാണോ വന്നത്? ആരാ പാർട്ടിയാണ് വന്നത്? അബ്ദുല്ലാഹ് ഇബ്നു സബഈന്റെ സൂഫി ഗ്രൂപ്പ് അലി അല്ലാഹുവിനെ കൊന്നു. അലി അല്ലാഹു തആല കൊന്നതിന് ശേഷം പിന്നെ അവർ ഹസൻ റളിയല്ലാഹു അൻഹു ഖലീഫയാക്കി. പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി. ഹുസൈൻ റളിയല്ലാഹു തആല ഖലീഫയായി. പ്രശ്നത്തോട് പ്രശ്നം, ഗ്രൂപ്പുകളോട് ഗ്രൂപ്പ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യത്തെ ഖുതുബിയത്ത് നിലവിൽ വന്നു. യാ അലി യാ ഇമാം യാ അലി ഖുതുബിയത്ത്. ലോക ചരിത്രത്തിൽ സൂഫി തരീഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൗലൂദ് ഖുതുബിയത്തുകളും മറ്റും വരുന്നത്. മൗലൂദുകളും മാലകളും അബ്ബാസി ഭരണകാലത്ത് ജൂതന്മാർ നിർമ്മിക്കുന്ന നോവലുകളാണ്. ജൂതന്റെ കാലത്ത് ജൂതന്റെ നേതൃത്വത്തിൽ ഷിയാക്കൾ നിർമ്മിച്ച നോവലുകളാണ് മാല മൗലൂദുകൾ. ഇന്ന് പോരിശയാക്കപ്പെട്ടതെന്നും പറഞ്ഞിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് അബ്ബാസി ഭരണകൂടത്തെ. അബ്ബാസി എന്ന് വെച്ചാൽ ഷിഈയത്തിന്റെ കടികെട്ടിയുള്ളവർ. അമവി 90 കൊല്ലക്കാലം അമവികൾ രാജ്യം ഭരിച്ചു. അതിൽ ആദ്യത്തെ പകുതി ഇസ്ലാമിക അഹ്ലുസുന്നത്ത് വൽ ജമാഅ, രണ്ടാമത്തെ പകുതി ഷിഈയത്തിന്റെ കയ്യിലാണ്, ഈ പറയപ്പെട്ട കുട്ടിയുടെ കയ്യിലായി. പിന്നെ വരുന്നത് അവരോട് യുദ്ധം ചെയ്തിട്ട് അബ്ബാസികളാണ്. അബ്ബാസികൾ ഷിഈയത്തിന്റെ ഉപ്പാപ്പമാരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ബനൂ ഉബൈദികളാണ്. ബനൂ ഉബൈദികൾ, അവരെയാണ് ഫാത്തിമിയാക്കൾ എന്ന് പറയുന്നത്. ഫാത്തിമ ബീബിന്റെ പേരിട്ടത് ആൾപ്പറ്റിക്കാനാണ്. ഇങ്ങനെ സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലെ തലപ്പത്തൊരു തങ്ങള് പ്രസിഡന്റോ സെക്രട്ടറിയോ ആയി കഴിഞ്ഞാൽ സാധാരണക്കാരനത് മതിയല്ലോ. അത് ഇന്നെന്തോ തുടങ്ങിയല്ല, പണ്ട് ജൂതം പഠിപ്പിച്ചതാ. ഇങ്ങനെയുള്ള ആരെങ്കിലും പ്രസിഡന്റ് ആക്കി അഡ്രസ് കിട്ടും എന്നുള്ളത് അത് ഇന്നും തുടരുന്നു മാത്രമേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട അലി അല്ലാഹു തആലയുടെ ശേഷം സാധാരണക്കാരായ ജനത്തിന്റെ മനസ്സിൽ അലിയെ അവതാര പുരുഷനായി മാറി. അത് തരീഖത്തിന്റെ ശൈഖാണ്. അത് ജനത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മൊല്ലയോട് പോയിട്ട് പറയും. മൊല്ല പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അലി താലിബിനെ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാം. അങ്ങനെ അവരൊരു വീട്ടിൽ ഒരു സ്ഥലം ഉണ്ടാക്കും, ഒരു വൃത്തിയുള്ള സ്ഥലം. അവരൊക്കെ മൊല്ലയും മൊല്ലന്റെ കുഞ്ഞാടുകളും വരും. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ലൈറ്റ് കെടുത്തിട്ട് അവര് വിളിക്കും, യാ ഇമാം യാ അലി യാ ഇമാം യാ അലി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യത്തെ ഖുതുബിയത്ത് 1200 കൊല്ലം മുമ്പ് നിലവിൽ വന്നു. അതേ കൂട്ടരെ നിങ്ങൾക്ക് തന്നെയാണ് പാരമ്പര്യം, നമ്മൾ സമ്മതിക്കുന്നു. ഇത് സലഫികൾക്ക് ആകെ 25 കൊല്ലത്തെ പാരമ്പര്യമേ ഉള്ളൂ, അതും സമ്മതിക്കുന്നു.
നിങ്ങൾക്ക് 1200 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്, നമ്മൾ നിഷേധിക്കുന്നില്ല. ആ പാരമ്പര്യം ഷീയത്തിൻ്റെതാണ്, ഇസ്ലാമിൻ്റെതല്ല നമ്മൾ പറയണത്. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാരമ്പര്യമല്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ നിങ്ങൾ കൊന്ന് കഴിച്ചും കൂടി അതിന്റെ മേലെ വാഴയും വെച്ചില്ലേ. അത് പിന്നെ വരുന്നത് 100 കൊല്ലത്തിന് ഇപ്പുറത്തെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ് അത് ആദ്യം പുറത്തുകൊണ്ട് വന്നത്. കേരളക്കാർക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അലിഫ് പഠിപ്പിക്കുന്നത് സൈനുദ്ദീൻ മഖ്ദൂമാ, സലഫിയത്തിന് വിത്തിട്ടത് സൈനുദ്ദീൻ മഖ്ദൂമാ. ഇവിടുത്തെ ഒരൊറ്റ കബറും ബാക്കി വെക്കരുത്. കൊണ്ടോട്ടി തെങ്ങന്മാർ ആയിരക്കണക്കിന് കബറുകളെ വെച്ചുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരന്റെ വിവരക്കേടിനെ ചൂഷണം ചെയ്യുകയാണ്. ആ കബറുകൾ പൊളിച്ചു കളയണമെന്ന് സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനിയിൽ വെച്ച് പറഞ്ഞപ്പോൾ കൊണ്ടോട്ടി തെങ്ങന്മാർ അനുവദിച്ചില്ല. കാരണം എന്താ? സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനിക്കാരനല്ല, യമൻകാരനാ. യമനിൽ നിന്ന് വന്ന് താമസിച്ചാളാ. ഇവിടുത്തെ കബറുകൾ കണ്ട് ഞെട്ടിപ്പോയി ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം. അദ്ദേഹം പ്രസംഗിച്ചു, അദ്ദേഹം പറഞ്ഞു കബറുകൾ പൊളിക്കേണ്ടതാ, ഉപയോഗപ്പെട്ട ഒറ്റ കബറും ബാക്കി ഉണ്ടാകാൻ പാടില്ല. കൊണ്ടോട്ടി തെങ്ങന്മാർക്ക് ദഹിച്ചില്ല. 1000ഓളം കൊല്ലമായിട്ട് ഷീയത്തിന്റെ ഉപ്പുപ്പമാരായിട്ട് വിലസുകയായിരുന്നു കൊണ്ടോട്ടി തെങ്ങന്മാര്. ആയിരക്കണക്കിന് കബറുകളെ വെച്ചുകൊണ്ട് ഈ ജനങ്ങളെ പൂജിപ്പിച്ച് പാവപ്പെട്ട സാധാരണക്കാരായ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും തലമണ്ടക്കകത്ത് കപട ആത്മീയത തള്ളിക്കയറ്റി പിരാന്തന്മാരാക്കി നിർത്തി ഷെയ്ഖും മുരീദും ആക്കിയിട്ട് മുരീദിനെ ചൂഷണം ചെയ്യുന്ന ഷെയ്ഖുകൾ കൊള്ളയടിക്കുകയായിരുന്നില്ലേ? സൂഫിയത്തിന്റെ പേര് പറഞ്ഞിട്ട് കൊള്ളയടിക്കുകയായിരുന്നില്ലേ? അങ്ങനെ കോടീശ്വരനായിട്ട് ജീവിക്കല്ലേ സൂഫി തരീഖത്തിന്റെ ഷെയ്ഖന്മാര്. അനുയായികളോ എല്ലാം ഷെയ്ഖ് പറഞ്ഞ പോലെ. സൂഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും ഇല്ലാതെ ജീവിക്കുക, അതെല്ലാം ഷെയ്ഖിന് കൊടുത്ത് ജീവിക്കുക. അങ്ങനെ പറമ്പ് ഷെയ്ഖിന്റെ പേരില്, വീട് ഷെയ്ഖിന്റെ പേരില്, ഭാര്യ ഷെയ്ഖിന്റെ പേരില്. ഇവനിക്ക് സ്വന്തം ഒന്നുമില്ല, കാരണം ഇവൻ സൂഫി, മറ്റോനോ സൂഫിന്റെ ഷെയ്ഖും. ഇതാണ് ജൂതം പഠിപ്പിച്ചത് ഇസ്ലാമിനെ കൊല്ലാൻ. അങ്ങനെ യാ ഇമാം യാ അലി കുത്തുബിയത്ത് നടപ്പിൽ വന്നു. ഒരു 100-200 വിളിക്കും, ഇലാഹി അന്ത മഖ്സൂദി, കണക്ഷൻ അള്ളാഹുവിലേക്ക് പോകും. ഇപ്പൊ BSNL ആണ് ഇങ്ങോട്ടുള്ള വിളി, യാ ഇമാം യാ അലി. പിന്നെ ഇടയ്ക്ക് ഐഡിയ വെച്ചിട്ട് അങ്ങോട്ട് വിളിക്കും. അങ്ങനെയുണ്ട് ലൈൻ മാറ്റുന്ന പരിപാടി. അത് ചോദിക്കാൻ പാടില്ല എന്നാ. യാ ഇമാം യാ അലി എന്ന് വിളിക്കുന്നത്. അത് പിന്നെ നിങ്ങൾ എന്തിനാ പിന്നെ ഇലാഹി അന്ത മഖ്സൂദി വിളിച്ചത്? യാ ഇമാം യാ അലി വിളിച്ചത് വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, യാ ഇലാഹി വിളിച്ചത് എനിക്ക് വേണ്ടിയിട്ട്. കാരണം ഇവർക്ക് കള്ളി അറിയാലോ. പണ്ടേതൊരു ഡോക്ടർ ഏതാ പറഞ്ഞ മാതിരി ഇവർക്ക് എന്നെ ഉള്ളുകള്ളി അറിയാലോ. എന്തായാലും ശരി, ഒരു 100 അപ്പുറം വിളിക്കും, ഒരു 3 ഇപ്പുറം വിളിക്കും. കേട്ടിട്ടില്ലേ? പണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. യാ ഇമാം യാ അലി എന്ന് 100 പ്രാവശ്യം വിളിക്കുമ്പോ ഇലാഹി അന്ത മഖ്സൂദി 3 പ്രാവശ്യം വിളിക്കും. അങ്ങനെ കുത്തുബിയത്ത് തീർന്ന് ചോറും വെച്ച് കൈമടക്കും കഴിച്ചിട്ട് തിരിച്ചു പോകും. അപ്പോ വെളുത്ത തുണി വിരിച്ചിട്ട് ഗോതമ്പിന്റെ പൊടി, ഷിയാക്കളുടെ പരിപാടിയാ. വെളുത്ത തുണി വിരിച്ചാൽ ഗോതമ്പിന്റെ പൊടി വിതറും. അപ്പൊ ആ പൊടിയിൽ കാലിന്റെ പാദം കാണും. ഇരുട്ടത്തി ഷെയ്ഖ് ഇങ്ങോട്ടും ഇങ്ങോട്ടും കുറുകനെ പിരാന്തളയിട്ട് ഓടും. ആ കാലിന്റെ അടയാളം കണ്ടപ്പോൾ കണ്ടില്ലേ, അലി അള്ളാഹു ഹാജറായി, നിങ്ങളെ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടു, കുത്തുബിയത്ത് സഹിയായി തീർന്നു. ഇതാണ് സൂഫിസം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, പിന്നെ കുത്ത് റാത്തീബ് വന്നത് എങ്ങനെയാ? ഇത് കുത്തുബിയത്തിന്റെ തെളിവ്. കുത്ത് റാത്തീബോ, ആ ഗ്രൂപ്പ്, ആ തരീക്കത്ത് 2 ഗ്രൂപ്പായി, തീവ്രതയുള്ള ഗ്രൂപ്പായി. ഹുസൈനി തരീക്കത്ത് ഉണ്ടാക്കി. കർബലയിൽ രക്തസാക്ഷിയായ ഹുസൈന്റെ പേരിലാണ് പിന്നത്തെ തരീക്കത്ത് വന്നത്, ആ സൂഫിസം വന്നത്. യാ ഇമാം യാ അലി കുത്തുബിയത്തില് രക്തം കാണുന്നില്ല, സിവിലാണ്. ക്രിമിനൽ വേണം, രക്തം കാണണം, എന്നാലേ ആത്മീയതക്ക് ചൂടുപിടിക്കുള്ളൂ. അതാണ് ഹറൂരി ഷീയത്തിന്റെ ലക്ഷണം. രക്തം കാണേണ്ടവർ അടങ്ങൂല. അങ്ങനെ അവർ 2ാമത്തെ തരീക്കത്ത് ഉണ്ടാക്കി. അങ്ങനെ ഹുസൈൻ ഈ കുത്തുറാത്തീബ് രംഗത്ത് വന്നു. യാ ഹുസൈൻ കണ്ടിട്ടില്ലേ? ഇപ്പം ദുനിയാവിൽ കണ്ടിട്ടില്ലേന്ന് ചോദിച്ചാൽ മന്ന ബുദ്ധിയുള്ളവരെ കണ്ടു എന്ന് പറയും. കാരണം ഇപ്പൊ എങ്ങനെ തന്നിരിക്കല്ലേ? പണ്ടല്ലേ ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പാട് സ്വന്തം കീശത്തിന്റെ വരിയല്ലേ റാത്തീബും കുത്തിവത്തും കംപ്ലീറ്റ്. നേരം വെക്കുമ്പോ ഒരു 100 എന്താ പറയാ, കുന്ത്രാണത്തിന് എന്താ പറയാ, ഈ വരുന്ന എന്താ പറയാ, വാട്സപ്പ്. എന്നാലോ പറയും. അതെ, എനിക്ക് ഈ കുന്ത്രാണ്ടെന്ന് അറിയില്ല, ഞാനത് ഉപയോഗിക്കുന്നില്ല. എനിക്ക് പിന്നെ അതിന് മാത്രമുള്ള സമയമില്ല. അതുകൊണ്ട് ഇങ്ങനെ വരികയല്ലേ, ഇങ്ങനെ നോക്കുമ്പോ നിൽക്കണ ഒരു ഭാഗത്ത് നിന്ന് മറ്റവന്റെ കുത്തുവെത്തി, വേണ്ടി ഇവന്റെ കുത്തുവെത്ത്. അങ്ങനെ കുത്തുറാത്തീബ് രംഗത്ത് വന്നു. യാ ഇമാം യാ ഹുസൈൻ. കേട്ടിട്ടില്ലേ? മുഹറം 10 TV പറഞ്ഞ കുത്തുറാത്തീബ് ആണല്ലോ കൂട്ടരെ. രക്തം കാണാണ്ട് അവരടങ്ങൂല. കുത്തുറാത്തീബ് രക്തം കാണാണ്ട് അടങ്ങൂല. അങ്ങനെ കടാരി കൊണ്ടും വാളുകൊണ്ടും മുറിക്കാൻ തുടങ്ങി. ബ്ലേഡ് കൊണ്ട് പെണ്ണുങ്ങൾ നെഞ്ചു കീറും. യാ ഹുസൈൻ വിളിച്ചിട്ട്. അത്ര ഇഖ്ലാസ, മുറിഞ്ഞത് അറിയില്ല. എന്തെങ്കിലും ഇല്ലാണ്ട് എങ്ങനെയാവോന്നാ അവളെ പെണ്ണുങ്ങന്മാര് ചോദിക്കണേ. എങ്ങനെ എന്തെങ്കിലും ഇല്ലാണ്ട് എങ്ങനെയാ? പിരാന്ത് എന്ന് പറഞ്ഞാൽ അതാ. ബുദ്ധിയുള്ളവനിക്ക് നടക്കൂല, മുള്ളർച്ച തയ്ക്കാൻ പറ്റൂല. പിരാന്തന്മാർക്ക് മുറിഞ്ഞാൽ ഒന്നും ഏശൂല. അതൊരു തരം പിരാന്ത. അൽ ജുനൂൻ ഫുനൂൻ. പിരാന്ത് പല വകുപ്പാ. അപ്പിരാന്ത് കയറിയാ വാളുകൊണ്ട് മുറിച്ച ഒന്നും അറിയില്ല. നേരെ വെച്ചാൽ നീ ബുദ്ധിമാനാണെങ്കിലോ മുള്ളു അരച്ച അപ്പം നിനക്ക് വേദന അല്ലേ? ചെറിയ വേദന പറയാൻ. ബുദ്ധിയുള്ളവനിക്ക് അല്ലാത്തവനിക്ക് പിരാന്തന്മാർ ആടിയും പോന്നു, ഇടിയും പോന്നു, കയ്യും പൊട്ടുന്നു, കാലും പൊട്ടുന്നു, അവൻ ഹാജിരിക്കുന്നു. അവർക്കൊരു പ്രശ്നമില്ല. കാരണം എന്താ? എന്റെ മൈൻഡ് വേറെയാ. ബഹുമാനമുള്ളവരെ കാലഘട്ടം പോയി. കുരിശി വിപ്ലവം ആരംഭിച്ചു. 11ാം നൂറ്റാണ്ടിൽ കുതിരവിഷമ വെച്ചു.
കുരിശി വിപ്ലവകാരികൾ ഇസ്ലാമിനെ കൊല്ലാൻ പരിപാടിയെടുത്തു. ചെങ്കിസ് ഖാന്റെയും താർത്താരികളുടെയും പട നമുക്കറിയാം. അങ്ങനെ കുരിശി വിപ്ലവത്തിൽ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബിന്റെ പൂർവികൻ ഖലീജ് അർസലാൻ നൂറുദ്ദീൻ സെങ്കി ഘോരഘോരമായ യുദ്ധത്തിലായി. ദീനുൽ ഇസ്ലാമിന്റെ ആസ്ഥാനത്തെ കടത്തിയിറക്കലാണ് അവരുടെ പരിപാടി. മക്ക മദീന കൊള്ളയടിക്കലാണ് അവരുടെ പരിപാടി. താർത്താരികളുടെ ചെങ്കിസ് ഖാന്റെ നടന്നില്ല. അല്ലാഹ് കാത്തു, അല്ലാഹ് സഹായിച്ചു മുസ്ലിമീങ്ങളെ. വഴിയിൽ വെച്ച് അവരെ അള്ളാഹു കൈകാര്യം ചെയ്തു. ചെങ്കിസ് ഖാന്റെ ചരിത്രം നമുക്കറിയാം, താർത്താരി ചരിത്രം നമുക്കറിയാം. വിട്ടേക്ക്. 15-ാം നൂറ്റാണ്ടോടുകൂടി കുരിശി വിപ്ലവം വിജയിച്ചു. ഇസ്ലാമില്ലാത്ത മുസ്ലിമീങ്ങളെ കൊണ്ട് ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് യൂറോപ്പ് തെളിയിച്ചു. ഷഹാദത്ത് ബാത്തിലായവർ എത്ര നിസ്കരിച്ചോട്ടെ, ആ നിസ്കാരം കൊണ്ട് ഒരു ചുക്കും നേടാൻ ഇവരെ കൊണ്ട് കഴിയില്ല. ഫലസ്തീൻ തൊട്ട് വെള്ളമുണ്ട വരെ നിസ്കാരത്തോട് നിസ്കാരം, ഒരു ചുക്കും നേടാൻ കഴിയില്ല. ഇവരെത്ര വേണമെങ്കിൽ സക്കാത്ത് 2% അല്ല 25% കൊടുത്തോട്ടെ, ഒരു ചുക്കും ആ സക്കാത്തോട് നേടാൻ പറ്റൂല. ഇവര് ജീവിതത്തിൽ ഒരു അജ്ജല്ല, മാസാമാസം അജ്ജ് ചെയ്തോട്ടെ, ഒരു ചുക്കും അജ്ജ് കൊണ്ട് നേടാൻ ഇവരെ കൊണ്ട് പറ്റൂല. കാരണം ഇവരെ ഷഹാദത്ത് മരിച്ചിരിക്കുകയാണ്. മരിച്ചുപോയ ഷഹാദത്ത് വെച്ചുകൊണ്ടുള്ള നിസ്കാരത്തിന് ജീവില്ല, ഹജ്ജിന് ജീവില്ല, സക്കാത്തിന് ജീവില്ല, നോമ്പിന് ജീവില്ല. കാരണം ഷഹാദത്ത് മരിച്ചിരിക്കുകയാണ്. ജാറങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിപ്പിച്ചു, ശരീക്കത്തുകളെ കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹിയെ മരിപ്പിച്ചു. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹയെയും മുഹമ്മദ് റസൂലുള്ളാഹിയെയും മാറ്റി നിർത്തി. ജാറങ്ങൾ അള്ളാഹ്ക്ക് പകരം ജാറങ്ങൾ, നബിതങ്ങൾക്ക് പകരം ശൈഖുനമാർ. ആ രീതിയിൽ ഒരു പുതിയ ഇസ്ലാം നിലവിൽ വന്നു. പിന്നെ എങ്ങനെയാണ് കൂട്ടുകാരെ നിസ്കാരം നോമ്പും സക്കാത്തും ഹജ്ജും ഉപകരിക്കുക? കാലഘട്ടം മുന്നോട്ട് പോയി. 15-ാം നൂറ്റാണ്ടിൽ കുരിശി വിപ്ലവം വിജയിച്ചു. ഇസ്ലാമിക മുസ്ലിം രാജ്യങ്ങളെല്ലാം യൂറോപ്പിന്റെ കോളനികളായി. മുസ്ലിമീങ്ങൾ പണ്ട് അല്ലാമ ഇക്ബാൽ പറഞ്ഞതുപോലെ ഇറച്ചി കഷ്ണം ഇട്ട് കൊടുത്തിട്ട് ചൊട്ടിയാൽ പാലുവാട്ടി വരുന്ന കൊടിച്ചിപ്പെട്ടികളെ പോലെയായി മുസ്ലിമീങ്ങൾ. ഫലസ്തീൻ എവിടം വരെ ഒരു കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ, സിന്ധു മുതൽ ഇന്തോനേഷ്യ വരെ, അതേപോലെ തന്നെ സിന്ധിന്റെ വടക്ക്, ഫ്രാൻസ് വരെ, ഫ്രാൻസിന്റെ അതിർത്തി വരെ, ജിബ്രാൾട്ടർ വരെ നീണ്ടുകിടക്കുന്ന വിശാലമായ ലോകം ഇസ്ലാമിന്റേതാണ്. എല്ലാം കൂടി യൂറോപ്പിന്റേതായി. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരാരായി? അവര് പടിഞ്ഞാറുകാരൻ ഇറച്ചി കഷ്ണം ഇട്ട് കൊടുത്തിട്ട് ചൊട്ടിയ വാലുവാട്ടിട്ട് തിന്നാൻ പോകുന്ന കൊടിച്ചുപെട്ടികളെ പോലെയായി. അല്ലമായിക്കോലോ എന്ന കാര്യം യാഥാർത്ഥ്യമായി. അങ്ങനെ 16-ാം നൂറ്റാണ്ട് യൂറോപ്പിന്റേത്. ദീനുൽ ഇസ്ലാം 100% കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അവർ മുന്നോട്ടിറങ്ങി. റോമൻ കത്തോലിക്ക സഭ 16-ാം നൂറ്റാണ്ടിൽ റോമൻ യോഗം കൂടിക്കൊണ്ട് തീരുമാനിച്ചത് എന്താ? ദീനുൽ മുസ്ലിമീങ്ങൾ നമുക്ക് കീഴിലാണ് ഇപ്പോൾ. ഇനി ആയുധം കൊണ്ട് അവരെ യുദ്ധം ചെയ്യണ്ട, ഇനി ആദർശം കൊണ്ട് യുദ്ധം ചെയ്യണം. ആദർശവും തമ്മിൽ ഏറ്റുമുട്ടണം. അങ്ങനെ നാം അവരുടെ ആദർശത്തിൽ കടന്നു കളിക്കണം. അങ്ങനെയാണ് 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ട് ലോകഭാസകലം പടിഞ്ഞാറുകാരന്റെ ദുഷിച്ച ചിന്താഗതികൾ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യാൻ തുടങ്ങിയത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഹിജാസ് കേന്ദ്രമാക്കിക്കൊണ്ട് നവോത്ഥാനത്തിന്റെ പടനായകൻ വരുന്നത് അല്ലാഹു തആല നിയോഗിക്കുന്നത് ആ സമയത്താണ്. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 1703 ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ജനിക്കുന്നത്. അതേ വർഷമാണ് ഷാവല്ലാഹി ദഹ്ലവിയും ജനിക്കുന്നത്. അങ്ങനെ മധ്യകാലഘട്ടത്തിൽ എല്ലാം കൂടി ആകെ കുളമായി കിടക്കുന്ന അന്തരീക്ഷത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് വരുന്നത്. ഇവർക്കെതിരായി ധീരമായ പടയോട്ടങ്ങൾ നടത്തി. തൗഹീദിന്റെ ശബ്ദം, റിസാലത്തിന്റെ ശബ്ദം, ഷഹാദത്തിന്റെ തിരിച്ചുവരവ്. ഇതാണ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഹിജാസ് കേന്ദ്രമാക്കിക്കൊണ്ട് നടത്തിയത്. സൗദി ഭരണകൂടം സഹായിക്കുകയും കൂടി ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ സുന്നത്ത് പൂർത്തിയായി. ആ പ്രകാശം ലോകത്തെമ്പാടും വളരാൻ തുടങ്ങി. അത് കേരളത്തിലേക്കും എത്തി. കേരളത്തിലെത്തിയപ്പോൾ കേരളത്തിലെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തുടങ്ങി വെച്ച സലഫിയത്തിന്റെ അംശം ഹൃദയത്തിൽ പേറി നടക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അവർ പള്ളിയിലെ ഖാദിമാരാണ്, ഖതീബുമാരാണ്, മുദരിസുമാരാണ്. സലഫിയത്തിന്റെ ശബ്ദം മനസ്സിലുണ്ട്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞ വാക്കിനോട് അവർക്ക് യോജിപ്പ്, കൊണ്ടോട്ടി തങ്ങന്മാരോട് അവർക്ക് യോജിപ്പില്ല. അത് മനസ്സിൽ വെച്ച് നടക്കുകയായിരുന്നു. സലഫിയത്തിന്റെ ശബ്ദവുമായി, തൗഹീദിന്റെ ശബ്ദവുമായി ഒറ്റപ്പെട്ട ഉലമാക്കൾ കടന്നു വന്നപ്പോൾ ഇവിടുത്തെ ഉലമാക്കൾക്ക് ഹരമായി. അവർ 1924 കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കി. കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കി അവർ തൗഹീദിന്റെ ശബ്ദം കേരളക്കാരെ പഠിപ്പിക്കാൻ, നഷ്ടപ്പെട്ടു പോയ ഷഹാദത്തിന്റെ പ്രതാപം തിരിച്ചു കിട്ടാൻ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് മക്ക മദീന കേന്ദ്രമാക്കിക്കൊണ്ട് ഇജാസത്ത് തുടങ്ങി വെച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പുനരുദ്ധാരണം രാജ്യത്ത് നടപ്പിലാക്കാൻ, ശിഈയത്തിന്റെ അടിവേരറുക്കാൻ, ജാറങ്ങൾ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ കൊല്ലുന്ന ശിഈയത്തിന്റെ അടിവേരെടുക്കാൻ, തരീഖത്തുകളെ കൊണ്ട് മുഹമ്മദി റിസാലത്തിനെ കൊല്ലുന്ന ശിഈയത്തിന്റെ അടിവേരറുക്കാൻ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി.
അതിന്റെ ഉള്ളകത്തിൽ നിഫാക്ക് പൊങ്ങി വന്നു. പഴയ ആചാരങ്ങൾ ഇല്ലാതാക്കുന്നതിൽ കാര്യമില്ല. അതിൽ ശീഇയ്യത്ത് അടങ്ങിയിട്ടുണ്ടെങ്കിൽ സുന്നത്ത് ജമാഅത്തിന് പകരം വെച്ച സംവിധാനം ഉണ്ടാക്കലാണ് ഭംഗി. സമൂഹത്തെ നാം ഒറ്റയടിക്ക് അവരെ കൈ കൊടുത്തൂടാ. അതിനെന്താണ് വഴി? ശീഇയ്യത്തിന്റെ അടയാളമായ യാ ഇമാം യാ അലി കുത്തുബിയത്തിന് പകരം സുന്നത്ത് ജമാഅത്തിന്റെ കുത്തുബിയത്ത് വേണം. യാ ഇമാം യാ ഹുസൈന്റെ കുത്രാത്തീബിന് പകരം സുന്നത്ത് ജമാഅത്തിന്റെ കുത്തുബിയത്തിൽ കുത്രാത്തീബ് വേണം. അതിനെന്താണ് വഴി? അതിന് പുതിയ വഴികൾ അന്വേഷിച്ചവർ 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കി. അതിൽ നിന്ന് പിരിഞ്ഞവർ കേരള ജമിയത്തുൽ ഉലമ സുന്നത്തും തൗഹീദും സുന്നത്തും ഷഹാദത്തും നടപ്പിലാക്കാൻ വേണ്ടി മെനക്കെട്ടിറങ്ങിയപ്പോൾ അതിനോട് വിയോജിപ്പുള്ള കേരളത്തിലെ ചില ശീഇയ്യത്തിന്റെ ടച്ചിങ് ഉള്ള പണ്ഡിതന്മാര് ഗ്രൂപ്പ് വേറെ ഉണ്ടാക്കി. അവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. എന്താണ് അവരുടെ പരിപാടി? ശീഇയ്യത്തിന്റെ അഡ്രസ്സിലുള്ളത് മാറ്റി സുന്നത്ത് ജമാഅത്തിന്റെ അഡ്രസ്സിൽ പുതിയത് നിർമ്മിക്കുക. അങ്ങനെ അവരെന്ത് ചെയ്തു? മദ്രാസിലെ കായൽപട്ടണക്കാരനായ സദഖത്തുള്ള എന്ന് പറയുന്ന ഒരു കട്ട ശീഇ, അയാള് രചിച്ചൊരു നോവലാണ് യാ ഗൗസിയ മുഹീദ്ദീൻ കുത്തുബിയത്ത്. അത് കടം വാങ്ങി കേരളത്തിൽ നടപ്പിലാക്കി. ഞാൻ ചോദിക്കട്ടെ, കായൽപട്ടണക്കാരനായ സദഖത്തുള്ള കട്ട ശീഇക്കാരൻ ഉണ്ടാക്കി രചിച്ച, അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം രചിച്ച യാ ഗൗസിയ മുഹീദ്ദീൻ കുത്തുബിയത്തിന് ഷിയാക്കളുടെ യാ ഇമാം യാ അലി കുത്തുബിയത്തിനുള്ളല്ലേ പാരമ്പര്യം? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തുമായിട്ട് അതിന് എന്ത് ബന്ധമാണുള്ളത്? അബ്ദുല്ലാഹിബ്നു സബ ഉണ്ടാക്കിയ സൂഫി തരീഖത്തുമായിട്ടല്ലേ യഥാർത്ഥത്തിൽ അതിന് ബന്ധം? സുന്നത്ത് ജമാഅത്തുമായിട്ട് അതിന് ബന്ധമുണ്ടോ? അങ്ങനെയാണെങ്കിൽ യാ ഇമാം യാ അലി കുത്തുബിയത്ത് നടപ്പിൽ വരേണ്ടതല്ലേ? യാ ഇമാം യാ ഹുസൈൻ കുത്രാത്തീബ് നടപ്പിൽ വരേണ്ടതല്ലേ? അത് ശീഇയ്യത്താണെന്ന് തള്ളേണ്ട ആവശ്യമില്ലല്ലോ. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ മൊത്തത്തിൽ ഇസ്ലാമിന്റെ തലസ്ഥാനം ഇറാനാണെന്നും ഐഷാവിനെ ചീത്ത പറയേണ്ടത് ആവശ്യമാണെന്നും അങ്ങ് പറഞ്ഞാൽ ശരിയായില്ലേ? എല്ലാ കാര്യം കൊട്ടാണ് പോകുന്നത്. അങ്ങനെ കാലഘട്ടങ്ങൾ മുന്നോട്ട് പോയി. യാ ഗൗസിയ മുഹീദ്ദീൻ കുത്തുബിയത്തിന് മാർക്കറ്റ് കുറഞ്ഞു വരാൻ തുടങ്ങി. അത് സിവിലാണ്. അങ്ങനെ 1985 ഹറൂരി ശീഇയ്യത്ത് കേരളത്തിലുണ്ടായി. 85 ശേഷം ഹറൂരി ശീയാക്കളാണ് കുത്റാത്തീബിന് പകരം കിടന്നത്. അതെ, യാ ഇമാം യാ ഹുസൈൻ കുത്റാത്തീബ് കടാരി കൊണ്ട് കൊടല് കുത്തി കീറുക. അതിന് പകരം യാരിഫായി കുത്റാത്തീബ് രംഗത്ത് വന്നത് 25 കൊല്ലത്തിന് ഇപ്പുറത്താണ്. അടുത്ത കാലത്താണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി തൂണിന്റെ മേലെ ഈ റിഫായി അനുസ്മരണവും കുത്റാത്തീബും. ആരോടാണ് പാരമ്പര്യം? ആരോടാണ് സിൽസില? ആരെയാണ് നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്? ചുരുക്കി പറഞ്ഞാൽ 1300 കൊല്ലത്തോളമായി ശീഇയ്യത്തിന്റെ പാരമ്പര്യമുള്ള കേരളത്തിൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ചർച്ച ചെയ്യപ്പെട്ടില്ല. 100 കൊല്ലത്തിനിപ്പുറത്ത് അന്ന് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തുടങ്ങി വെക്കുകയും കൊണ്ടോട്ടി തങ്ങന്മാരാകുന്ന ഷിയാക്കളുടെ അതിക്രമത്താൽ നിന്നുപോവുകയും ചെയ്ത സലഫിയ്യത്തിന്റെ ബാക്കി ഭാഗമാണ് കേരളത്തിൽ 910 ശേഷം നടപ്പിലായതും. ഇന്ന് കേരളത്തിന്റെ മുക്ക് മൂലകളിൽ തൗഹീദിന്റെ ശബ്ദം ഈ കൊച്ചു സംഘത്തിന് എത്തിക്കാൻ കഴിഞ്ഞു. റിസാലത്തിന്റെ ശബ്ദം എത്തിക്കാൻ കഴിഞ്ഞു. ഗ്രാമങ്ങളിലായി ഒരു വൻ ശത്രുനിര എല്ലാ വിഷയത്തിനും അണിനിരക്കുന്നുണ്ടെങ്കിലും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: ജൂതൻ കാലഹരണപ്പെടുത്തി കളഞ്ഞ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഷഹാദ മിമ്പറുകളിൽ ചർച്ച ചെയ്യപ്പെടണം. അതേപോലെ തന്നെ മെഹ്റാബുകളിൽ ചർച്ച ചെയ്യപ്പെടണം. മദ്രസ പാഠപുസ്തകത്തിൽ ചർച്ച ചെയ്യപ്പെടണം. എല്ലാ ക്ലാസ്സിലും ഷഹാദത്ത് ചർച്ച വേണം. പിന്നെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ഷഹാദത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ്, അതന്നെ അല്ലാഹുവിന്റെ വജൂദ്, അല്ലാഹുവിന്റെ റുബൂബിയത്ത്, അല്ലാഹുവിന്റെ ഉലൂഹിയത്ത്, അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്ത്, അതേപോലെ തന്നെ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹിലെ മുഹമ്മദിയത്ത്, അതേപോലെ തന്നെ അബ്ദിയത്ത്, അതേപോലെ നുബുവത്ത്, അതേപോലെ റിസാലത്ത്. ഇതൊക്കെ ചർച്ച വേണ്ടത് ഒന്നാമത്തെ കാര്യമായ ഷഹാദ ചർച്ച ചെയ്യുമ്പോഴാണ്. നിസ്കാരത്തിൽ ഈ ചർച്ച വരൂല, നോമ്പിൽ ഈ ചർച്ച വരൂല, ഹജ്ജിൽ ഈ ചർച്ച വരൂല, സക്കാത്തിൽ ഈ ചർച്ച വരൂല. അത് ഷഹാദത്ത് വരേണ്ട ചർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ജൂതൻ ഷഹാദത്ത് നിർത്തലാക്കാൻ ഏർപ്പാടുണ്ടാക്കിയത്. നിസ്കരിച്ചോട്ടെ ഉമ്മത്ത് പ്രശ്നമില്ല, നോമ്പ് നോട്ടോട്ടെ ഉമ്മത്ത് പ്രശ്നമില്ല, സക്കാത്ത് കൊടുത്തോട്ടെ ഉമ്മത്ത് പ്രശ്നമില്ല, ഹജ്ജ് ചെയ്തോട്ടെ ഉമ്മത്ത് പ്രശ്നമില്ല, ഷഹാദത്ത് മാത്രം ചർച്ച ചെയ്യാൻ പാടില്ല. അതാണ് സലഫികൾ ഏറ്റെടുത്തത്. ഇസ്ലാം ജീവിക്കും. പുതിയ നൂറ്റാണ്ടിന് പ്രായപൂർത്തി തികഞ്ഞു. ഇനി അടുത്തത് റുഷ്ദിലേക്കുള്ള നാട്ടമാണ്. അതെ, ഈ നൂറ്റാണ്ടിൽ മുസ്ലിമീങ്ങൾ ഒരുപാട് കരയേണ്ടി വരും. മുസ്ലിമീങ്ങളെ ചിരിക്കേണ്ട കാലം അവസാനിച്ചു. മുസ്ലിമീങ്ങൾക്ക് കരയാനുള്ളതാണ് ഇന്നത്തെ നാളുകൾ. അതെ, കാലഘട്ടത്തെ ചരിത്രത്തിൽ ഇസ്ലാമിന്റെ ആദർശം എപ്പോഴെല്ലാം സജീവമായിട്ടുണ്ടോ അപ്പോഴെല്ലാം മുസ്ലിമീങ്ങൾക്ക് കരയേണ്ടി വന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ ആദർശം എപ്പോഴെല്ലാം മന്ദി ഭവിച്ചിട്ടുണ്ടോ അന്നെല്ലാം മുസ്ലിമീങ്ങൾ ഇഷ്ടം പോലെ ചിരിച്ച് ആഹ്ലാദിച്ച് കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇനിയുള്ള നാളുകൾ മുസ്ലിമീങ്ങൾക്ക് കരയാനുള്ളതാണ്. അഥവാ
ദീനുൽ ഇസ്ലാമിന്റെ ആദർശം വളരെ കൃത്യമായി ഭൂലോകത്ത് ചർച്ച ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നാം അതിന്റെ വക്താക്കളാക്കുക. നാം അതിന്റെ മിമ്പറുകൾ, നമ്മുടെ മിമ്പറുകൾ, നമ്മുടെ മെഹ്റാബുകൾ നമ്മുടെ ഉലമാക്കളോട്, നമ്മുടെ ഉമറാക്കളോട്, നമ്മുടെ കൂട്ടുകാരോട്, ഉദരിസുകളോട്, അത് കാദിമാരോട്, നാട്ടിലെ കാരണവന്മാരോട് ഇത്രേ നമുക്ക് അപേക്ഷയുള്ളൂ. ദീനുൽ ഇസ്ലാമിന് ഒന്നാമത്തെ കാര്യമുണ്ട്. അത് നിസ്കാരം പോലെ സജീവമായി ചർച്ച ചെയ്യേണ്ടതാണ്. നോമ്പ് പോലെ സജീവമായി ചർച്ച ചെയ്യേണ്ടതാണ്. അത് വെറും അർത്ഥം പറഞ്ഞ് മനസ്സോർപ്പിച്ച നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞു തള്ളേണ്ടതല്ല. അത് നിസ്കാരം അത് അത് പിന്നെ തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില വാക്കുകളും ചില പ്രവൃത്തികളുമാണ് നിസ്കാരം. അത് പഠിച്ചു വെച്ചിട്ട് പിന്നെ നിസ്കരിക്കാണ്ടിരിക്കലല്ല നമ്മള്. പിന്നെ അതിന്റെ ഷർത്ത്, പിന്നെ അതിന്റെ ഫർദ്, പിന്നെ അതിന്റെ ഇത്. അതേപോലെ തന്നെ ഷഹാദ. എന്താണ് ഷഹാദ? അർത്ഥം പറഞ്ഞ് മനസ്സിലോപ്പിച്ച നാവ് കൊണ്ട് ഒഴിവാക്കി പറയാനാ എന്ന് പഠിച്ചു വെച്ചിട്ട് വിടലല്ല. എങ്ങനെയാണത്? അത് പറഞ്ഞാൽ എന്ത് പ്രവർത്തിക്കണം? അത് ബാത്തിലായി പോക്ക് എങ്ങനെയാ? അത് നഷ്ടപ്പെട്ടു പോക്ക് എങ്ങനെയാ? അത് യുദ്ധത്തിലായി പോക്ക് എങ്ങനെയാ? അത് സസ്പെൻഡായി പോക്ക് എങ്ങനെയാ? അത് ഡിസ്മിസായി പോക്ക് എങ്ങനെയാ? അതിൽ ഡാമേജ് വരൽ എങ്ങനെയാ? ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് ഷഹാദത്തിലാണ്. 11 കൊല്ലം എടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ. നബിതങ്ങൾ സഹാബാക്കൾക്ക് നിസ്കാരം പഠിപ്പിക്കാൻ 5 മണിക്കൂറേ എടുത്തുള്ളൂ, അല്ലേ? നുബുവത്ത് കിട്ടി 40ാമത്തെ വയസ്സിൽ 11 കൊല്ലം ഷഹാദത്ത് മാത്രമേ ചർച്ച ചെയ്തുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അവസാനം നുബുവത്തിന്റെ 11ാം കൊല്ലം മേറാജിന് പോയി നിസ്കാരമായിട്ട് വന്നു. സുബഹിക്ക വന്നത്. സുബഹി നിസ്കാരം ഫർളാക്കിയില്ല, സുബഹി നിസ്കരിച്ചിട്ടില്ല, ളുഹ്ർ നിസ്കരിച്ചത്. കാരണം നിസ്കാരത്തെ പഠിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ വന്നു. നമ്മൾ പഠിപ്പിച്ചു ളുഹ്ർ. സുബഹി മുതൽ ളുഹ്റിന്റെ സമയത്ത് നിസ്കാരം പഠിപ്പിച്ചു. നിയമിച്ച ജിബ്രീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ എടുത്തത് 11 വർഷമാണ്. നമുക്ക് 1ാം ക്ലാസ്സിലെ പിള്ളേരെ ചേർത്ത മൊല്ലാക്ക അർത്ഥം പറഞ്ഞ് മനസ്സുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷഹാത്ത് പഠിക്കൽ പൂർത്തിയായി. പിന്നെ നിസ്കാരം നിസ്കാരം നിസ്കാരം, ഹൈദ് ഹൈദ്, നിഫാസ് നിഫാസ്. 200 വയസ്സുള്ള ഉപ്പുപ്പാക്കും ജനാബത്ത് പറഞ്ഞാലേ ഇസ്ലാമാവുള്ളൂ. 150 വയസ്സുള്ള ഉമ്മുമാക്കും ഹൈദും നിഫാസും പറഞ്ഞാലേ. പക്ഷെ അവരെ പണ്ടേ റിട്ടയർഡായി കേസ് എന്ന്. ഈ റിട്ടയർഡായ കേസ് പഠിച്ചാലേ അവർക്ക് വയറാവുള്ളൂ. നേരെ മറിച്ച് ഷഹാദത്ത് അങ്ങനെയല്ല. 500 കൊല്ലം ജീവിച്ചാലും മരിക്കുന്ന അന്ന് വരെ ലൈവായി നിലനിൽക്കേണ്ടതാണ് ഷഹാദ. അത് മാത്രം 5ാമത്തെ വയസ്സിൽ അർത്ഥം പറഞ്ഞ് മനസ്സുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞ് ക്ലാസ്. ഇതാണ് സുഹൃത്തുക്കളെ സലഫിയത്ത്. ഷഹാദത്ത് എന്താണെന്ന് പഠിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹിലെ തൗഹീദിലുള്ള ഷഹാദ, മുഹമ്മദുർ റസൂലുള്ളാഹിലെ റിസാലത്തിലുള്ള ഷഹാദ, അത്തൗഹീദു വൽ റിസാല, അതിലുള്ള ഷഹാദ. ഒരു ചെറിയ രീതിയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നിങ്ങൾ അതിനെപ്പറ്റി ഗൗരവമായിട്ട് പഠിക്കണം. ഇവിടുത്തെ സെൽഫികൾ ഇതിനെ സംബന്ധിച്ച് വിശാലമായിട്ട് പഠിക്കണം. പഠിക്കാൻ സമയം കണ്ടെത്തണം. പരസ്പരം ചീത്ത പറയേണ്ട സമയം കഴിഞ്ഞു. പരസ്പരം ചീത്ത പറയുന്ന കാര്യത്തിൽ 100 മാർക്കാണ് നിങ്ങൾക്ക് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് നിർത്തുക. എന്നിട്ട് ഇൽമ് സമ്പാദിക്കാൻ തയ്യാറാകുക. തലബുൽ ഇൽമ് തേടുക. മരിക്കുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ അഗാധമായ ഇൽമ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിനെ പറ്റിയ ആലിമീങ്ങളെ തേടി പിടിക്കുക. അതിനെ പറ്റിയ ഗ്രന്ഥങ്ങൾ തേടി പിടിക്കുക. എന്നിട്ട് നാം ഷഹാദത്തിന്റെ ജീവിക്കുന്ന സാക്ഷികളാകുക. പ്രകാശിക്കുന്ന ഈമാൻ അല്ലാഹു നസീബാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ മരിക്കുന്ന നേരത്താക്കി തരികയും ചെയ്യട്ടെ. സുന്നത്തും ഫർദുമായ അമലുകളെ കൊണ്ട് താഖത്തും ഖുവ്വത്തുമുള്ള ഈമാൻ അല്ലാഹു നസീബാക്കി തരട്ടെ. നമ്മുടെ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവർ, കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ആശുപത്രികളിലുള്ളവർ, വീടുകളിലുള്ളവർ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, എല്ലാവർക്കും അള്ളാഹു അവന്റെ ഖുദ്റത്തുകൊണ്ട് ശിഫാ നസീബാക്കി കൊടുക്കട്ടെ. നമുക്കത്രയും രോഗങ്ങളൊന്നും അള്ളാഹ് തരാതെ കാക്കുകയും ഈ തന്ന ആഫിയത്ത് ഒരു പോറലും ഏൽക്കാതെ മരിക്കുന്നത് വരെ അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ ഉമ്മമാർ, ഉപ്പുപ്പമാർ, വല്യുപ്പമാർ ബർസഖിന്റെ ലോകത്താണ്, കാത്തിരിപ്പിന്റെ ലോകത്താണ്. ചിലർ അള്ളാഹുവിന്റെ അടുക്കൽ നല്ല റാഹത്തിനാണ്. മറ്റു ചിലർ എന്തോ കാരണത്താൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രയാസത്തിലും നോവിലുമാണ്. എല്ലാവരെയും അള്ളാഹ് അവന്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന നല്ലവരെ കൂട്ടത്തിൽ അവന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. നമ്മൾ മരിച്ച് ബർസഖിൽ എത്തുമ്പോൾ ആ നല്ലവരോടൊപ്പം ചെന്ന് ചേരാനും അവരെയും കൂട്ടി ജന്നത്തുൽ ഫിർദൗസിലെത്താനും നമ്മുടെ ഷഹാദത്തിന്റെ, അമാനത്തിന്റെ, തൗഹീദിന്റെ രേഖകൾ അള്ളാഹു പരിശോധിക്കുമ്പോൾ അത് അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ട്, അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട്, അള്ളാഹിന്റെ അടുത്ത അയൽവക്കക്കാരോടൊപ്പം കാലാകാലം കഴിയാൻ എന്താണോ വേണ്ടത് മരിക്കുന്നതിന് മുമ്പ് ഔദാര്യം കൊണ്ട് അള്ളാഹു നമുക്കത് പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ.
أقول قولي هذا والله أعلم وأستغفر الله العظيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.